യെസ്, എന്നെ കാണാലോ. ആൻഡ് മൈ വോയിസ് ഈസ് ഓഡിബിൾ ആൻഡ് ആം ഐ വിസിബിൾ? സ്റ്റക്ക് ഉണ്ടോ ചെറിയ? ഞാൻ ഗൂഗിൾ മീറ്റ് അല്ല, ഞാൻ സൂമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സൂം കിട്ടിയില്ല. കഴിയുന്നതും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാതിരിക്കാൻ ശ്രമിക്കുക. ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾ കയറും. അപ്പോൾ അതാ സംഭവം. 100 പാർട്ടിസിപ്പൻസേ പറ്റുള്ളൂ. ഇനി സ്റ്റഡി ക്യാമ്പിന് സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോമൊക്കെ വരണം, കുറേ പാർട്ടിസിപ്പൻസിന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. നമ്മളങ്ങനെ ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആവാല്ല അല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളെന്താ ചെയ്തിരുന്നത്. ഓക്കെ, നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ വോയിസ് കേൾക്കാമല്ലോ? ഞാൻ കുറച്ച് ഒച്ചത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ? ഇറ്റ്സ് ഈസ് ഫൈൻ. കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. യെസ്, നിങ്ങളെ ജസ്റ്റ് ബിഫോർ നമുക്കുള്ള ഇന്നത്തെ അജണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആരും ചെയ്യാത്ത കാര്യം, അതായത് ലൂസേഴ്സ് മീറ്റപ്പ്. ആരും അങ്ങനെ ലൂസേഴ്സ് മീറ്റപ്പ് ഒന്നും വെക്കാറില്ല. ജയിച്ചവർക്ക് ഈ പറഞ്ഞ ഗിഫ്റ്റ് കൊടുക്കും, സമ്മാനം കൊടുക്കും, അല്ലേ? ഇൻസ്റ്റിറ്റ്യൂഷനിൽ വലിയ പരിപാടികളുണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഭയങ്കര പരിപാടികളായിരിക്കും ജയിച്ചവർക്ക്. പക്ഷേ തോറ്റവരാരും നോക്കാറില്ല അങ്ങനെ. അപ്പം തോറ്റവർക്ക് വേണ്ടിയിട്ട്, അല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? നമ്മൾ ജയിക്കണ്ടേ, പാസ്സാവണ്ടേ? യെസ്, ഡെഫിനറ്റ്ലി പാസ്സാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു ഫെയിലായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള കിട്ടിയ കാര്യങ്ങളെല്ലാം കൂടി വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മീറ്റപ്പ്. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് ദിസ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. ഇത് ഇൻ്ററാക്റ്റീവ് സെഷനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നിങ്ങളിവിടെ നിങ്ങളെ കാര്യങ്ങൾ പറയണം, നിങ്ങൾ സംസാരിക്കണം. അപ്പം അത് വെച്ചിട്ടാണ് നമ്മളിവിടെ മീറ്റിംഗ്. അപ്പോളെ ഒരു എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് അറിഞ്ഞാലല്ലേ നമുക്കത് സോൾവ് ചെയ്യാനുള്ളതുള്ളൂ. അപ്പം പൊതുവെയുള്ള കാര്യങ്ങൾ ഞാൻ പറയും, അതല്ലാതെ ഞാൻ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിക്കുക, നമുക്കത് ശരിയാക്കി കൊണ്ടുവരാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യം, ഫസ്റ്റ് ചോദ്യം, ഇത് നിങ്ങൾ എത്രാമത്തെ അറ്റംപ്റ്റാന്ന് നിങ്ങളൊന്ന് പറയൂ. ഇപ്പോൾ ജൂണിൽ എഴുതാൻ പോകുന്ന അറ്റംപ്റ്റ് എത്രാമത്തെ അറ്റംപ്റ്റാന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് പറയാൻ പറ്റുന്നവർ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഈ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. എത്രാമത്തെ അറ്റംപ്റ്റ്, 1, 2, 3 നമ്പർ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇട്ടാൽ മതി, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ മെജോറിറ്റി 3 വരെ പോയി, 4 വരെ പോയി. ഓക്കെ, 6. ഓക്കെ, ബിഗ് നമ്പർ ഇപ്പോൾ 6ലാണ് നിൽക്കുന്നത്. മെജോറിറ്റി 2, 3 ആണ്. 3 ആണ് മേജറായിട്ട് വരുന്നത്. ഓക്കെ, 5. ഓക്കെ, എനി അതർ നമ്പേഴ്സ്? എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ നന്നായി. ചാറ്റ് ബോക്സിൽ ഇങ്ങനെ നമ്പർ ഇട്ടാൽ മതി. ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റ്. ഓക്കെ, 3rd 3, 2, 3, 5, 4, 5. ഓക്കെ, 5. ഓക്കെ, 1. ഓക്കെ, 4. ഓക്കെ, സോ 4 and 3 ഈസ് ജനറൽ ആയിട്ട് വരുന്നത്. ആൻഡ് 6th അറ്റംപ്റ്റ് വന്ന കേസും ഉണ്ട്. ഓക്കെ, ഞാൻ വെറുതെ ചോദിച്ചതാണ് എത്ര അറ്റംപ്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, ഞാനും ഒരുപാട് അറ്റംപ്റ്റ് ചെയ്ത് പാസ്സായ ആളാണ് ഞാൻ. എൻ്റെ കഥ അറിയാലോ നിങ്ങൾക്ക്, അല്ലേ? ഓക്കെ, അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് പറഞ്ഞ ഒരാളില്ല. അതായത് ഓക്കെ, ഇങ്ങനെ നോക്കി നോക്ക്. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് തിരിച്ചറിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരുപാട് സമയമായി. ഒരുപാട് ലേറ്റായി. അതാണ് ഞാൻ ഫെയിലിയർ എനിക്ക് അത്രയും വരാനുള്ള റീസൺ അതായിരുന്നു. പക്ഷേ അത് തിരിച്ചറിഞ്ഞപ്പം എന്തേ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പാസ്സാകാനും പറ്റി. എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞപ്പം അത് ഞാൻ പറയാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ അതും കൂടി പറയാനുണ്ട്. മീൻസ് ഹൗ ഐ ക്ലിയർഡ് ദിസ് CA എന്നുള്ള കാര്യം കൂടി പറയാനുണ്ട്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ചോദിച്ചത് നിങ്ങളെ ഇതെന്താണെന്നുള്ളത്. ഓക്കെ, സോ ഹൗ യു ഫീൽ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, CMA December 2024 അറ്റംപ്റ്റ് നിങ്ങൾക്ക് എന്ത് മൊത്തത്തിൽ ഓവറോൾ നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നിയത്? വെദർ ഇറ്റ് ഈസ് ഈസി ഓർ ആവറേജ് ഓർ ടഫ്? 3 ഓപ്ഷൻ ഉണ്ട്: ഈസി, ആവറേജ് ഓർ ടഫ്. ഇതൊക്കെ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്താ ഫീൽ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ല വേറെ ഒന്നുമല്ല. ഓക്കെ, ഈസി ഗൈസ്. ഓക്കെ, ഈസി. സോ ഈസി. ഓക്കെ, സോ മെജോറിറ്റി ഈസിയാണ് പറയുന്നത്. ഓക്കെ, ഫൈൻ. ആവറേജ്, ഈസി, ആവറേജ്. ഓക്കെ, ഈസി. ഓക്കെ, ഈസി.
ഓക്കെ, ഈസി ആവറേജ്. ഇറ്റ് വാസ് ഈസി ഫോർ മീ, ബട്ട് റിസൾട്ട് വന്നപ്പോൾ റിയലി ഷോക്ക്ഡ്. ഓക്കെ, പറയാം എന്തുകൊണ്ടാണ് റീസൺ എന്നുള്ളത് പറയാം. ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതായത് സാർ ഞാൻ നല്ലോണം എഴുതിയതാണല്ലോ, പക്ഷേ വിചാരിച്ച മാർക്ക് തന്നിട്ടില്ല, ആ ഒരു ഫീൽ വരുന്നില്ലേ അല്ലേ കുറേ ആൾക്കാർക്ക്. നല്ലോണം എഴുതിയിട്ടുണ്ട് ഞാൻ, അത്രയും കോൺഫിഡൻസ് ആയിരുന്നു അതിൽ എക്സംഷനെങ്കിലും കിട്ടുമെന്ന്. അറ്റ്ലീസ്റ്റ് അത് പോട്ടെ ഒരു 55 എബോവെങ്കിലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ആ മാർക്ക് കണ്ടപ്പോൾ നെട്ടിപ്പോയി. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാത്ത ചില സബ്ജക്റ്റിൽ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയിട്ടും എന്നുള്ളൊരു ഫീലും വന്നു. അങ്ങനത്തെ ഒരു ഫീൽസൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? am I right? ഓക്കെ ജസ്റ്റ് ചോദിച്ചതാ. സോ മെജോറിറ്റി ഡിസംബർ 2024 അറ്റംപ്റ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഈസി എന്ന് പറയാം. ഭയങ്കര ഈസി എന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. കാരണം സെക്കൻഡ് ഗ്രൂപ്പ് ഈസ് കമ്പാരിറ്റീവ്ലി ഈസി ഫ്രം ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയാം. നമുക്ക് ആദ്യം ഒരു അനാലിസിസ് നോക്കാം ഡിസംബർ 2024. സെക്കൻഡ് ഗ്രൂപ്പ് കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ഗ്രൂപ്പിനേക്കാൾ ഈസി ആയിരുന്നു തോന്നി. പക്ഷേ സെക്കൻഡ് ഗ്രൂപ്പിലെ പ്രശ്നം പറ്റിയത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അത്യാവശ്യം ഒരു ആവറേജ് പേപ്പറാക്കി കൊടുത്തു. പാസ്സാകും എന്ന് കരുതി CH സബ്ജക്റ്റിലും. ഓക്കെ ഫൈൻ, പറയാം. അപ്പം ഫസ്റ്റ് ഗ്രൂപ്പിലെ സെക്കൻഡ് ഗ്രൂപ്പിലെ ഏകദേശം 3 പേപ്പേഴ്സും അത്യാവശ്യം നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ഇട്ടുകൊടുത്തു. കുറേ കുട്ടികൾ അതിൽ പിടിച്ചിട്ട് കുറേ കുട്ടികൾ അതിൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്തു. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ ആകെ പതറി ആ ഗ്രൂപ്പ് എൻറ്റയർലി കളഞ്ഞു. ഇതാണ് ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ കേസ്. ചില ആൾക്കാർ ആ 3 പേപ്പറിൽ നന്നായിട്ട് നന്നായി ചെയ്ത് അത് വക വെക്കാതെ, അതായത് ആ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഭയങ്കര ടഫാണെന്ന് വക വെക്കാതെ മാക്സിമം എങ്ങനെയെങ്കിലും പാസ്സാവണമെന്ന് വിചാരിച്ച് മാക്സിമം എഴുതിയവർ കറക്റ്റ് 40 കിട്ടിയിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ പാസ്സായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ മാർക്ക് ലിസ്റ്റ് ഞാൻ കണ്ടു സെക്കൻഡ് ഗ്രൂപ്പ്. ഓക്കെ, ഈ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഐ തിങ്ക് ലോ ലിറ്റിൽ ബിറ്റ് ടഫാക്കി എന്ന് ചില ആരൊക്കെ പറഞ്ഞ്, ചില ആൾക്കാരുടെ അനുഭവം. ചില ആൾക്കാർക്ക് ആ ലോ ടഫായി എന്ന് പറയുന്നുമില്ല. ചില ആൾക്കാർക്ക് അക്കൗണ്ട്സ് ഭയങ്കര ടഫായി എന്നുള്ളൊരു അനുഭവം പറഞ്ഞവരുണ്ട്. ടാക്സേഷൻ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ടാക്സേഷൻ ഇപ്രാവശ്യം അത്യാവശ്യം നല്ല മാർക്ക് എല്ലാവർക്കും ഞാൻ കണ്ട്, നല്ല മാർക്ക് എല്ലാവർക്കും ഞാൻ ടാക്സേഷനിൽ കണ്ടു ഇപ്രാവശ്യം. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്താണെന്ന് അറിയില്ല, ഇതിപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല പേപ്പറായിരുന്നല്ലോ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ മാർക്ക് വന്നപ്പോൾ എന്താണെന്ന് അറിയില്ല, ഒരുപാട് ആൾക്കാർക്ക് കോസ്റ്റിങ്ങിൽ വളരെ കുറവായിരുന്നു മാർക്ക്. വളരെ 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 കുറവായിരുന്നു കോസ്റ്റിങ്ങിൽ. കുറേ ആൾക്കാരുടെ മാർക്ക് ലിസ്റ്റ് നോക്കിയപ്പോൾ കോസ്റ്റിങ്ങിൽ സ്പെസിഫിക്കലി നല്ല കുറവ് കുറേ ആൾക്കാർക്ക് വന്നു. പക്ഷെ അത്യാവശ്യം എഴുതിയെന്ന് അവർ പറയുന്നുണ്ട്, പക്ഷെ അവർക്ക് മാർക്ക് കാണുന്നില്ല കോസ്റ്റിങ്ങിൽ. വൈ, എന്തവിടെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ നോക്കണം. എഴുതിയിട്ടുണ്ട്, മാർക്ക് കാണുന്നില്ല കോസ്റ്റിങ്ങിൽ. അപ്പം നമ്മൾ ഇപ്പോൾ കാറ്റഗറി ഓഫ് പേഴ്സൺസിനെ, അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറേ വീക്ക് പേപ്പേഴ്സ് ഉണ്ട്, എന്താ പറയുക, കുറേ നല്ല പേപ്പേഴ്സ് ഉണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ കാര്യം പറയട്ടെ, നിങ്ങളിലേക്ക് എത്താം. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തിയറി പേപ്പേഴ്സ്, എസ്പെഷ്യലി ലോ, ഓഡിറ്റ് പോലത്തെ സബ്ജക്ട്സ് എനിക്ക് നല്ല ടഫാണ്. ടഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം ഇതാണ്. അത് ഞാൻ പറയാം. ഇതന്നെ എനിക്കറിയെങ്കിൽ കുറേ ആൾക്കാരുടെ ഈ തിയറി ബേസ്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർക്ക് പ്രശ്നം ഇതായിരിക്കും. അതായത് സാധനം പഠിക്കും, പക്ഷേ എക്സാമിന് ക്വസ്റ്റ്യന് മനസ്സിലാവും, എഴുതുമ്പം റീകോൾ ചെയ്യാൻ പറ്റില്ല, ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനൊരു പ്രശ്നം കുറേ ആൾക്കാർക്ക് ഉണ്ടാവും അല്ലേ. ലോ പോലത്തെ സബ്ജക്ട്സിൽ എഴുതുമ്പം ഓർത്തെടുക്കാൻ പറ്റില്ല. അതായത് സാധനം എനിക്കറിയാം, ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായി, ഓക്കെ പെർഫെക്റ്റ് ക്വസ്റ്റ്യനാണ്, ക്വസ്റ്റ്യൻ എവിടെ നിന്നൊക്കെ മനസ്സിലായി, പക്ഷേ ഇത് എങ്ങനെ ഇത് എഴുതി പിടിപ്പിക്കുക എന്നുള്ള കാര്യം കിട്ടുന്നില്ല. അത് കാരണം ലോല് മാർക്ക് കുറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതന്നെയായിരുന്നു എൻ്റെ പ്രശ്നം. എനിക്ക് ലോല് മാർക്ക് കിട്ടില്ല. ലോല് എപ്പോഴും മാർക്ക് കുറയുന്ന പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക്. ഓക്കെ, അപ്പം ഒരു മിനിറ്റ്, one second സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ലോല് അങ്ങനെ മാർക്ക് കുറയുന്ന കുറച്ച് പ്രശ്നം എന്താ പറയുക, ഓക്കെ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ചെയ്തൊരു മാർഗ്ഗം എന്താണെന്ന് അറിയാം. അതായത് ലോ പോലത്തെ സബ്ജക്റ്റിൽ ഇങ്ങനെ ചില ആൾക്കാർക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഓർമ്മ കിട്ടും, പക്ഷേ ചില ആൾക്കാർക്ക് കിട്ടില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് ലോയിൽ അങ്ങനെ മാർക്ക് കുറഞ്ഞു പോയാൽ. പിന്നെ ഓരോ സബ്ജക്റ്റ് വൈസ് വരികയാണ്. അപ്പം അതിനെന്താ ചെയ്യാനുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണ്ടത് നല്ല റിവിഷൻ വേണം. അതായത് കുറേ തവണ റിവൈസ് ചെയ്യുമ്പോൾ ഓർമ്മ കിട്ടും. റിവിഷൻ കുറയുമ്പോൾ ഓർമ്മ കുറയും. ഇനി എങ്ങനെ റിവൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബുക്ക് മൊത്തത്തിൽ എങ്ങനെയോടോ ഒന്നായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുക, ഇറ്റ്സ് നോട്ട് പോസിബിൾ. വീണ്ടും റിവൈസ് ചെയ്യാന്ന് പറയുമ്പോൾ അത്രയും ടൈം ഭയങ്കര ടൈം പോകും. ലോക്ക് മാത്രമായിട്ട് അത്രയും ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം ഇനീഷ്യലി നമ്മൾ ലോ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ, ഒപ്പം നമ്മൾ ലോ പഠിച്ചു തുടങ്ങില്ല, ഓരോ ചാപ്റ്റർ നമ്മൾ കവർ ചെയ്യുമ്പോൾ തന്നെ ആ ചാപ്റ്ററിൻ്റെ ചെറിയൊരു ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ. അതൊരു പേപ്പറിലാണെങ്കിൽ അത്രയും നല്ലത്. ഒരു A4 ഷീറ്റിൽ, ബുക്കൊന്നും ആക്കണ്ട നിങ്ങൾ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ ആകുമ്പോൾ ഈസിയാണ് ക്യാരി ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫൈനലിൻ്റെ ഡിസ്കഷൻ അവസാനത്തിലോട്ട് വരാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇൻ്ററിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഫൈനലിലോട്ട് പിന്നെ വരാം. ഓക്കെ,
ഇന്റർന്ന് ഫൈനലിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറയാൻ ഓർമ്മപ്പെടുത്തിയാൽ മതി ഫൈനലിൻ്റെ ആൾക്കാർ. ഓക്കെ, അപ്പം ഈ ലോ പോലത്തെ ഇത് ഫൈനലിനും പറയാം, ഈ ലോ പോലത്തെ സബ്ജക്റ്റിന് ക്രാക്ക് ചെയ്യാനുള്ള മാർഗ്ഗമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ ഇപ്പം നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചു ലോൻ്റെ ചാപ്റ്റർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. പക്ഷേ ഇനി അതിൽ നിന്ന് കുറേ സാധനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസുകളുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പറിലോട്ട് ഷീറ്റ് ഓഫ് പേപ്പറിലോട്ട് മാറ്റാം. ഇമ്പോർട്ടൻ്റ് ആയ ഐറ്റംസ് എങ്ങനെ നമ്മൾ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ ഏകദേശം. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ പറഞ്ഞു പോകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ക്ലാസ്സിൽ തന്നെ പറയും സാർമാരെന്ത്, ഓക്കെ ഇത് കുറച്ച് സ്പെസിഫിക്കലി ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആണെന്ന് പറയും. അപ്പോൾ അത് ഒന്നുകൂടി ഷോർട്ടാക്കുക. ഈ ബുക്കിലുള്ള കാര്യം വീണ്ടും ഒരേപോലെ നമുക്ക് മൊത്തത്തിൽ വീണ്ടും വായിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വീണ്ടും റിവൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ പാടായിരിക്കും. പക്ഷേ ഈ ഷോർട്ട് നോട്ട് വായിക്കുമ്പോൾ വലിയ നോട്ട് മനസ്സിൽ കിട്ടണം, ആ രീതിക്ക് വേണം ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ. അത് നിങ്ങളെ കഴിയും, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. അത് നിങ്ങൾക്ക് ഏത് ഭാഷയിൽ എഴുതാം, എങ്ങനെ എഴുതാം. പക്ഷേ ലോ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് എഴുതുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ലോക്ക് പല ആൾക്കാരുടെ പ്രശ്നം എഴുതാൻ അറിയാത്തതുകൊണ്ടാണ്. എഴുതാൻ അറിയാത്തതുകൊണ്ട് മാർക്ക് കിട്ടാത്ത മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ ഓർമ്മ വരുന്നില്ല. ഇതൊക്കെയാണ് ലോ എക്സാമിന് മാർക്ക് പറയാനുള്ള റീസൺ. അതിന് ഏറ്റവും ബെറ്റർ ഷോർട്ട് നോട്ട്സാണ്. ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്കത് വിജയിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പേപ്പേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സ് ഞാൻ ഇങ്ങനെ പേപ്പർ ആക്കിയല്ല, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പേപ്പർ നോക്കും. ഇനി അവിടെ മാത്രം കഴിഞ്ഞില്ല, ലോക്ക് അടുത്ത ചോദ്യമാണ്, ലോക്ക് പ്രാക്ടീസ് ചെയ്യണോ? അതായത് നമ്മളിപ്പോൾ സ്കാനറൊക്കെ ഇതിന് വാങ്ങുന്നുണ്ടല്ലോ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് സ്കാനർ വാങ്ങുന്നുണ്ട്, അതേപോലെ ഇതിനൊക്കെ സ്കാനർ വാങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിന് സ്കാനർ വാങ്ങണോ? അതായത് ലോക്ക് സ്കാനർ വാങ്ങി ലോൻ്റെ സ്കാനർ നമ്മൾ ചെയ്യണോ? അതായത് നമ്മൾ കമ്പൈലർ ഉപയോഗിച്ചിട്ട് പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ലോ ചെയ്യണോ എന്നുള്ളൊരു ചോദ്യമാണ്. പല ആൾക്കാരും ലോൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാറില്ല. ചെയ്യണം. പ്രോബ്ലം പേപ്പേഴ്സ് എങ്ങനെ പഠിക്കുന്നു അതേ ലാഘവത്തോട് തന്നെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ലോ പേപ്പേഴ്സും പഠിക്കേണ്ടത്, തിയറി പേപ്പേഴ്സും പഠിക്കേണ്ടത്. കാരണം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾ അറിയണം. അത് നിങ്ങൾ എഴുതി നോക്കണം. ക്വസ്റ്റ്യൻസ് ആൻസർ നിങ്ങൾ പ്രോബ്ലംസ് നിങ്ങൾ എഴുതി നോക്കൂലേ, അതേപോലെ നിങ്ങൾ എഴുതി നോക്കണം. എന്നിട്ട് ആൻസറുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. ആ ആൻസർ അതേപോലെ എഴുതണം എന്നല്ല ഞാൻ പറയുന്നത്, അതിലുള്ള പോയിന്റ്സ് അറ്റ്ലീസ്റ്റ് ഒരു 4-5 ഉണ്ടെങ്കിലും നിങ്ങളിൽ വന്നിട്ടുണ്ടോ നോക്കുക. വരുന്നില്ല വെച്ചാൽ നിങ്ങൾക്ക് ലോയിൽ മാർക്ക് കിട്ടൂല, അത് വരുത്തണം. ഓക്കെ, ഇപ്പോൾ പെർഫെക്റ്റ്ലി അതേപോലെ നമുക്ക് റീഡ്രാഫ്റ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റൂല. പക്ഷേ അതേപോലെ ഏകദേശം സിമിലർ ആയിട്ട് കുറച്ച് ഐറ്റംസ് എങ്കിലും നിങ്ങൾ ആൻസർ ഷീറ്റിൽ വന്നില്ലെങ്കിൽ ലോ പോലത്തെ സബ്ജക്റ്റിന് നിങ്ങൾക്ക് മാർക്ക് തരൂല, മാർക്ക് വളരെ കുറയും. അതാണ് പൊതുവെ ലോ പോലത്തെ സബ്ജക്റ്റിന് മാർക്ക് എല്ലാവർക്കും കിട്ടാൻ ചാൻസ് കുറഞ്ഞു പോകുന്ന മാർക്ക്. ഇതായിരുന്നു എൻ്റെയും പ്രശ്നം. ഞാൻ അത് തിരിച്ചറിഞ്ഞ് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി. ഇനി ആ ഷോർട്ട് നോട്ട്സ് ഉണ്ടല്ലോ, നമ്മളെ A4 ഷീറ്റ്, ആ A4 ഷീറ്റ് എന്ത് ചെയ്ത് ഞാൻ നമ്മുടെ ഇതില്ലേ എക്സാം തുടങ്ങുന്നതിൻ്റെ തൊട്ട് ½ an hour മുന്നേ മൊത്തം ആ A4 ഷീറ്റ് നമുക്ക് സിമ്പിളായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എക്സാം തുടങ്ങുന്നതിന് മുന്നേ ഒരു 14 ചാപ്റ്റർ ആകുമ്പോൾ കൂട്ടിക്കോ, ഈ 14 A4 ഷീറ്റ് കൊണ്ടുവന്ന് കൂട്ടിക്കോ. ഈ 14 A4 ഷീറ്റ് ഞാൻ എന്ത് ചെയ്ത് മൊത്തം കവർ ചെയ്ത് ആ അരമണിക്കൂർ കൊണ്ട് മൊത്തം വായിച്ചു നോക്കിയിട്ടാണ് ഞാൻ എക്സാം ഹാളിൽ ഇരിക്കുന്നത്. എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് 100% സിലബസ് ഞാൻ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ഇരിക്കുന്നത് എക്സാമിന്. സോ തിയറി സബ്ജക്ട്സിന് ഏറ്റവും നല്ല വേ അതാണ്. ക്വസ്റ്റ്യൻ ചെയ്യാൻ വിടരുത്, അത് ഞാൻ പറയുന്നത്. ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കണം, അത് ടൈം കൺസ്യൂമിങ് ആയിരിക്കാം ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത്. ചിലപ്പോൾ അത്ര എളുപ്പമാവില്ല, കുറച്ച് പണിയുണ്ടാവും, അത് നിങ്ങൾ പണിയെടുക്കണം. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്കത്. അതിപ്പോൾ തിയറി പോലത്തെ IDT അടക്കം യൂസ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അത് IDT ജസ്റ്റ് ലൈക്ക് എ തിയറിയാണ്. സോ IDTക്ക് അത് യൂസ് ചെയ്യാം, ടാക്സേഷൻ അത് യൂസ് ചെയ്യാം, ഓഡിറ്റിന് അത് യൂസ് ചെയ്യാം, SM BDA പോലത്തെ സബ്ജക്റ്റ് ഒക്കെ സ്പെസിഫിക്കലി അതന്നെ യൂസ് ചെയ്യാം. കാരണം വലിയ ലെങ്തി നോട്ട്സ് യൂസ് ചെയ്യുന്നതിന് പകരം ടേക്ക് എ ഷോർട്ട് നോട്ട്സ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് റിവൈസ് ചെയ്യാം, പ്ലസ് ക്വസ്റ്റ്യൻസും ചെയ്യണം. തിയറി ആണെന്ന് വിചാരിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കരുത്. എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയണം, എഴുതി നോക്കണം. എന്നാൽ പെർഫെക്റ്റ്ലി തിയറി സബ്ജക്ട്സ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം തിയറി സബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്യാൻ പണിയായിരിക്കും. കാരണം അവിടെ വേണ്ടത് റിവിഷനാണ്, മൾട്ടിപ്പിൾ റിവിഷൻ ചെയ്യണം. അപ്പം വലിയ ബുക്ക് വീണ്ടും റിവൈസ് ചെയ്യാൻ തന്നെ ഭയങ്കര ഹെക്ടിക് വർക്കായിട്ട് മാറും. ശരി, ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ കുറച്ച് പണിയായിരിക്കും, പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ലോ പോലത്തെ സബ്ജക്റ്റ്, ലോ ഓഡിറ്റ് പോലത്തെ സബ്ജക്റ്റിൽ ടെക്നിക്കൽ വേർഡ്സ് എന്ന് പറയാൻ പാടില്ല. ആ ലോ ലാംഗ്വേജ് യൂസ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൂടി പറയാം. വേറെ ഓൺ ലാംഗ്വേജിൽ നമ്മൾ സ്വന്തം ഭാഷയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അധികം മാർക്ക് കിട്ടൂല, അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. പിന്നെ ഗ്യാസ് അടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ വെറുതെ കുറേ ആൾക്കാർ എഴുതാറുണ്ട് ലോ പോലത്തെ സബ്ജക്റ്റിൽ ഒരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ എന്തൊക്കെ എഴുതി വെക്കും. ഒരു കാര്യമില്ല, നിങ്ങളുടെ സമയം മാത്രമേ പോവുള്ളൂ. പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാം 0 മാർക്ക് കിട്ടുക, 1 മാർക്ക് കിട്ടൂല. വെറുതെ കാര്യങ്ങൾ എഴുതിയിട്ട് ഒരു കാര്യമില്ല, സമയം വെറുതെ പോവുള്ളൂ. സോ അതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല, വെറുതെ കാര്യങ്ങൾ എഴുതണ്ട. ലോ പോലത്തെ സബ്ജക്റ്റിന് കാര്യമില്ല, മാർക്ക് കിട്ടൂല. ഓക്കെ, അപ്പോൾ ആ പേപ്പറിൻ്റെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ലോ കഴിഞ്ഞ പ്രാവശ്യം ടഫാണെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ലോയിൽ വേറെ ഒന്നും അറിയാനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോ ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. ബെറ്റർ വേ ടു സ്റ്റഡി ലോ പോലത്തെ സബ്ജക്ട്സ്, ലോ തിയറി പോലത്തെ സബ്ജക്ട്സ് ഷോർട്ട് നോട്ട്സ് പ്ലസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന വിധമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ജസ്റ്റ് ബൈഹാർട്ട് ഇട്ട്. ബൈഹാർട്ടും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബൈഹാർട്ട് ചെയ്യാൻ ആ ഒരു സ്കില്ല് വേണം ബൈഹാർട്ട് ചെയ്യാനുള്ള, വേറെ പ്രശ്നമൊന്നുമില്ല.
ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കുറേ ആൾക്കാർക്ക് കഴിഞ്ഞ വർഷം ടഫായി അല്ലേ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കുറേ ആൾക്കാർക്ക് കഴിഞ്ഞ വർഷം ടഫ് അല്ലായിരുന്നു. ഇതിൻ്റെ ജൂൺ അറ്റംപ്റ്റ് ഐ തിങ്ക് വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്നു. പക്ഷേ ഡിസംബർ അറ്റംപ്റ്റ് വന്നപ്പോൾ കുറച്ച് ടഫായി എന്ന് കുറേ ആൾക്കാർ പറഞ്ഞു. പക്ഷേ കുറേ ആൾക്കാർ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല, മാർക്ക് അത്ര വന്നില്ല. അങ്ങനെ ഒരു ഫീൽ വന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ജനറലി വന്ന കമൻറ്റ്സ് റിസൾട്ട് വന്നപ്പം. അക്കൗണ്ട്സ് നന്നായി എഴുതിയെന്നല്ല, പക്ഷേ അതിനനുസരിച്ച് മാർക്ക് വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അക്കൗണ്ട്സ് ഞാൻ പറയാം. അക്കൗണ്ട്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊസീജിയർ അക്കൗണ്ട്സ് പക്ക പ്രൊസീജിയർ ഡ്രിവൻ സാധനമാണ്. അതായത് ഇപ്പം P&L ആൻഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക, അതൊരു പ്രൊസീജിയറാണ്. P&L ഉണ്ടാക്കുക, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക, ഫൈൻ. ഇറ്റ്സ് എ പ്രൊസീജിയർ ഡ്രിവൻ സബ്ജക്റ്റാണ്. ഇവിടെ പ്രത്യേകിച്ച് പുതിയത് കണ്ടെത്താനൊന്നുമില്ല. അതായത് ആ പ്രൊസീജിയർ അനുസരിച്ച് സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് എഴുതി കറക്റ്റാക്കി ബാലൻസ് ഷീറ്റ് ടാലിയാക്കി പോകണം. അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണത്. അപ്പോൾ ആ പ്രൊസീജിയർ കറക്റ്റ് പഠിച്ചില്ല വെച്ചാൽ പണിപാളി. മനസ്സിലായി? അപ്പോൾ അക്കൗണ്ട്സ് പോലത്തെ സബ്ജക്റ്റ് ആക്ച്വലി ഫസ്റ്റ് ഗ്രൂപ്പിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അക്കൗണ്ട്സാണ്. നിങ്ങൾ അക്കൗണ്ട്സ് മോശമാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള അടുത്ത ഓപ്ഷൻ കോസ്റ്റിംഗ് ആണല്ലേ, പിന്നുള്ളത് ലോയാണ്. പക്ഷെ കമ്പാരിറ്റീവ് ടു ആ സബ്ജക്റ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് കുറച്ചും കൂടി സ്കോർ ചെയ്യാൻ എക്സംഷൻ മേടിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ്. സോ ഡെഫിനറ്റ്ലി അക്കൗണ്ട്സിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഫസ്റ്റ് ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്യുന്നവർ കൊടുക്കണം. കാരണം കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അവിടെയാണ്. നിങ്ങൾ ജയിച്ചവരുടെ മാർക്ക് ലിസ്റ്റ് എടുത്ത് നോക്കിക്കോ, അക്കൗണ്ട്സ് അത്യാവശ്യം മാർക്ക് കയറിയിട്ടുണ്ടാവും. അവർക്ക് കോസ്റ്റിംഗ് കുറഞ്ഞാലും അക്കൗണ്ട്സിൽ പിടിക്കും. ടാക്സ് എന്തായാലും മാർക്ക് സ്കോർ ചെയ്തേ പറ്റുമോ, വേറെ കാര്യം. ഫസ്റ്റ് ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്യുന്നവർ ടാക്സിൽ നോ കോംപ്രമൈസ്, 60+ സ്കോർ ചെയ്തേ പറ്റൂ അഗ്രിഗേറ്റ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ 2 സബ്ജക്റ്റ് എപ്പോഴും 60+ കയറണം. അതിൽ ഒരു സബ്ജക്റ്റ് അക്കൗണ്ട്സ് ആണ്. സോ അക്കൗണ്ട്സ് എങ്ങനെ പഠിക്കാം എന്നാണ് അടുത്ത ചോദ്യം. അക്കൗണ്ട്സ് പഠിക്കുന്നത് എങ്ങനെയെന്ന് ആർക്കെങ്കിലും അറിയോ? അക്കൗണ്ട്സ് ടഫാന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? യെസ് ഓർ നോ? അക്കൗണ്ട്സ് ടഫാന്ന് തോന്നുന്നുണ്ട് ആർക്കെങ്കിലും അവിടെ? യെസ്. ടഫെല്ലാം തോന്നുന്ന ആരെങ്കിലും നോ വരുന്നുണ്ട്? യെസ്. എൻ്റെ പടി ടാക്സ് ആണ്. ടാക്സിലോട്ട് വരാം. ഓക്കെ, നമ്മൾ ഓരോ സബ്ജക്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, നോ യെസ് ഈസിയാണ് അക്കൗണ്ട്സ്. ഓക്കെ, ഫൈൻ. കമ്പാരിറ്റീവ്ലി കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട്സ് ഈസി ആണ്. സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാർക്ക് അക്കൗണ്ട്സ് ആയിരിക്കും അവർക്ക് കുറച്ചൊരു ചെറിയൊരു സീനായിട്ട് തോന്നുന്ന സാധനം. കമ്പാരിറ്റീവ്ലി അക്കൗണ്ട്സ് എളുപ്പമാണ്. CMA ഇൻ്റർമീഡിയറ്റിലെ അക്കൗണ്ട്സ് ഈസ് റിയലി ഈസി, കുറച്ചൊക്കെ ഈസി. ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളുണ്ടെന്നല്ലാതെ. യെസ്, കറക്റ്റ് പറഞ്ഞത്. പ്രാക്ടീസാണ് അക്കൗണ്ട്സിന് വേണ്ടത്. യെസ്, നല്ലോണം അത്യാവശ്യം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോയാൽ തന്നെ അക്കൗണ്ട്സ് അത്യാവശ്യം നന്നായി എഴുതാൻ പറ്റും. കാരണം പ്രാക്ടീസ് ഇല്ലാന്നുണ്ടെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് കിട്ടൂല, പ്രോപ്പറായിട്ട് നമുക്ക് എഴുതി എത്താൻ പറ്റൂല, ഫിനിഷ് ചെയ്യാൻ പറ്റൂല. അതാണ് കറക്റ്റ്. സോ നല്ല പ്രാക്ടീസ് വേണം. ഇനി എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചാപ്റ്റർ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പാർട്ട്ണർഷിപ്പാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് കൂട്ടിക്കോ. പാർട്ട്ണർഷിപ്പിൽ കുറേ സാധനങ്ങളുണ്ട്. അഡ്മിഷൻ ഉണ്ട്, റിട്ടയർമെൻറ്റ് ഉണ്ട്, അല്ലേ? ഒരുപാട് ഡിസൊല്യൂഷൻ ഉണ്ട്, അമാൽഗമേഷൻ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അമാൽഗമേഷനാണ് ചോദിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ട്. ഈ ഓരോ ഐറ്റംസ് ഒന്നും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ്. അല്ലെ, അക്കൗണ്ട്സ് അതാണ് സാധനം. പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ്, പക്ക. അപ്പോൾ ഇപ്പോൾ അഡ്മിഷൻ പഠിച്ച്, അപ്പോൾ അഡ്മിഷനിലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം നിങ്ങൾ പഠിക്കുക ആദ്യം. അതായത് ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ചെറിയ ഇല്ലുസ്ട്രേഷൻസ് ഇല്ലേ നമ്മളെ ടെക്സ്റ്റിലുള്ള, അതൊക്കെ അങ്ങനെ ചെയ്യുക. പതുക്കെ പഠിച്ചതിന് ശേഷം ഒരു വലിയ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. അത് ഒറ്റയ്ക്ക് ചെയ്യണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറേ തെറ്റും, കുറേ സമയം എടുക്കും. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ തെറ്റ് വരുന്നത് എവിടേക്കാണെന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യുക, എവിടേക്കാണെന്നുള്ളത് നോക്കുക. അങ്ങനെ പതുക്കെ ലെവലാക്കി കൊണ്ടുവരുന്ന സബ്ജക്റ്റാണ് അക്കൗണ്ട്സ്. ഒരിക്കലും ആരും ഇതിൽ എന്താവുന്നില്ല, പെർഫെക്റ്റ് അങ്ങോട്ട് എന്താ പറയുക ഫസ്റ്റ് തന്നെ ആവില്ല. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇൻ്റർമീഡിയറ്റിൽ എൻ്റെ 2 അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കുള്ള പോലെ തന്നെ ഞങ്ങൾക്കും 2 അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു. 2 അക്കൗണ്ട്സിൽ ഞാൻ എക്സംഷൻ അടിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് എങ്ങനെ എക്സംഷൻ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് പ്രാക്ടീസ് മാനുവൽ എന്നൊരു സാധനം ഉണ്ടായിരുന്നു ഞാൻ പഠിക്കുമ്പോൾ. അപ്പോൾ ആ പ്രാക്ടീസ് മാനുവൽ എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ കമ്പൈലർ, അതായത് പഴയ ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തരാറുണ്ടായിരുന്നു പ്രാക്ടീസ് മാനുവൽ പണ്ട്, ഇപ്പോൾ ഇല്ല. അപ്പോൾ അത് മൊത്തം ഇരുന്ന് ഞാൻ ചെയ്യും. 2 തവണ ചെയ്തിട്ടുണ്ട് ഞാൻ ആ ബുക്ക് മൊത്തം. അതായത് 2 തവണ ഞാൻ ഫുൾ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത്. എനിക്ക് ഇനി വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാനില്ല. ഓൾമോസ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ് ഞാൻ കവർ ചെയ്ത് എക്സാമിന് പോയപ്പം എനിക്ക് സിമ്പിളായിട്ട് ഏകദേശം അക്കൗണ്ട്സ് കൂളായിട്ടാണ് അക്കൗണ്ട്സ് എക്സാം എഴുതിയിരുന്നത്. അക്കൗണ്ട്സിൽ അത്രയും കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ആ കോൺഫിഡൻസിൻ്റെ ഏക കാരണം പ്രാക്ടീസ് ആയിരുന്നു, വേറെ ഒന്നുമില്ല. കൺസെപ്ച്വലി നോളജ് വേണം, പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് പ്രാക്ടീസ്. നിങ്ങളെ CMA ഇൻ്റർ ലെവലിലുള്ള ഒരുപാട് കുട്ടികളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാം. അക്കൗണ്ട്സിൽ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യും, വീട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യൂല. നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കും, നിങ്ങൾ ഓഡിറ്റാണ് ചെയ്യുക വീട്ടിൽ നിന്ന്. നിങ്ങൾ ഇങ്ങനെ നോക്കി അത് എനിക്കറിയാം, ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന അധികം ആൾക്കാർ നിങ്ങൾ പെൻ ആൻഡ് പേപ്പർ എടുത്തിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അക്കൗണ്ട്സിൽ കുറേ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള മെയിൻ റീസൺ അത് തന്നെയാണ്. പെൻ ആൻഡ് പേപ്പർ എടുത്ത് ചെയ്താൽ മാത്രമേ അക്കൗണ്ട്സ് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. അക്കൗണ്ട്സിൽ വേറെ ഒന്നും ചെയ്യാനില്ല. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യുക. പ്ലസ് ഒരു ടിപ്പും കൂടി തരാം. അതായത്
ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സി എ ക്വസ്റ്റ്യൻസ് കൂടി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്ന് കിട്ടും. ഇപ്പോൾ എക്സാം പാർട്ട്ണർഷിപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ സിമിലർ ടോപ്പിക്ക് വരുന്ന സാധനങ്ങൾ സി എ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സി എ ലോ ചെയ്യരുത്, ലോ സി എ ക്വസ്റ്റ്യൻസ് എടുക്കരുത്. നിങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സി എ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അക്കൗണ്ട്സ് സി എ ക്വസ്റ്റ്യൻസും കുറച്ച് ചെയ്യാൻ ശ്രമിക്കുക. വളരെ നല്ലതായിരിക്കും അത്. കാരണം കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടും, കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അവിടെ കിട്ടും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ ഇനി അടുത്തൊരു ചോദ്യം കേട്ടോ. പല ആൾക്കാരും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ്, സാറേ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യനൊക്കെ ഞങ്ങൾ ചെയ്തതാണല്ലോ, ഇനി അതിൽ കൂടുതൽ എന്താ ചെയ്യാനുള്ളത്? അതിൽ കൂടുതൽ ചെയ്യാനുണ്ട്. കാരണം നിങ്ങളുടെ ICMI സൈറ്റിൽ എക്സാമിനേഴ്സ് കമൻറ്റ് എന്നുള്ളൊരു സാധനമുണ്ട്. അതായത് എക്സാം നോക്കിയിട്ട് അവർ എക്സാം നോക്കിയ ആൾക്കാർ കമൻറ്റ് ചെയ്ത കമൻറ്റ്സ്. അവർ പറയുന്നത് എന്താണെന്നറിയോ, ഈ അധിക കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ മാത്രമാണ് ചെയ്യുന്നത്. അവർക്ക് പുറത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്ത്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്യാതെ വന്നിട്ട് അവർ ഈ എക്സാം എഴുതുമ്പോൾ അവർക്ക് ഇതിനുള്ള ക്യാപ്പബിലിറ്റി കിട്ടുന്നില്ല എന്നാണ് പല ആൾക്കാരും പറയുന്നത്. പല ആൾക്കാരും അല്ല എക്സാമിനേഴ്സ് കമൻറ്റ് പറയുന്നത്. അപ്പോൾ എക്സാമിനേഴ്സ് കമൻറ്റ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല എന്ന്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് നോക്കിയിട്ട് വേണം വരണമെന്ന്. ഓക്കെ, സോ ഇത് പല ആൾക്കാരും ചെയ്യാറില്ല. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. എക്സ്ട്രാ അതർ സോഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട വേണം. ഓക്കെ, സോ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ കമ്പൈലർ എങ്ങാനോ കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓൺ PDF അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുള്ള ഇനി കമ്പൈലർ വാങ്ങാനും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തിയറി പഠിക്കണം അക്കൗണ്ട്സിൽ. യെസ്, ജേണൽ എൻട്രി ചെയ്യാൻ കുറച്ച് റിസ്ക് തോന്നുന്നു. ജേണൽ എൻട്രി പക്കാ ബേസിക്സ് ആണ്, റിസ്ക് പാടില്ല. ഓക്കെ, സോ അത് പഠിച്ചേ പറ്റൂ. അതിന് ഈ അക്കൗണ്ട്സിൽ വേറൊരു കാര്യം കൂടി പറയാം. ഈ അക്കൗണ്ട്സിൽ ഈ ബുദ്ധിമുട്ടുള്ളത്, അതായത് നിങ്ങൾക്ക് അക്കൗണ്ട്സ് ബുദ്ധിമുട്ടാവാനുള്ള റീസൺ ഞാൻ പറയട്ടെ. അപ്പോൾ ജേണൽ എൻട്രി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതിനുള്ള റീസൺ യു ഡിഡൻറ്റ് ഹാവ് മച്ച് ബേസ് ഇല്ലേ, നമ്മൾ അക്കൗണ്ട്സിൻ്റെ ആ ബേസ് സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം സംഭവിക്കുന്നത്. അക്കൗണ്ട്സിൻ്റെ ബേസ് അത് ആക്ച്വലി കൊമേഴ്സുകാർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല, കാരണം അവർക്ക് ജേണൽ എൻട്രി ഇങ്ങനെ തഴകിയിട്ടുണ്ടാവും ഈ +1 എന്ന് പഠിച്ചിട്ട്. +1 ഈ ബേസ് വരുന്നത് അക്കൗണ്ട്സിൽ. സയൻസുകാർക്കായിരിക്കും ആ ബേസ് കിട്ടാത്തതിൻ്റെ പ്രശ്നം. ആ ബേസ് ഓക്കെ അല്ലെങ്കിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ്, അതെ എനിക്ക് തോന്നിയത് ജേണൽ എൻട്രിയിൽ ചെയ്യാൻ കുറച്ച് റിസ്ക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇവർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. കാരണം കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലേ അത്യാവശ്യം കാണാപ്പാടെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. സെയിൽസിൻ്റെ എൻട്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരും ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസിന്, പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷിന്, അങ്ങനെ പഠിച്ചു പോയി. പക്ഷേ അവിടെ അങ്ങനെയല്ല വേണ്ടത്. വൈ വി ആർ ഡെബിറ്റിംഗ് പർച്ചേസ്, വൈ വി ആർ ക്രെഡിറ്റിംഗ് ക്യാഷ്, ആ സംഭവം എന്തിനാ ഡെബിറ്റ് ചെയ്യുന്നത്, എന്തിനാ ക്രെഡിറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് പഠിക്കണം. അത് നിങ്ങൾ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് അങ്ങനെ കൺസെപ്ച്വലി പഠിക്കുകയാണെങ്കിൽ അക്കൗണ്ട്സിൽ ഈ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, ബേസ് സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക. അത് ബേസ് ക്ലാസ് വല്ലതും അറ്റൻഡ് ചെയ്യുക. യൂട്യൂബിലൊക്കെ ഒരുപാട് അക്കൗണ്ട്സിൻ്റെ ബേസ് കാര്യങ്ങൾ പറയുന്ന ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. ഏതെങ്കിലും ഒരു സോഴ്സ് നിന്ന് പഠിച്ചാൽ മതി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട്, അക്കൗണ്ട്സ് അറിയുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ആളോട് ചോദിച്ചാലും മതി. അക്കൗണ്ട്സ് അറിയുന്ന ഒരു സുഹൃത്തിനോട് ചോദിച്ചാലും മതി. അങ്ങനെയും അക്കൗണ്ട്സ് പഠിക്കാം. ഓക്കെ, സോ ബേസ് അറിയാതെ അക്കൗണ്ട്സ് പഠിക്കരുത്. അതൊന്ന്. 2, നമ്മളെ പ്രാക്ടീസ്, അത്യാവശ്യം നല്ല പ്രാക്ടീസ് ചെയ്യുക. അത് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നിങ്ങൾ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസും, അതായത് കമ്പൈലേഴ്സിലെ ക്വസ്റ്റ്യനും ചെയ്യണം. പ്ലസ് CA ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്തിരിക്കണം. ഓക്കെ, കമ്മിങ് ടു ടാക്സേഷൻ സബ്ജക്റ്റ്. ആരൊക്കെ ചോദിച്ചിരുന്നത് ടാക്സ് ടഫാണെന്ന്. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ടാക്സ് ടഫാണെന്ന് സയൻസ് എടുത്ത് എഴുതി, ഇൻ്ററിൽ എത്തി. അക്കൗണ്ട്സ് ക്ലാസ് കേൾക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കണ പോലും എടുക്ക് കത്തണില്ല. ഇനി ഞാൻ അതിൻ്റെ ഒരു വലിയൊരു കാര്യം പറഞ്ഞിട്ട്, ഞങ്ങളെ കോഴ്സിനെ കുറ്റം പറയല്ല, CMA കോഴ്സിനെ ഞാൻ കുറ്റം പറയല്ല. CA-നായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം യുവർ ഫൗണ്ടേഷൻ ഈസ് റിയലി ഈസി. ശരിയല്ലേ? കാറ്റ് വഴി വരികയാണെന്നുണ്ടെങ്കിലും CMA ഫൗണ്ടേഷൻ വഴി വരികയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് കാറ്റും ഫൗണ്ടേഷനും പാസ്സാകാൻ പറ്റും. ശരിയല്ലേ? ഇപ്പോൾ പല കുട്ടികളും കാറ്റൊക്കെ എനിക്ക് തോന്നുന്നു മര്യാദക്ക് പഠിക്കാതെയാണ് പാസ്സാകുന്നത്. ഞാൻ നിങ്ങളെ കളിയാക്കി പറയല്ല. അതിലൊരു വലിയൊരു ഡീമെറിറ്റ് ഉണ്ട്. വലിയൊരു ഡീമെറിറ്റ് ഉണ്ടെങ്കിൽ ആ ഡീമെറിറ്റാണ് ഞാൻ പറയുന്നത്. അല്ലേ, ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ കാറ്റൊക്കെ കൂളായിട്ടാണ് പാസ്സാവുന്നത്. അതായത് കറക്റ്റ് ക്ലാസ് ഒന്നും കേൾക്കില്ല, വെറുതെ എന്തൊക്കെയോ ആക്കിയിട്ട്. ഇനി ഫാക്കൽറ്റീസ് ആണെങ്കിലും കാറ്റിലും അതേപോലെ ഫൗണ്ടേഷനിലാണെങ്കിലും മര്യാദക്ക് പറയൂല. ജസ്റ്റ് പാസ്സാക്കി കൊടുക്കുക എന്നുള്ള എയിമിലാണ് ഫാക്കൽറ്റീസും എന്ത് ചെയ്യുക, ക്ലാസ് എടുക്കുക. ഫുള്ളായിട്ട് കാര്യങ്ങൾ പറയൂല. എക്സാം അതിൻ്റെ ഏറ്റവും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗെറ്റ് രജിസ്ട്രേഷൻ പൈസ മുഖ്യമെങ്കിൽ ഓക്കെ, അതും ഒരു കാര്യമാണെന്ന് പറയാം. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പാസ്സായാൽ മതി. അവർക്ക് ഇത്രയും ആൾക്കാരെ ഫോട്ടോ വെച്ച് അവർക്ക് ഇത്ര ആൾക്കാർ പാസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അത്യാവശ്യം ഇതാക്കുക. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് നമ്മളുടെ DT IDT ഇല്ലേ. ഈ സെയിം DT IDT കാറ്റ് പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ സെയിം സാധനം അവിടെ ഉണ്ട് കാറ്റിൽ. ഞാൻ IDT എടുക്കുന്ന ഫാക്കൽറ്റിയാണ്. ഓക്കെ, ഞാൻ IDT എടുക്കുന്ന ഫാക്കൽറ്റിയാണ്. ഞാൻ ഓഫ്ലൈൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് കാറ്റ് സ്റ്റുഡൻസിന് എടുക്കുമ്പോൾ സത്യം പറയാം,
GSTയിലെ പല കാര്യങ്ങളും അവർക്ക് അറിയില്ല. IDTയിലെ പല കാര്യങ്ങൾ കാറ്റ് വഴി വന്ന ആളാണ്, കാറ്റ് പാസ്സായതുകൊണ്ട്. പക്ഷെ IDT അവർക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ IDT കാറ്റിൽ പഠിച്ചില്ലേ? അതെന്തൊക്കെയോ അവിടെ ഇങ്ങനെ നോക്കി പാസ്സായല്ലോ കാറ്റ്. ദാറ്റ്സ് ദി മൈൻഡ്. അക്കൗണ്ട്സും എല്ലാ സംഭവങ്ങളും അത് തന്നെ കഥ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് തീരെ ഇല്ല. യു ഡിഡ്ന്റ് ഹാവ് എനി ബേസ്. നിങ്ങളിപ്പോഴും കാറ്റ് ഫൗണ്ടേഷൻ പാസ്സായാലും യു ആർ സ്റ്റിൽ ഇൻ +2. മനസ്സിലായ? ആ +2 നിങ്ങൾ +2 ലാസ്റ്റ് റിട്ടേൺ എക്സാം നിങ്ങൾ എഴുതിയത് +2ലാണ്. പിന്നെ നിങ്ങൾ റിട്ടേൺ എക്സാം എന്ന് CMA ഇൻ്ററിലാണ്. സോ ആ ഒരു ഭയങ്കര വേരിയേഷനാണത്. മനസ്സിലായി? അപ്പോൾ അതാണ് ആക്ച്വലി നിങ്ങൾ CMA ഇൻ്ററിൽ പല ആൾക്കാർക്കും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ സ്റ്റക്ക് ആവാനുള്ള റീസൺ. പക്ക ഇതാണ് റീസൺ. പക്ഷെ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ വിചാരിക്കണം ഡെവലപ്പ് ചെയ്യാൻ. നേരെ മറിച്ച് CA കോഴ്സാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫൗണ്ടേഷൻ കട്ട സാധനമാണ്. അത്യാവശ്യം ഞങ്ങൾക്ക് ആദ്യം ഇൻ്റർ പഠിച്ച ശേഷമാണ് കാറ്റ് ചെയ്തത്. ഓക്കെ, അങ്ങനെ ഉണ്ടോ? ഇൻ്റർ പഠിപ്പിച്ചിട്ട് കാറ്റ് ചെയ്യിപ്പിച്ചാൽ ഓക്കെ, അതെനിക്കറിയില്ല. CA ഫൗണ്ടേഷൻ കട്ട സാധനമാണ്. CA ഫൗണ്ടേഷനിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ 2-3 അറ്റംപ്റ്റ്സ് ഒക്കെ എടുത്തിട്ട് വരുന്നത്. പക്ഷെ അവർ ഇൻ്ററിൽ ഭയങ്കരമാണ്. ഇൻ്ററിൽ ഭയങ്കര സംഭവം. ഇൻ്ററിൽ CA ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ അവർ അത്യാവശ്യം എഴുതി എല്ലാം സെറ്റാക്കിയിട്ട് അവർ വരുന്നത്. ആ കാറ്റിൻ്റെ സിലബസ് മാരകാട്ട, അത് ഞാൻ പറയാം. പക്ഷെ എക്സാം കഥയാണ്. അതാണ് ഫൗണ്ടേഷൻ ഒരു ഇതല്ലാത്തതുകൊണ്ടാണ്. അതാണ് മൊത്തത്തിൽ CMA ചെയ്യാനേക്കാളും താഴെയാണെന്നൊക്കെ അങ്ങനെ പറയാറില്ല. അതായത് എക്സാംസ് ഈസിയാണ്, CMA ഈസി അല്ലേ ചെയ്യാനേക്കാളും എന്നൊക്കെ പറയാനുള്ള റീസൺ ഇൻ്റർ ഈസി അല്ല, ഫൈനൽ ഈസി അല്ല, ഫൗണ്ടേഷൻ വളരെ ഈസിയാണ്. സോ ഓൾ ക്യാൻ എൻ്റർ ദി കോഴ്സ്. ഇതിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. പക്ഷെ എക്സിറ്റ് ആവുന്നില്ലല്ലോ. ശ്രദ്ധിച്ചാൽ എൻ്റർ ആവുന്നുണ്ട് എല്ലാവരും. ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ 100 ആൾക്കാർ കാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് 99% പാസ്സാവുന്നുണ്ട്, 100 തന്നെ പാസ്സാവുന്നുണ്ട്. പക്ഷെ എൻ്റർ ആയിട്ട് എക്സിറ്റ് ആവുന്ന ആൾക്കാരുടെ എണ്ണം കുറവല്ലേ. ഞങ്ങളെ കുറ്റപ്പെടുത്തല്ല, ഒരിക്കലും നിങ്ങൾ ഒഫൻഡ് ചെയ്യല്ല ഞാൻ. ദാറ്റ്സ് ദി റിയാലിറ്റി ആക്ച്വലി. അതാണ് റിയാലിറ്റി. അതാണ് നിങ്ങൾ പിന്നെ കാറ്റ് നിങ്ങൾ സപ്പോസ് അതൊന്നും വേണ്ട, നിങ്ങൾ എക്സാം ഒന്നും ടഫ് ആവണ്ട. കാറ്റ് CMA ഫൗണ്ടേഷൻ ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇൻ്ററിൽ നിങ്ങൾ അധികം ബുദ്ധിമുട്ടില്ല. ആത്മാർത്ഥമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫാക്കൽറ്റീസ് അത്യാവശ്യം നന്നായി പഠിപ്പിച്ചെന്ന് പാസ്സാവുക എന്നുള്ള രീതിയിലല്ല, നോളജബിൾ ആയിട്ട് പഠിപ്പിച്ചെന്ന്. ഇപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഒരു എക്സ്ട്രാ കെയർ കൊടുത്ത് അക്കൗണ്ട്സ് നല്ലോണം പഠിപ്പിച്ച് അങ്ങനെയൊക്കെ കൊണ്ടുവരിക, സെറ്റാക്കുക എന്നുണ്ടെങ്കിൽ ഇൻ്റർ എത്തുമ്പോൾ നിങ്ങൾ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. വിത്തിൻ ഫസ്റ്റ് ഓർ സെക്കൻഡ് അറ്റംപ്റ്റ് നിങ്ങൾ പാസ്സായിട്ടുണ്ടോ. യു വിൽ നോട്ട് ടേക്ക് എനി ടു മച്ച് അറ്റംപ്റ്റ്സ്. എടുക്കില്ല. അതെ, അത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരു കെയറും തരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ, ഞാൻ അത് പറയുന്നത് ശരിയാണെന്ന് അറിയില്ല, ഭയങ്കര ബാക്കായിക്കൊണ്ടിരിക്കുക. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഭയങ്കര മോശം സിറ്റുവേഷനിലോട്ട് പോകും. എന്നുവെച്ചാൽ ബിസിനസ് മൈൻഡ് പക്കാ ബിസിനസ് ഓറിയൻറ്റഡ് ആയോന്ന് ഭയങ്കര സംശയമായി എനിക്കിപ്പോൾ. ഞാൻ എന്നെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ സ്റ്റുഡൻസിനെ ഡിഡിൻറ്റ് കെയർ അബൌട്ട് ദി സ്റ്റുഡൻസ്. ആ ക്ലാസ് വന്ന് അറ്റൻഡ് ചെയ്യട്ടെ, വന്ന് കാണട്ടെ എന്നുള്ളൊരു സെറ്റ് ഓഫ് മൈൻഡാണ്. ഓക്കെ, സോ നമ്മളെ ടോപ്പിക് അതല്ല. നമുക്ക് നമ്മളെ കാര്യം പറയാം. അപ്പോൾ നമ്മൾ ടാക്സിലാണ് വന്ന് നിന്ന്. അപ്പോൾ ടാക്സ് ഒരു മിനിറ്റ്. ഓക്കെ, ഓക്കെ. അപ്പോൾ ടാക്സ് പോലത്തെ സബ്ജക്റ്റ് DTയും IDTയും ഉണ്ടായതുകൊണ്ട് തന്നെ ആക്ച്വലി അത് വലിയ ബെനിഫിറ്റാണെന്ന് പറയാം. DT IDT ഒരുമിച്ചല്ല ഇപ്പോൾ. അപ്പം ചില ആൾക്കാർ DT മാത്രം പഠിക്കും, ചില ആൾക്കാർ IDT മാത്രം പഠിക്കും. പക്ഷെ അതൊരിക്കലും ചെയ്യരുത് അങ്ങനെ. രണ്ടും ഒരുപോലെ പഠിക്കുക. 60+ ഈസിലി സ്കോർ ചെയ്യാം. ഓക്കെ, പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാല്ലേ. ഇനി DTയിൽ ഇപ്പോൾ കഴിഞ്ഞ അറ്റംപ്റ്റ് ചെയ്തവർക്ക് അമെൻമെൻറ്റ്സ് ഉണ്ട്, IDTയിലും അമെൻമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ DT അമെൻമെൻറ്റ്സ് ഞാൻ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു സമയം സാഹചര്യം കിട്ടാത്തതുകൊണ്ടാണ്, ഉടനെ ചെയ്യും. IDTയും അമെൻമെൻറ്റ് PDF ഓർഡർ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് വെച്ചിട്ട് തന്നെ വീഡിയോ ഞാൻ ചെയ്യും. ഇനി അമെൻമെൻറ്റ് പല ആൾക്കാർ എനിക്ക് ചോദിച്ച ചോദ്യമാണ്, സാറേ DT അമെൻമെൻറ്റ് കുറേ വന്നില്ലേ, പുതിയ ക്ലാസ് പർച്ചേസ് ചെയ്യണോ എന്നുള്ളത്. എൻ്റെ അഭിപ്രായം, നിങ്ങൾ DT അത്യാവശ്യം നന്നായിട്ട് ഡിസംബർ പഠിച്ചിട്ടുണ്ട് വെച്ചാൽ പിന്നെ നിങ്ങൾ അമെൻമെൻറ്റ് വീഡിയോ കണ്ടാൽ മതി, സെപ്പറേറ്റ് ക്ലാസ് പർച്ചേസ് ചെയ്യണ്ട. ഓക്കെ. ഇനി ഏത് ഓപ്റ്റോഡ്സ് അതൊക്കെ സെയിം ആണ്. അതിലാകെ സ്ലാബിൽ കുറച്ച് വ്യത്യാസവും പിന്നെ കുറച്ച് അമെൻമെൻറ്റ്സേ ഉള്ളൂ. ഓക്കെ, PDF ഇടണ്ട് ഉടനെ ചെയ്യുന്നുണ്ട്. പ്രോബബ്ലി നെക്സ്റ്റ് വീക്ക് തന്നെ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നേരത്തെ തന്നെ ചെയ്യാൻ ശ്രമിക്കും. സാധാരണ ഞാൻ ഏപ്രിലൊക്കെ ആകുമ്പോഴാണ് ചെയ്യാറ്, പക്ഷേ നേരത്തെ ചെയ്യുന്നുണ്ട് നമ്മളെ DT അമെൻമെൻറ്റ് വീഡിയോ. സോ DT നിങ്ങൾ പേടിക്കണ്ട, ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമോ DT. അത് കുറേ ആൾക്കാരായി DTയുടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമെന്ന് ചോദിക്കുന്നു. എനിക്ക് ആഗ്രഹമുണ്ട് DTയുടെ ക്ലാസ്സസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലോ എന്നുള്ളത്, നമ്മൾ IDT അപ്ലോഡ് ചെയ്ത പോലെ. പറ്റുകയെന്നുണ്ടെങ്കിൽ ഞാൻ DTയുടെ ക്ലാസ്സും ഇങ്ങനെ പിന്നാലെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. ഡിഡക്ഷൻസിലും ഐ തിങ്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. യെസ്, ചെറിയ മാറ്റങ്ങളുണ്ട്. ഡിസംബർ അറ്റംപ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചെയ്യാൻ പറ്റും. ഓപ്റ്റോഡ് സാലറി, HP. ഓക്കെ, അങ്ങനെ
അമെൻമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഇതെന്ത് ചെയ്താൽ മതി വെച്ച് കഴിഞ്ഞാൽ അമെൻമെൻറ്റിൻ്റെ PDF ഞാൻ അയച്ചിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു PDF കിട്ടാത്തതുകൊണ്ടാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ കുറച്ച് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള PDF വേണ്ട, പക്ഷേ ഇതായിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ PDF കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രിൻ്റ് ഔട്ട് എടുക്കുക, അമെൻമെൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ക്വസ്റ്റ്യൻസ് പഴയതായിക്കോട്ടെ കുഴപ്പമില്ല, അമെൻമെൻറ്റ്സ് എവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അമെൻമെൻറ്റ് പല ആൾക്കാർക്കും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് വെച്ചാൽ എന്ത് ചെയ്താൽ മതി വെച്ചാൽ അമെൻമെൻറ്റ്സ് എവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ആ റെസ്പെക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതൊന്ന് ഓർത്താൽ മതി, ഈ ഒരു സാധനം അമെൻമെൻറ്റ് ഉണ്ടല്ലോ എന്നുള്ളത്. എന്നിട്ട് പോയിട്ട് അമെൻമെൻറ്റ് PDF ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, ഇവിടെ എന്തെങ്കിലും അത് ഹിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും എലമെൻറ്റ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ അമെൻമെൻറ്റ് ഉണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ബേജാറായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് DTയിൽ അത്യാവശ്യം നല്ല അമെൻമെൻറ്റ്സ് ഉണ്ട്, അത് പഠിച്ചേ പറ്റൂ. ഒരിക്കലും DT അമെൻമെൻറ്റ് സ്കിപ്പ് ചെയ്യരുത്. അമെൻമെൻറ്റ് വെച്ച് ഒരു ടെസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഡെഫിനറ്റ്ലി അമെൻമെൻറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഇയർ വന്ന ബഡ്ജറ്റ് ഈ ഇയറിൽ വന്ന ലാസ്റ്റ് ഇപ്പോൾ 12 ലക്ഷം ആക്കിയ കേസൊക്കെ ഇല്ല, അതൊന്നും ഇപ്പോഴല്ല, അതൊക്കെ അടുത്ത ജൂണിലേക്കാണ് വരിക. ഈ ജൂണല്ല, അടുത്ത ജൂൺ, ഇപ്പോൾ വരില്ല. ഇനി IDTൻ്റെ കേസിൽ IDTയിൽ കുറേ സർക്കുലേഴ്സ് ഇട്ടിട്ടുണ്ട്. സർക്കുലറിൻ്റെ കളിയാണ്. സർക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സർക്കുലറാണ് വന്നിട്ടില്ല. അതിലാകെ ഒരു ബിഗ് ചേഞ്ച് എന്ന് പറയാനുള്ളത് ഒന്ന് RCMൽ കുറച്ച് കേസ് ഉണ്ട്, പിന്നെ ഉള്ളത് നമ്മളെ ടൈം ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് സർവീസസിൻ്റെ RCMൽ ഒരു എക്സ്ട്രാ പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൽ വന്ന ഒരു മേജർ അമെൻമെൻറ്റ്സ്. മാനേജബിൾ ആണ് IDTയിൽ അമെൻമെൻറ്റ്സ്. കുറേ സർക്കുലർ ഉണ്ട്, കുറേയൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവന്മാർ സർക്കുലർ ആക്കിയിടുന്നത്. ഒക്കെ അറിയാം, അത് ഇങ്ങനെ തന്നെയാണെന്ന് അറിയാം, പക്ഷെ എന്നാലും വീണ്ടും സർക്കുലർ ആക്കി ഇട്ടിട്ടുണ്ട്. സോ അത് വലിയ IDT ഈസ് നോട്ട് എ സീൻ. ഇൻകം ടാക്സ് പർച്ചേസ് ആക്കുന്നതാണ് നല്ലത്. ഞാൻ പറയാം, ഇൻകം ടാക്സ് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നിങ്ങൾക്ക് ഇൻകം ടാക്സ് അറിയാം, അതായത് ഡിസംബർ അറ്റംപ്റ്റിൽ നിങ്ങൾ അത്യാവശ്യം നന്നായി പഠിച്ചിട്ടുണ്ട്. ദെൻ അഗെയിൻ നിങ്ങൾ ഈ ക്ലാസ് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എന്താ പറയുക, നിങ്ങൾ വീണ്ടും ഇരുന്ന് ഫസ്റ്റ് മുതൽ കാണുക. ഒരു 100 മണിക്കൂർ വീണ്ടും നിങ്ങൾ സ്പെൻഡ് ചെയ്യണം ക്ലാസ് കാണാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പണിയെടുക്കേണ്ടി വരും. ഡിസംബറിൽ നന്നായി പഠിച്ചിട്ടില്ല, ദെൻ ഓഫ് കോഴ്സ് നിങ്ങൾ വാങ്ങിക്കോ. ഇൻകം ടാക്സ് ഡിസംബറിൽ നിങ്ങൾക്ക് തീരെ അറിയില്ല, തീരെ പിടുത്തമില്ല, ഇൻകം ടാക്സ് നല്ല ഉഷാറാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അമെൻമെൻറ്റോട് കൂടിയിട്ടുള്ള വീഡിയോ പർച്ചേസ് ചെയ്തു, ഇറ്റ്സ് ബെറ്റർ. നേരെ മറിച്ച് ഈ ഡിസംബർ അറ്റംപ്റ്റിൽ ടാക്സ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അമെൻമെൻറ്റ് വീഡിയോ കണ്ടാൽ മതി. മുന്നേ അറ്റൻഡ് ചെയ്തവർക്ക് കൺഫ്യൂസ്ഡ് ആകുമെന്ന് വെച്ചാൽ DT കമ്പയർ ടു പ്രീവിയസ് കുറച്ചുകൂടി സിമ്പിൾ ആകുമല്ലേ ചെയ്തേ. കമ്പയർ ടു പ്രീവിയസ് സിമ്പിൾ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് എന്താ മനസ്സിലായില്ല. കമ്പയർ ടു പ്രീവിയസ് സിമ്പിൾ ആക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം അറിയാം, ബട്ട് കോൺഫിഡൻറ്റ് ഇല്ല. ഓക്കെ, കോൺഫിഡൻറ്റ് ഇല്ലെങ്കിൽ അല്ല, ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ് വാങ്ങിക്കഴിഞ്ഞാൽ എന്താണെന്ന് അറിയടാ, ക്ലാസ് വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 100 മണിക്കൂറിൻ്റെ അടുത്തുണ്ടാവില്ല ക്ലാസ്, അതിരുന്ന് കാണണ്ടേ. ഇപ്പോൾ 2 തവണ ഒക്കെ ഒരു ക്ലാസ് കാണുകയെന്ന് പറഞ്ഞാൽ അത്രയും സമയം അവിടെ നഷ്ടമാവുക. നമ്മൾ ഓൾറെഡി ക്ലാസ് കണ്ടവരാന്ന് വെച്ചാൽ പിന്നെയും വീഡിയോ കണ്ടാൽ പോരെ, വേറെ പർച്ചേസ് ചെയ്യേണ്ട. IDT ഇറ്റ്സ് ഫൈൻ, യൂട്യൂബ് ക്ലാസ്സും അമെൻമെൻറ്റ് വീഡിയോ കണ്ടാൽ മതി. ഏകദേശം എല്ലാ വിത്ത് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പം IDTൻ്റെ ക്ലാസ് മനസ്സിലാവുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മതി. ഇപ്പം എല്ലാവരുടെ ക്ലാസ് മനസ്സിലാവണമെന്നില്ല, അതും ഞാൻ പറയട്ടെ. അത് ഞാൻ എനിക്ക് പ്രത്യേകം ഒന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ പല ആൾക്കാർ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഗ്രൂപ്പിലും കാണാറുള്ളൊരു ചോദ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് ആരാണ് ബെസ്റ്റ്, ഈ സബ്ജക്റ്റ് ഏത് ക്ലാസ്സാണ് നല്ലത്, ഈ സബ്ജക്റ്റ് ആരെങ്കിലും സജസ്റ്റ് ചെയ്യാവോ എന്നുള്ളത്. അതിൽ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇപ്പം എൻ്റെ ക്ലാസ് ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ് മനസ്സിലാവുന്നവരുണ്ട്, മനസ്സിലാവാത്തവരുണ്ട്. ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ ചില എൻ്റെ യൂട്യൂബ് വീഡിയോസ് മനസ്സിലാവാത്തവരും ഉണ്ടാവാം, മനസ്സിലാവുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടമാവണമെന്നില്ല. ഇപ്പോൾ മോഹൻലാലിന് ഇഷ്ടമുള്ളവരുണ്ട്, മമ്മൂട്ടിനെ ഇഷ്ടമുള്ളവരുണ്ട്. ചില ആൾക്കാർ മോഹൻലാലിനെ ഇഷ്ടമല്ല, മമ്മൂട്ടിനേക്കാൾ ഇഷ്ടം. അതേപോലെ തന്നെ എല്ലാവരും ഇഷ്ടമാവണമെന്നില്ല. വേ ഓഫ് ടീച്ചിങ് എല്ലാവർക്കും ഡിഫറെൻറ്റാണ്. ഇപ്പോൾ ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ പറയാറുണ്ട് നമ്മളെ DTയിൽ അൽത്താഫ് സാറെ ക്ലാസ് അടിപൊളിയാണെന്ന് പറയാറുണ്ട്. ചില ആൾക്കാർ പറയാറുണ്ട് അൽത്താഫ് സാറെക്കാട്ടിയും നല്ല DT എടുക്കുന്നത് അസ്കർ ജമാൽ സാറാണെന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കൺഫ്യൂസ്ഡ് ഇതിൽ ഏത് എടുക്കുന്നുള്ളത്. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഏത് ക്ലാസ് നിങ്ങൾ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഡെമോ വീഡിയോ ചോദിക്കുക. ഞാൻ എല്ലാവർക്കും മറുപടി കൊടുത്തത് ഈ സാധനം തന്നെയാണ്. ഞാൻ ആരാ ബെസ്റ്റ് എന്ന് ഞാൻ പറയാം. എല്ലാവരും നന്നായിട്ട് തന്നെ ക്ലാസ് എടുക്കാൻ ശ്രമിക്കുക. ആരും മോശമായിട്ട് ക്ലാസ് എടുക്കാൻ ശ്രമിക്കില്ല. എല്ലാ ഫാക്കൽറ്റീസും നന്നായിട്ട് ക്ലാസ് എടുക്കാൻ ശ്രമിക്കുള്ളൂ, പ്രത്യേകിച്ച് റെക്കോർഡഡ് വീഡിയോസൊക്കെ സെയിൽ ചെയ്യുന്ന കേസാണെങ്കിൽ. സോ ഒബ്വിയസ്ലി നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ മാത്രമല്ല ഫൈനൽ ഇയർ കേൾക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കുക. ഫൈനൽ ഇയർ നിങ്ങൾ ക്ലാസ് പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക വെച്ചാൽ ഡെമോ വീഡിയോ നോക്കി, ഡെമോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങളത് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യണ്ട. വേറെ ആൾക്കാരുടെ സജഷൻ നിങ്ങൾ എടുക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം നടക്കുക പർച്ചേസ് ആക്കി കേൾക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ടൈം നടക്കുക എന്ന് കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സും കൂടി നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അമെൻമെൻറ്റ് ഉണ്ട് പർച്ചേസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സമയം പോകും. റിവൈസ് ചെയ്യാൻ സമയമില്ല, പിന്നെ ക്ലാസ് കേൾക്കാൻ തന്നെ സമയമാകും പിന്നെ. അതാണ് ഒരു പ്രശ്നമുള്ളത്. ഓക്കെ, അപ്പം
ക്ലാസ് എടുക്കുകയാണെങ്കിൽ തന്നെ വൈസ് ചൂസ്ലി വൈസ് നിങ്ങൾ കാര്യമായിട്ട് ആലോചിച്ചിട്ട് എടുക്കുക. കാരണം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് അയ്യോ അത് മോശമായി പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. DT ആൻഡ് IDT ഫോർ ജൂൺ 2025 അറ്റംപ്റ്റിക്ക് വേണ്ടി ഒരു യൂട്യൂബ് വീഡിയോ ഇടുക. IDT അതന്നെ മതിടാ, പഴയ തന്നെ മതി. പഴയ തന്നെ ഭംഗിയായിട്ട് കുറേ എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും റിപ്പീറ്റഡ് ആവും. ഇനിയിപ്പം ചെറിയ ചെറിയ ക്ലാസ്സസ് ആയിട്ട് സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. DT ആണ് എനിക്കൊരു സംശയമുള്ളത്. DT എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും എടുക്കും. ഓക്കെ, ടാക്സ് ആയിരുന്നു എൻ്റെ വീക്ക് സബ്ജക്റ്റ്, ബട്ട് എൻ്റെ ഹയസ്റ്റ് സ്കോർസ് ഇൻ ടാക്സേഷൻ. ആഹാ, അങ്ങനെ വീക്ക് സബ്ജക്റ്റ് ആയിട്ട് ഹയസ്റ്റ് സ്കോർ കിട്ടിയല്ലോ, അടിപൊളി. സാറിൻ്റെ IDT സെറ്റ് കഴിഞ്ഞ അറ്റംപ്റ്റ് IDT ഫുൾ DTയിലാണ് ജസ്റ്റ് ഹൗസ് പ്രോപ്പർട്ടി വരെ പഠിച്ചിട്ടുണ്ട്, 54 മാർക്ക്. ഓക്കെ ഫൈൻ. IDT സിമ്പിളാടാ, ടാക്സ് അത് സിമ്പിളാടാ. ടാക്സ് മൊത്തത്തിൽ സിമ്പിളാണ്. സ്കോർ ചെയ്യാൻ ഇതുമായിരത്തെ ഒരു പേപ്പർ വേറെ ഇല്ല മക്കളെ. ഫൈനലുകാരെ IDT ഒക്കെ ഫൈനലിൽ നല്ല സ്കോർ ചെയ്യാം. ഫൈനലുകാർ ഇത് കേൾക്കുന്നെങ്കിൽ DT അടക്കം ടാക്സേഷൻ സബ്ജക്റ്റാണ് മോസ്റ്റ് സ്കോറിങ് പേപ്പർ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കുറേ തവണ എഴുതിയ ആളാണല്ലോ ഞാൻ. ടാക്സ് എത്ര ഇതിൽ എക്സാംസ് കിട്ടുന്നില്ല, ശരിയാക്കണം. ഓക്കെ, ടാക്സ് അമെൻമെൻ്റ് ഉള്ള PDF DT അമെൻമെൻറ്റ് PDF ഉണ്ടോ? ഉണ്ട്, അയച്ചിട്ടുണ്ട്. ഓക്കെ, സോ DT ഞാൻ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, DT ഞാൻ എടുക്കാൻ ശ്രമിക്കാം, നോക്കാം. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ റെക്കോർഡഡ് വീഡിയോ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇതാവാറുണ്ട്. എന്നുവെച്ചാൽ റെക്കോർഡഡ് വേറെ ആൾക്കാരുടെ സജഷൻ നോക്കി വാങ്ങും. ചിലപ്പോൾ ഇയാൾക്ക് ഇഷ്ടമാവണമെന്നില്ല, ആകെ പണി പാടും. സോ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങുക, കംഫർട്ടബിൾ ആണെങ്കിൽ വാങ്ങുക, അത്രേ ഉള്ളൂ. സാധനം നിങ്ങൾക്ക് കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ട്, ദാറ്റ്സ് ഓൾ. അത് മതി, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ട് സാധനം മനസ്സിലാവുന്നുണ്ടെങ്കിൽ വാങ്ങുക, അല്ലെങ്കിൽ വാങ്ങണ്ട. എല്ലാവരുടെ ക്ലാസ് അങ്ങനത്തെ. അപ്പോൾ എൻ്റെ ക്ലാസ് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ എൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുക, അതെല്ലാം എന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരെയും ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ടീച്ചിങ് സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ കേസ് തന്നെ എനിക്ക് അങ്ങനെ അനുഭവമുണ്ട്. അതായത് ചില ആൾക്കാർ ഒരു അടിപൊളി ക്ലാസ് അല്ല ഒരു, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമാവാറില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുണ്ട്. ഓക്കെ, അതൊരു കാര്യം. അപ്പോൾ DT IDT ഈസ് ആക്ച്വലി സ്കോറിങ് സബ്ജക്റ്റ്. അതെങ്ങനെ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ DT IDTയിൽ കുറേ ആൾക്കാർ കഴിഞ്ഞ വർഷം ടാക്സ് നല്ല ഇമ്പ്രൂവ് ആയി പഴയതിനേക്കാളും. അത് ഞാൻ ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിട്ട് നിങ്ങൾ നോട്ട് എഴുതിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഞാൻ IDTക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് പരിപാടിയൊക്കെ ചെയ്യിപ്പിച്ച് അതൊക്കെ ഹെൽപ്പായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിലൂടെ ഞാൻ തോന്നുന്നു എനിക്ക് ഒരുപാട് ആൾക്കാർ ടാക്സ് നല്ല ഇമ്പ്രൂവ് ആയി എന്നിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഏക റീസൺ പ്രോപ്പറായിട്ട് നോട്ട് കൊടുത്ത് എഴുതി അവർക്ക് നല്ല മാർക്കും കിട്ടി, അത്രേ ഉള്ളൂ. കുറേ കാലം കുറേ ആൾക്കാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടൊന്നും എഴുതില്ല, കാര്യം എഴുതി വെക്കും, കാര്യമില്ല. ഇവർ ചോദിക്കുന്നത് നിങ്ങളുടെ എമൗണ്ട് അല്ല, എമൗണ്ടിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, DT അതിന് ടഫാണ്, എനിക്കിപ്പോൾ ഇതെങ്ങനെ പഠിക്കണം സ്കോർ ചെയ്യണമെന്ന് അറിയില്ല, പറഞ്ഞുതരാം. അപ്പോൾ DT IDTയിൽ എമൗണ്ടിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആയത്, വൈ ദിസ് എന്നുള്ള കാര്യം. അപ്പം ആക്ച്വലി നമ്മളൊരു ടാക്സ് കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ക്ലയൻറ്റ് നമ്മളെടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. നിങ്ങൾ ആ ക്ലയൻറ്റിന് എങ്ങനെ റിപ്ലൈ കൊടുക്കുക, അത് ഇത്രേ ഉള്ളൂ, അങ്ങനെയല്ല കൊടുക്കുക. ഇതെങ്ങനെ വന്നു, ഇതിങ്ങനെയാണ്, ഈ സെക്ഷൻ വൈസാണ് ഇത് വന്നത് എന്ന രീതിയിലല്ലേ നമ്മൾ റിപ്ലൈ കൊടുക്കുക. ആ റിപ്ലൈ ആയിരിക്കണം നിങ്ങളെ പേപ്പറിൽ വരേണ്ടത്, അത്രേ ഉള്ളൂ. DT ആണെങ്കിലും IDT ആണെങ്കിലും. കാരണം you are CMA പ്രൊഫഷണൽസ്. സോ നിങ്ങളുടെ അപ്രോച്ച് അങ്ങനെ ആയിരിക്കണം. അല്ലാതെ ഡയറക്റ്റ്ലി അത് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കില്ല. മനസ്സിലായി? അതാണ് DT IDT. ഇതെങ്ങനെ പഠിക്കാം, DT IDT എങ്ങനെ പഠിക്കാം എന്നുള്ള ചോദ്യം. അപ്പോൾ സപ്പോസ് DTയിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ സാലറി, ഇൻകം ഫ്രം സാലറി ഞങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഇൻകം ഫ്രം സാലറിയിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ. ഫസ്റ്റ് തൊട്ട് ഇങ്ങനെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെർക്വിസിറ്റ് ഉണ്ട്, അലവൻസുകളുണ്ട്, കുറേ സാധനങ്ങൾ അങ്ങനെ പഠിച്ച്. ഇനി ഇൻകം ഫ്രം സാലറി പ്രൊവിഷൻസ് ആദ്യം കറക്റ്റായിട്ട് പഠിക്കുക. നമ്മളെ പ്രൊവിഷൻസ് ഉണ്ടല്ലോ, കറക്റ്റായിട്ട് പ്രൊവിഷൻസ് പഠിക്കുക. ദെൻ ഡു ക്വസ്റ്റ്യൻസ്, അത്രയേ ഉള്ളൂ, പറയാൻ അത്രയേ ഉള്ളൂ. ഡു ക്വസ്റ്റ്യൻസ് ഫൈനലാരും ശ്രദ്ധിക്കുക, ഫൈനലിനും ഇമ്പോർട്ടൻ്റ് ആണ് ഡു ക്വസ്റ്റ്യൻസ്. കമ്പൈലർ എടുക്കുക, സ്കാനർ എടുക്കുക, ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. പ്രൊവിഷൻ മാത്രം കുറേ ആൾക്കാർ ടാക്സ് പഠിക്കുന്നത് പ്രൊവിഷൻ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യും, കാര്യമില്ല. പ്രൊവിഷൻ ബൈഹാർട്ട് ചെയ്താൽ തലയിൽ നിൽക്കില്ല, ബൈഹാർട്ട് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. പ്രൊവിഷൻ എങ്ങനെ ഓട്ടോമാറ്റിക്കലി പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ട് പഠിക്കും. എനിക്ക് DTയിലും IDTയിലും എൻ്റെ ഫൈനലായി കേട്ടോ, DTയിലും IDTയിലും എനിക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് പേപ്പേഴ്സ് ആയിരുന്നത്. IDTയിലാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത പേപ്പർ എൻ്റെ കരിയർ തന്നെ. അതിനുള്ള ഏക റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഈ പ്രൊവിഷൻ പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനാണ് ശ്രമിക്കുക. ഞാൻ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് വാങ്ങും, ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങിയെന്ന് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ട് അത് 2 തവണ ചെയ്തിട്ടുണ്ട് ഞാൻ ഫുള്ളായിട്ട്. ഓരോ
അപ്പോൾ ഞാൻ ചാപ്റ്റർ വൈസാണ് ചെയ്യാം. അപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ച് കംപ്ലീറ്റ് ഇപ്പോൾ ഇൻകം ഫ്രം സാലറി അല്ലെങ്കിൽ PGVP പഠിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിക്സ് വെച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചിലത് കിട്ടൂല. ഓക്കെ, ക്വസ്റ്റ്യൻ ബാങ്ക് ആൻസേഴ്സ് കറക്റ്റ് ആവുക പറയാം. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ കിട്ടൂല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഓക്കെ, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഓക്കെ ഈ ഏരിയയിൽ എനിക്ക് മിസ്റ്റേക്ക് ഉണ്ട്, പഠിച്ചിട്ടില്ല മര്യാദക്ക്, ഞാൻ അപ്പം തന്നെ കണ്ടെത്തുക ചെയ്യുന്നത്. പിന്നെ ആ സാധനം ഞാൻ മറക്കില്ല. ശരിയല്ലേ? സെയിം വേ IDT അതുപോലെ തന്നെ. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ പ്രൊവിഷൻ ഓട്ടോമാറ്റിക്കലി പഠിക്കും. അതുപോലെ തന്നെ MCQ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. MCQ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ സാധനം അപ്പം തന്നെ പഠിച്ചു പോവുകയാണ് ചെയ്യുക. സോ ഇതിന് നല്ല റെലവൻസ് ഉണ്ട്. DT IDT പഠിക്കാനുള്ള നല്ല മാർഗ്ഗം പ്രൊവിഷൻ പഠിക്കണം. അതായത് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ചാടി കയറി ഇത് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ആദ്യം പ്രൊവിഷൻ നല്ലപോലെ പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ ക്വസ്റ്റ്യനിലോട്ട് ഇറങ്ങാൻ. മനസ്സിലായാൽ? ആദ്യം നല്ല പ്രൊവിഷൻ പഠിക്കണം. അത് നിങ്ങൾക്ക് ക്ലാസ് കേട്ട് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ ഇനി ക്വസ്റ്റ്യൻ ബാങ്ക് ഏതാണ് കുറേ ആൾക്കാരായി ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ ബാങ്ക് ഏത് ചൂസ് ചെയ്യുമെന്നുള്ളത്. സോ ബെറ്റർ DTക്കും IDTക്കും നിങ്ങളുടെ CMA ക്വസ്റ്റ്യൻ ബാങ്ക് ചൂസ് ചെയ്യുന്നതിന് പകരം യൂസ് CA ക്വസ്റ്റ്യൻ ബാങ്ക്. CA ഇൻ്ററിൻ്റെ DT IDT ക്വസ്റ്റ്യൻ ബാങ്ക് യൂസ് ചെയ്താൽ മതി. അതാകുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കിട്ടും. CMAൻ്റെ അങ്ങനെ ലേറ്റസ്റ്റ് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. ഇനി അത് നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ എന്നാലും ഗ്രൂപ്പിലിടാം. ഞാൻ ഏതായാലും PDFs ഒന്നും അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. PDFs ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ PDFs അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം, സ്കാനർ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കാനർ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സെക്കൻഡ്. ഓക്കെ, സ്കാനർ ചില സ്കാനേഴ്സ് അപ്ഡേറ്റഡ് ആവില്ല, പഴയതായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പഴയതാവും. അപ്പോൾ പഴയതാവുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അമെൻമെൻറ്റ്സ് ഒന്നും അതിൽ വല്ലാണ്ട് കയറിയിട്ടുണ്ടാവില്ല. അപ്പോൾ അമെൻമെൻ്റ് ആയിട്ടുള്ള DT IDT എപ്പോഴും അമെൻഡഡ് ആയിട്ടുള്ള PDF കിട്ടുമെന്ന് നോക്കുക. ഞാൻ ഏതായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ടെലിഗ്രാമിൽ കുറേ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ കുറേ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ PDFs ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്, ഉടനെ ചെയ്യാം. അപ്പോൾ അതിലത് ഉണ്ടാവും. ഓക്കെ, ഞാൻ അത് വേണ്ടവർ പേഴ്സണലിക്ക് മെസ്സേജ് അയച്ചാലും മതി, ഞാൻ അയച്ചു തരുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി വേണ്ടവർ. സ്റ്റഡി മെറ്റീരിയൽ മാത്രം പോരാ, യു നീഡ് ടു ഡു സം ക്വസ്റ്റ്യൻസ്. സ്റ്റഡി മെറ്റീരിയലിൽ ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. സ്കാനർ തന്നെ വേണം, കമ്പൈലർ തന്നെ വേണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ വേണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തിരുന്നത് വെച്ചാൽ വിവിക്സുവിൻ്റെ ഒരു ബുക്കായിരുന്നു. അതിൽ അത്യാവശ്യം എല്ലാ അമെൻമെൻറ്റ്സും ഉണ്ടായിരുന്നു, MCQ ഉണ്ടായിരുന്നു, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അവരുടെ അമെൻഡഡ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ ഞാൻ അത് അയച്ചു തരുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫാക്കൽറ്റിയിൽ അയച്ചു. കഴിഞ്ഞ തവണ എക്സാമിന് 1 മന്തിൽ റിവിഷൻ ചെയ്ത പോലെ MCQ ഡിസ്കഷൻ സെഷനും വെക്കാമോ? ഓക്കെ, ഞാനോ വെക്കാം, ശ്രമിക്കാം. ഓക്കെ, ഞാൻ എൻ്റെ കാര്യം ആകെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ആക്ച്വലി ഞാൻ ടീച്ചിങ് കരിയർ വിടേണ്ടി വരുമോ എന്നുള്ളൊരു അവസ്ഥയിലാണ്. അത് പിന്നെ പറയാം. ഓക്കെ, ടെസ്റ്റ് സീരീസ് എന്തെങ്കിലും വെക്കോ? ഞാനോ വീക്കിലി ഞാൻ വെച്ചിരുന്നു. ടെസ്റ്റ് സീരീസ് അല്ല, കുറേ ആൾക്കാരായി എന്നോട് ചോദിക്കുന്നത് ഒരു വർക്കൗട്ട് ബാച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. ഒരു എല്ലാ സബ്ജക്റ്റും ഓരോ സബ്ജക്റ്റിനും ഒരു വർക്കൗട്ട് ബാച്ച് പോലെ ചെയ്യാൻ പറ്റുമോ. ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഒറ്റയാൾ പോരാട്ടായിട്ട് ഞാൻ എത്തുന്നില്ല. സത്യം ഞങ്ങളോട് അത്രയും ഇതായിട്ട് പറയും. ഞാൻ ഒക്കെ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട് ഓരോ സാധനങ്ങൾ. ഇപ്പോൾ വർക്കൗട്ട് ബാച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബെനിഫിറ്റ് ചെയ്യും. വർക്കൗട്ട് ബാച്ച് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഇടുക, ചെയ്യിപ്പിക്കുക, അത് റെഡിയാക്കി അങ്ങനെ ആ ഒരു സംഭവം ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബെനിഫിറ്റ് ചെയ്യും. പക്ഷെ അത് ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷേ പെയ്ഡ് ആണെങ്കിലും പക്ഷെ എങ്ങനെ അത് സജ്ജീകരിക്കുക എന്നുള്ള ഒരു ഇതില്ല. ആരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇല്ലാതെ ആരും സ്റ്റഡി ക്യാബ് സ്റ്റോപ്പ് ചെയ്യില്ലല്ലോ. സ്റ്റഡി ക്യാബ് സ്റ്റോപ്പ് ചെയ്യൂല. സ്റ്റഡി ക്യാബ് എനിക്ക് ഇനി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല. ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല. അതെ, ആ എക്സാമിന് ആൻസർ ചെയ്തുമ്പോൾ സ്ട്രക്ചർ എങ്ങനെ കീപ്പ് ചെയ്യാൻ പറയാം. അപ്പം പ്രൊവിഷൻ എപ്പോഴും പഠിച്ച് ക്വസ്റ്റ്യൻസ് അധികം വർക്കൗട്ട് ചെയ്യാൻ ടൈം കിട്ടാറില്ല. ടൈം കിട്ടണം. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ടത് വേണം. പ്രൊവിഷൻ പഠിച്ച് എക്സാം ലാസ്റ്റ് പ്രൊവിഷൻ മാത്രം വായിച്ചു എന്നാൽ പോലെ ആയി എക്സാമിന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റണ്ടേ. അതന്നെ അത് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണോ. പ്രൊവിഷൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ലാസ്റ്റിലോട്ട് വെക്കരുത്. പ്രൊവിഷൻ പഠിക്കുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് പോകണം. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. പ്രൊവിഷൻ പഠിക്കുമ്പോൾ തന്നെ ഫൈനലിലൊക്കെ പ്രത്യേകിച്ച് യു ഷുഡ് ഹാവ് എ ക്വസ്റ്റ്യൻ ബാങ്ക്. കയ്യിൽ ക്വസ്റ്റ്യൻ ബാങ്ക് വേണം. ഫൈനലായിരിക്കും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം ഡെഫിനറ്റ്ലി. അത് നിങ്ങൾക്ക് ഫൈനലായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. ഫൈനലായിട്ട് യൂസ് ചെയ്യേണ്ട ബുക്ക് മറ്റേ അതുൽ അഗർവാളിൻ്റെ ബുക്ക് ഉണ്ടാവും. CAൻ്റെ AR1 ബുക്ക്. അയാളുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാവും. ഞാൻ ലാസ്റ്റിലോട്ട് വെക്കരുത്. തീർന്ന് ലാസ്റ്റിലോട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ തീർന്ന് നടക്കില്ല. ഭയങ്കര ബേർഡൻ ആവും അത്. ഫസ്റ്റ് പ്രൊവിഷൻ പഠിക്കുക, പ്രൊവിഷൻ അപ്പം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക. ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ചെയ്ത് പോവുക. എന്നിട്ട് അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് വെക്കുക. റിവൈസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്യുക. പെർഫെക്റ്റ് സാധനം തീർന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്കൗട്ട് ബാച്ചും ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ
പെയ്ഡ് ആണെങ്കിലും ചെറിയ പെയ്ഡിനൊന്നും ആരും സമ്മതിക്കില്ലടോ. ഇപ്പം എല്ലാ ഫാക്കൽറ്റീസിൻ്റെ മോട്ടീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ തന്നെയാണ് അല്ലേ, എല്ലാവർക്കും പൈസ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ആരും ചെറിയ രീതിയിൽ ഇപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ ക്ലാസ് വെക്കുമ്പോൾ തന്നെ കുറേ ഫാക്കൽറ്റി സമ്മതിക്കാറില്ല. എന്നാലും മനസ്സറിഞ്ഞ് സമ്മതിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അത് വെച്ചിട്ടാണ് ക്ലാസ് തന്നെ എടുക്കാറ്. അപ്പം അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് എക്സാം എഴുതുമ്പോൾ പറ്റുന്നില്ല, അങ്ങനെ പറ്റാതിരിക്കാൻ പാടില്ല. അതിനൊരു വഴി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിപ്പോൾ ടാക്സ് വരെ എത്തി. കോസ്റ്റിംഗ് സബ്ജക്റ്റ് അത് നിങ്ങളെ ബാക്കി ക്വറീസിനുള്ള ഉത്തരം ഞാൻ തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കോസ്റ്റിംഗ് വരെ എത്തി. കഴിഞ്ഞിട്ട് ഓക്കെ, ഞാൻ ഉത്തരം പറഞ്ഞുതരാം. ഞാൻ പറയാം എങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് എങ്ങനെ സെറ്റാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കോസ്റ്റിംഗ് അതിലോട്ട് തന്നെ എത്താം. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എക്സാംഷൻ കിട്ടുന്നില്ല, എന്താ പ്രശ്നം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് കോസ്റ്റിംഗ് സബ്ജക്റ്റിൽ കഴിഞ്ഞ പ്രാവശ്യം കുറേ ആൾക്കാർക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ മാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പരാതി കുറേ ആൾക്കാർ പറഞ്ഞു. അപ്പം അതിനുള്ള റീസൺ എന്തായിരിക്കും? അതിനുള്ള റീസൺ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്വയം ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും റീസൺ മനസ്സിലായോ? അതായത് നല്ലോണം എഴുതിയെന്ന് ഫീൽ ഉണ്ട്, പക്ഷേ മാർക്ക് വന്നിട്ടില്ല കോസ്റ്റിംഗ്. അങ്ങനെ ഫീൽ ചെയ്ത ആർക്കെങ്കിലും എന്താണ് റീസൺ നിങ്ങൾക്ക് ആലോചിച്ചിട്ട് എന്തെങ്കിലും പിടുത്തം കിട്ടിയോ? അതിൽ ഒരു റീസൺ എന്താണെന്ന് ഞാൻ പറയട്ടെ. കോസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ലെങ്തിയാണ്. ഓക്കെ, കോസ്റ്റിംഗ് ഈസ് യുവർ എന്താ പറയുക കോർ സബ്ജക്റ്റ്. CMAയിലെ കോർ സബ്ജക്റ്റ് കോസ്റ്റിംഗ് ആണ്. സോ ഡെഫിനറ്റ്ലി വാല്യൂഷൻ ഷുഡ് ബി ലൈക്ക് ദാറ്റ്. ഒന്നത് ശരിയല്ലേ? ഇപ്പം എനിക്കത് നല്ല ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ CAയിൽ ഓഡിറ്റ് എപ്പോഴും മാർക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും, കാരണം വാല്യൂഷൻ ഷുഡ് ബി മാരക വാല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഒന്നത്. സോ അത്രയും പെർഫെക്റ്റ്ലി ആൻസേഴ്സ് വന്നാൽ മാത്രമേ നമുക്ക് കോസ്റ്റിങ്ങിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോസ്റ്റിങ്ങിൽ അപാര മാർക്കൊക്കെ നേടുന്നവരൊക്കെ വളരെ കുറവായിരിക്കും. ഉണ്ട്, പക്ഷെ മറ്റ് സബ്ജക്റ്റുകൾ പോലെ കോസ്റ്റിങ്ങിൽ കുറേ മാർക്ക് വാങ്ങുന്നവർ കുറവായിരിക്കും. അത് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, അങ്ങനെ ഉണ്ട്. അപ്പോൾ ഭയങ്കര അപാര മാർക്കുകൾ കോസ്റ്റിങ്ങിൽ നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്യില്ല, കാണില്ല. കോസ്റ്റിംഗ് മാർക്ക് 55 അപ്പോൾ ഇപ്പോൾ 30 ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം കോസ്റ്റിംഗ് അത്യാവശ്യം വാല്യൂഷൻ ഈസ് ലിറ്റിൽ ബിറ്റ് ടഫ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം കുറേ ആൾക്കാർക്ക് മാർക്ക് വളരെ വളരെ താഴോട്ട് പോയിട്ടുണ്ട് കോസ്റ്റിങ്ങിൽ. അപ്പം എക്സംഷൻ ടാർഗറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പേപ്പറാണെന്ന് തോന്നുന്നു കോസ്റ്റിംഗ്. എനിക്കറിയില്ല, കുറേ ആൾക്കാർക്ക് അങ്ങനെ എക്സംഷനിലോട്ട് എത്തിയിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്, ഫസ്റ്റ് ഗ്രൂപ്പിൽ എക്സംഷൻ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന 2 പേപ്പർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ടാക്സേഷനുമാണ്. അത് നിങ്ങൾ എക്സംഷൻ ടാർഗറ്റ് ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഗ്രൂപ്പ് കയറിപ്പോരും. കോസ്റ്റിംഗ് വെക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കോസ്റ്റിങ്ങിൻ്റെ പ്രശ്നം അതാണ്. ഡെഫിനറ്റ്ലി കോസ്റ്റിംഗ് ഒരു ആവറേജ് പേപ്പർ ആയിരിക്കും. 2 കോസ്റ്റിങ്ങിൻ്റെ വാല്യൂഷനും ആ രീതിക്ക് ആവാനാണ് ചാൻസ്, കാരണം യുവർ കോർ പേപ്പറാണത്. ഞാൻ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒന്നും നിങ്ങളുടെ കോർ പേപ്പറല്ല. അങ്ങനെ ഉണ്ടടാ, അങ്ങനെ ഉണ്ട്, അത് എൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ഞങ്ങൾക്കൊക്കെ ടാക്സും ഓഡിറ്റൊക്കെ അത്യാവശ്യം നല്ല നല്ല ടൈപ്പ് വാല്യൂഷൻ ആയിരിക്കും, ഓഡിറ്റൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ കോസ്റ്റിംഗ് അത് ശ്രദ്ധിക്കുക, നിങ്ങൾ എക്സാം അപ്പിയർ ചെയ്യുമ്പം ശ്രദ്ധിക്കുക കോസ്റ്റിങ്ങിൻ്റെ കാര്യം. ഇനി കോസ്റ്റിംഗ് എങ്ങനെ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോസ്റ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കൺസെപ്ച്വലി പഠിക്കുക എന്നുള്ളത്. കോസ്റ്റിങ്ങിൽ തിയറി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതും കൂടി പറയാം. കോസ്റ്റിങ്ങിൽ കുറേ ആൾക്കാർ തിയറി പഠിക്കാറില്ല, തിയറിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റിംഗ് തിയറി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. കോസ്റ്റിംഗ് എങ്ങനെ അവർക്ക് വാല്യൂഷൻ റൈറ്റ് ആക്കാൻ പറ്റുക? കോസ്റ്റിംഗ് ഈസ് യുവർ കോർ സബ്ജക്റ്റ്. ഞാനൊരു ഊഹമാണ് പറഞ്ഞത്, അങ്ങനെ ചാൻസ് ഉണ്ട്. അതാണ് കുറേ ആൾക്കാർക്ക് മാർക്ക് വളരെ മറ്റ് സബ്ജക്റ്റിനെ കമ്പയർ ചെയ്തിട്ട് കുറവ്. അതാണ് കുറേ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നത്, ഞാൻ എഴുതിയിട്ടും എന്തുകൊണ്ടാണ് മാർക്ക് കിട്ടാത്തതെന്നുള്ള ആ ഒരു സംഭവം. വാല്യൂഷൻ ഈസ് റിയലി ഗ്രേറ്റ് തിങ് ആണ് മോനെ. വാല്യൂഷൻ ഭയങ്കര വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം വാല്യൂഷൻ. സിമ്പിളായി മാർക്ക് കിട്ടില്ല, യെസ്, സിമ്പിളായി മാർക്ക് കിട്ടില്ല. മറ്റ് സബ്ജക്റ്റ് സിമ്പിളായിട്ട് മാർക്ക് കുറേയൊക്കെ തരും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വാല്യൂഷൻ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് തിങ്. എനിക്ക് നല്ല അനുഭവമുള്ള സാധനം വാല്യൂഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ അതുവരെ സംസാരിച്ചത്. ഇനി ഫസ്റ്റ് ഗ്രൂപ്പാണോ സെക്കൻഡ് ഗ്രൂപ്പാണോ ഈസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയാറ് സെക്കൻഡ് ഗ്രൂപ്പാണ് ഈസി, ഫസ്റ്റ് ഗ്രൂപ്പ് കുറച്ച് ടൈറ്റ് ആണല്ലോ എന്നാണ് പറയാറ്. പക്ഷേ രണ്ടും ഒരുപോലെ തന്നെയാണ്. ഇനി ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ ഒതുക്കാനുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടാക്സേഷൻ പേപ്പറാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്, നമ്മുടെ ലോയും കോസ്റ്റിംഗ് ആയിരിക്കും പല ആൾക്കാർക്കും ടഫ് ഉണ്ടാവുക. ലോ എങ്ങനെ പഠിക്കുക എന്നുള്ള കാര്യം ഞാൻ ആദ്യത്തെ ഇതിൽ പറഞ്ഞു, കോസ്റ്റിങ്ങിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ,
സോ കോസ്റ്റിങ് ശ്രദ്ധിക്കുക. കോസ്റ്റിംഗ് എങ്ങനെ പഠിക്കുക എന്നുള്ളത് എന്നോട് വല്ല ചോദിക്കരുത്. ഞാൻ കോസ്റ്റിങ്ങിൽ അത്ര അഗ്രഗണ്യനല്ല. കോസ്റ്റിംഗ് ഏറ്റവും വീക്ക് സബ്ജക്റ്റായിട്ട് കാണുന്ന ആളാണ് ഞാൻ. ഓക്കെ, കോസ്റ്റിംഗ് എപ്പോഴും കൺസെപ്ച്വലി പഠിക്കണമല്ലോ. യൂട്യൂബ് ലൈവ് ഉണ്ടോ സാർ? ഇപ്പോഴെന്നെ കയറാൻ പറ്റിയത്. ഓക്കെ ഫൈൻ. അപ്പോൾ കോസ്റ്റിംഗ് കൺസെപ്ച്വലി പഠിക്കണം. സാധനം എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കണം. കോസ്റ്റിങ്ങിൽ പല ആൾക്കാരും ചെയ്യുന്ന ഒരു മണ്ടത്തരം ഞാൻ പറഞ്ഞുതരാം. കുറേ ആൾക്കാർ സ്കാനറിലെ ക്വസ്റ്റ്യനൊക്കെ ചറ ചെയ്യും. കുറേ ചെയ്യും ക്വസ്റ്റ്യൻ, മനസ്സിലാക്കാതെ ചെയ്യുക. എന്തുകൊണ്ട് ഇത് ഇവിടെ വന്നു, എന്തുകൊണ്ട് ഇതിങ്ങനെ ആയി എന്നുള്ളത് മനസ്സിലാക്കില്ല. ക്വസ്റ്റ്യൻസ് കുറേ ചെയ്തു എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാവും. അത് വെച്ചിട്ട് എക്സാമിന് പോകും. പക്ഷേ എക്സാമിന് കോൺഫിഡൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻ കുറേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ തുടങ്ങാൻ എന്നുള്ളത് അറിയില്ല. ഇങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ കാര്യമുണ്ട്, പക്ഷേ വെറുതെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ കാര്യമില്ല. സാധനം മനസ്സിലാക്കി ക്വസ്റ്റ്യൻ ചെയ്യണം. പ്രത്യേകിച്ച് കോസ്റ്റിംഗ് പോലത്തെ സബ്ജക്റ്റ്. ഇപ്പോൾ ടാക്സേഷനൊക്കെ എന്നുണ്ടെങ്കിൽ പ്രൊവിഷനാണ്, അതിൽ പ്രത്യേകിച്ച് കൂടുതൽ ചിന്തിക്കാനില്ല. ഇതിങ്ങനെയാണ്, അത് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിങ്ങനെയാണ്, മനസ്സിലായോ? പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കോസ്റ്റിങ്ങിൽ ഒരു സാധനം ചിലപ്പോൾ 2 വേയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വ്യക്തമായിട്ട് കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അത് കത്തിക്കണം, അതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കോസ്റ്റിംഗ് സബ്ജക്റ്റ് വെറുതെ കുറേ ചറപറ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ കാര്യമില്ല, മനസ്സിലാക്കി തന്നെ ചെയ്യണം. അപ്പോൾ എക്സാം പാറ്റേൺ ചേഞ്ച് ഉണ്ടോ നെക്സ്റ്റ് അറ്റംപ്റ്റ്? ഇതൊക്കെ കുറേ ആയി ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്, എക്സാം പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ നെക്സ്റ്റ് അറ്റംപ്റ്റിൽ എന്നുള്ളത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അപ്പം കുറേ ആൾക്കാർ പറയുന്നുണ്ട്, യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് ഓക്കെ ഇങ്ങനെ എന്താ ഇത് മാറുന്നുണ്ട്, ഇത് മാറി, എക്സാം പാറ്റേൺ മാറുന്നുണ്ട്, അടുത്തതിൽ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിപ്പോൾ തന്നെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം MQP വരാതെ ഒന്നും പറയാൻ പറ്റില്ല. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ പറയാം ഓക്കെ ചേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഊഹം പറയാന്നുണ്ടെങ്കിൽ മേ ബി മാറാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു ഊഹം, എൻ്റെ ഒരു പ്രഡിക്ഷൻ. ചാൻസ് കുറവായിരിക്കും. കാരണം അവർ ജൂണിലൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ അടുത്ത് മാറ്റിയിട്ടുള്ളൂ പാറ്റേൺ. ഇനി വീണ്ടും പാറ്റേൺ മാറ്റാൻ നല്ലത് എന്താ, ഇത് ഇങ്ങനെ പാറ്റേൺ മാറ്റി കളിക്കുക. ഇനി എങ്ങനെയായാലും ഇപ്പോഴത്തെ ഇനി ഒരു മാറ്റം വരുമോ എന്നറിയില്ല. അടുത്ത സിലബസ് ചേഞ്ച് ആവാൻ മാറുകയും അതിൻ്റെ ഇടയിലൊരു മാറ്റം ഉണ്ടാവും, പറയാൻ പറ്റില്ല. ടാക്സിന് ഈ അറ്റംപ്റ്റിൽ അമെൻമെൻറ്റ് എഫക്ട് ചെയ്യുമോ? ഈ ലാസ്റ്റ് വന്ന ബഡ്ജറ്റിൽ അമെൻമെൻറ്റ് എഫക്ട് ചെയ്യില്ല. അത് ജൂണിക്ക് അറ്റംപ്റ്റ് ചെയ്യുക, അത് വരുള്ളൂ. MQP എപ്പോഴായിരിക്കും വരിക? ഏകദേശം ഏപ്രിലൊക്കെയാണ്, ഏപ്രിൽ മെയ് ആ സമയത്താണ് MQP വരാറ്. ഇപ്പോഴത്തെ പാറ്റേൺ ആണോ അതോ മുമ്പത്തെ പാറ്റേൺ ആണോ സ്റ്റാൻഡേർഡായി തോന്നിയത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പത്തെ പാറ്റേൺ. ഇപ്പോഴത്തെ പാറ്റേൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. കാരണം 7 എണ്ണത്തിൽ 5 എണ്ണം ചെയ്താൽ മതി, 2 എണ്ണം സ്കിപ്പ് ചെയ്യാം. പ്രത്യേകിച്ച് അത് ഇപ്പോൾ ഗോൾഡൻ ചാൻസാണ് ഈ പാറ്റേൺ. ആക്ച്വലി ഇപ്പോൾ DT IDT പോലത്തെ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയാം, പ്രസൻറ്റേഷൻ ഓക്കെ കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പ്രസൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം മെറ്റീരിയൽ ഉള്ളതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യണോ അതോ നമുക്ക് നമ്മുടെ വേയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ വേയിൽ പ്രസൻറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ ടു ദി പോയിൻ്റ് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇപ്പോൾ കുറേ ആൾക്കാർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ വെറുതെ ഇങ്ങനെ കുറേ ഗ്യാസ് ആയിരിക്കും. എന്ന് വെച്ചാൽ കണ്ടൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ പണി പാടും. അപ്പോൾ കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം. പ്രസൻറ്റേഷൻ അതേപോലെ പെർഫെക്റ്റ്ലി അതേപോലെ ഇപ്പോൾ സജസ്റ്റഡ് ആൻസർ വരുന്നുണ്ടെങ്കിൽ ആ സജസ്റ്റഡ് ആൻസർ പോലെ നമുക്ക് എഴുതാൻ പറ്റില്ല. ഇപ്പോൾ CA സജസ്റ്റഡ് ആൻസറൊക്കെ ഇറക്കും, പക്ഷേ സജസ്റ്റഡ് ആൻസറിലുള്ള പോലെ അല്ല ഒരു വാല്യൂഷൻ ചെയ്യുക. അങ്ങനെയുണ്ട്, സജസ്റ്റഡ് ആൻസർ തന്നെ അത് പറയാറുണ്ട്. അതായത് ഇതേപോലെ വേണമെന്നൊന്നും ആരും നിർബന്ധം പറയാനില്ല. സജസ്റ്റഡ് ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ടെക്സ്റ്റിൽ ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുള്ള ആൻസറാണ്. അതുപോലെ ഒന്നും വീണ്ടും നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ വേയിൽ പ്രസൻറ്റ് ചെയ്യാം. സാധനം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലായാൽ മതി, പോയിൻ്റ് അവിടെ ഉണ്ടായാൽ മതി. പ്രത്യേകിച്ച് ടാക്സ് പോലത്തെ സബ്ജക്റ്റിൽ നോട്ട് നിർബന്ധമാണ്, എന്തുകൊണ്ടതായി എന്നുള്ളത്. ആ നോട്ട് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം. ഓക്കെ, സോ ഫസ്റ്റ് ഗ്രൂപ്പിലെ കാര്യം ഞാൻ പറഞ്ഞു. സെക്കൻഡ് ഗ്രൂപ്പിലോട്ട് എത്തുക. ഇനി ഫസ്റ്റ് ഗ്രൂപ്പിൽ ഒരാൾ ചോദിച്ചാൽ ടാക്സ് എക്സംഷൻ ആണ്, ബാക്കി അഗ്രിഗേറ്റ് പിടിക്കാൻ. ടാക്സ് എക്സംഷൻ കിട്ടിക്കഴിഞ്ഞാൽ 50 ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇനി ബാക്കി 3 എണ്ണത്തിൽ 50-50-50 വെച്ച് കയറണം. ഓക്കെ, അപ്പോൾ അതിൽ ഇയാൾ പിന്നെ നമ്മൾ സബ്ജക്റ്റ് വൈസ് നോക്കണം. ലോ കംഫർട്ടബിൾ ആണെങ്കിൽ ലോയിൽ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യുക. ലോ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റിങ്ങിലും മാർക്ക് സ്കോർ ചെയ്ത് കയറ്റണം. കറക്റ്റ് 50 എല്ലാത്തിലും എത്തിപ്പിടിക്കാൻ പറ്റില്ല, ഡെഫിനറ്റ്ലി പറ്റില്ല. അപ്പോൾ 1-2 സബ്ജക്റ്റ് അവിടെ കയറിയാൽ അഗ്രിഗേറ്റ് കയറിയിട്ട് ആ ഗ്രൂപ്പ് പാസ്സാവാൻ ചാൻസ് കൂടുതലുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കറക്റ്റ് 50-50-50 വെച്ചിട്ട് പ്രയാസമായിരിക്കാം ചിലപ്പോൾ, അങ്ങനത്തെ പോയിൻ്റ് ഉണ്ട്. ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പിലോട്ട് വരികയാണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് ഈസ് കമ്പാരിറ്റീവ്ലി ഈസി ഫ്രം ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയാറുണ്ട്. അതൊരു കറക്റ്റ് തന്നെയാണ്. കാരണം ഫസ്റ്റ് ഗ്രൂപ്പിനേക്കാളും സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സ് ആണ് സെക്കൻഡ് ഗ്രൂപ്പിലുള്ളത്. OPM ആൻഡ് SM അത്യാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും നല്ല മാർക്ക് ഞാൻ കണ്ടു. അതെല്ലാ പ്രാവശ്യം അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടാവാറുണ്ട്. OPM SM അത്യാവശ്യം
ഒരുവിധപ്പെട്ട എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാറ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മാർക്ക് ലിസ്റ്റ് കണ്ടതുകൊണ്ട് തന്നെ അതിലൊക്കെ OPM SMലൊക്കെ അത്യാവശ്യം സ്കോർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. OPM SM ടഫുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? OPM SM നിങ്ങളെ ഫീൽ എന്താ? ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുമോ? ടഫ് FM ടഫ്, ഓക്കെ ഈസി. OPM SMൻ്റെ കാര്യം പറയുന്നത്. OPM ഓരോ സബ്ജക്റ്റിലോട്ട് വരാം. OPM SM നിങ്ങളെ ഫീൽ എന്താ? SM ഇഷ്ടമല്ല. SM ചെറിയ സാധനമല്ലേ, തിയറി. SM ഇമ്പോർട്ടൻ്റ് ആണ്. OPM കംഫർട്ടബിൾ ആണ്. ഓക്കെ, OPM ഈസി. ഓക്കെ, OPM കമ്പാരിറ്റീവ്ലി അങ്ങനെ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവാറില്ല. ഓക്കെ, തിയറി. ഓക്കെ, SMലൊക്കെ ആ തിയറി, OPM സിമ്പിളാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ SM ഒക്കെയാണ് പല ആൾക്കാർക്കും പ്രശ്നം ഉണ്ടാവുക. SM ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക. ഓക്കെ, SM സ്കോർ ചെയ്യാൻ പറ്റും അത്യാവശ്യം നോക്കിക്കഴിഞ്ഞാൽ. സോ ബെറ്റർ നല്ലൊരു തിയറി നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ SM കൂളായിട്ട് കയ്യിലിരിക്കും. ടഫ് തോന്നിയ ഡിസംബറിൽ ഏത് പേപ്പറാണ് ടഫ് തോന്നിയ? ഐ തിങ്ക് ഇറ്റ്സ് കുറേ ആൾക്കാർക്ക് അക്കൗണ്ട്സ്, കുറേ ആൾക്കാർക്ക് ടാക്സ് അല്ല ലോ. ടാക്സും കോസ്റ്റും വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഡിസംബറിൽ. SM പഠിച്ചത് ഓർമ്മ നിൽക്കണില്ല. SM പഠിച്ചത് ഓർമ്മ നിൽക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, റിവൈസ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുമ്പോൾ SM ഓർമ്മയിൽ നിൽക്കും. അല്ലെങ്കിൽ തിയറി സബ്ജക്റ്റ് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് ഓർമ്മയിൽ നിൽക്കും, അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കില്ല. SM ആൻഡ് ഓഡിറ്റിംഗ് നമ്മളെ ടെക്സ്റ്റത്തെ മാതിരി എഴുതണം? അയ്യോ, അങ്ങനെ എഴുതാൻ പ്രയാസമായിരിക്കും. SM ആൻഡ് ഓഡിറ്റ് അതേപോലെ ഡ്രാഫ്റ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. പക്ഷേ അതേപോലെ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ അതിലെ കീവേഡ്സ് യൂസ് ചെയ്യണം. അപ്പോൾ അതിലൊരു ക്ലാസിക് ഇപ്പോൾ SM പോട്ടെ, SM നമ്മളെ ഓഡിറ്റിംഗ് ഇല്ലേ, ഓഡിറ്റിങ്ങിൽ ഇപ്പോൾ ഏറ്റവും ഞാൻ എപ്പോഴും പറയുന്ന ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. ഓഡിറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം എന്നുള്ളത്. അതായത് ഓഡിറ്റർ എപ്പോഴും പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊരു പറയാറുണ്ട്. അത് അങ്ങനെ തന്നെ എഴുതണം. പ്രൊഫഷണൽ സ്കെപ്റ്റിസിസത്തിൻ്റെ അർത്ഥം എന്താ? ടു ബി അലേർട്ട് എന്നാണ് പറയുക. അതായത് അയാൾ അലേർട്ടായിട്ടിരിക്കണം. അതിന് നമുക്ക് ഓഡിറ്റർ ഷുഡ് ബി അലേർട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടൂല. ഓഡിറ്റർ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എഴുതണം. അതാണ് ആ ലോ ലാംഗ്വേജ് എന്ന് പറഞ്ഞത്. അതായത് ആ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിൽ അവിടെ മാർക്കുണ്ട്. അലേർട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടൂല. പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അതാണ് ആ വ്യത്യാസം. അപ്പോൾ അങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്യണം ഓഡിറ്റിങ്ങിലൊക്കെ. SM എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. സർ ഇയറിൽ 3 എക്സാം ആവാൻ ചാൻസ് ഉണ്ടോ? CAക്ക് ഉണ്ട്. CMAക്ക് ഈ സിലബസിൽ വരാൻ ചാൻസ് ഇല്ല, അടുത്ത സിലബസിൽ ഉണ്ടാവും ഈ കാര്യം. സെക്ഷൻ പഠിച്ചു വെക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? സെക്ഷൻ എല്ലാതും പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. വേണ്ട സെക്ഷൻസ് മാത്രം പഠിക്കുക. എല്ലാ സെക്ഷനും കൂടി പഠിച്ചതിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മ നിൽക്കില്ല. അപ്പം ആകെ കൺഫ്യൂസ്ഡ് ആവും. അപ്പം ഞാൻ IDTയിൽ ഞാൻ പറയാറുണ്ട്, സെക്ഷൻ പഠിക്കുമ്പോൾ ഈ സെക്ഷൻ നോക്ക്, ഈ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ സെക്ഷൻ നിങ്ങൾ ഓർത്ത് വെച്ചോണ്ടി, ഈ സെക്ഷനുകൾ ഓർത്ത് വെച്ചോണ്ടി, ചില സെക്ഷൻ ഓർത്ത് വെക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ സാർ CMA ഓഡിറ്റിങ്ങിൻ്റെ ക്ലാസ് എടുക്കുമോ? ഞാനും ഓഡിറ്റിങ്ങിൻ്റെ ക്ലാസ് ഞാൻ എടുക്കാറ്. ഓഡിറ്റിങ്ങിൻ്റെ ഒരു റിവിഷൻ സെക്ഷൻ വരുന്നുണ്ടോ, ഗ്രൂപ്പിലിടും. നമ്മളെ മിഥുരാജ് സാറിൻ്റെ ഒരു റിവിഷൻ, ഏതോ ഒരു മൊഡ്യൂൾ 6 ആണെന്ന് തോന്നുന്നു എടുക്കുന്നത്. ആൾ ബേസൊക്കെ വെച്ചിട്ടുള്ള മൊഡ്യൂൾ 6 ബേസ് അല്ലേ പറയുന്നത്. മിഥുരാജ് സാറ് നാളെ മറ്റന്നാളെ എങ്ങാനോ വരുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടോ? യൂട്യൂബിൽ ലൈവ് ആയിരിക്കും മിക്കവാറും. മുപ്പത്തിയൊന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓഡിറ്റിംഗ് മനസ്സിലായില്ല, ഒന്നും കൂടി റിവൈസ് ചെയ്യണം തോന്നുന്നവരൊക്കെ അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നാളെയാണ്. നാളെ പോയിക്കാറും മൂപ്പര്. ഓക്കെ, സോ കമ്പാരിറ്റീവ്ലി സെക്കൻഡ് ഗ്രൂപ്പ് ഈസ് റിയലി ഈസി എന്നല്ലേ പറയാം. അവിടെ ആകെ പ്രശ്നക്കാരൻ എന്താ പറയുക സെക്കൻഡ് ഗ്രൂപ്പിൽ? നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് MA മാത്രമാണ് അവിടെ അത്യാവശ്യം കണ്ടന്റ് ഉള്ളത്. അത്യാവശ്യം നല്ല സാധനം എന്ന് പറയാം, നല്ല അടിപൊളി സാധനം MA മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ ഇറ്റ്സ് ഈസിലി സ്കോറബിൾ. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഓഡിറ്റ് സ്കോർ ചെയ്യാം, OPM/SM സ്കോർ ചെയ്യാം, FM ആൻഡ് BDA സ്കോർ ചെയ്യാം. പക്ഷേ സ്കോർ ചെയ്യാൻ അവിടെ പ്രയാസം MA ആണ്. സോ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, MA ഈസി ഉള്ളവരുണ്ട് കേട്ടോ. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സബ്ജക്റ്റിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ബാക്കി 3 സബ്ജക്റ്റിലും എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്കോർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എഴുതണം. കാരണം ഇത് വെച്ചിട്ടായിരിക്കണം MAയിൽ മാർക്ക് വരുന്നുണ്ട്. MA അത്യാവശ്യം കുറഞ്ഞാലും ഇത് വെച്ചിട്ട് കയറാൻ പറ്റണം. ഓക്കെ, അതിൽ ഞാനൊരു ഉദാഹരണം പറയട്ടെ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവും കുറേ ആൾക്കാർ കറക്റ്റ് 40 കിട്ടിയിട്ടുണ്ടാവും കുറേ സബ്ജക്റ്റിൽ. ശ്രദ്ധിച്ച് ഞങ്ങൾ കറക്റ്റ് 40 ചില സബ്ജക്റ്റിൽ, ബാക്കിയുള്ളതിൽ ഒരു 58, 60, 65 ഒക്കെ എത്തിയിട്ടുണ്ടാവും. ഈ സബ്ജക്റ്റിൽ മാത്രം കറക്റ്റ് 40. അതെങ്ങനെയാണ് കറക്റ്റ് 40 കിട്ടുക? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇയാളെങ്ങനെ കറക്റ്റ് 40 എഴുതിയ കറക്റ്റ് 40 ഇങ്ങനെ കിട്ടി? ഡെഫിനറ്റ്ലി അയാൾക്ക് 37, 38, 39, 35 അബോവ് കിട്ടിയിട്ടുണ്ടാവും. മറ്റേൽ അത്യാവശ്യം എക്സംഷൻ റേഞ്ച് മാർക്കും കിട്ടി, അല്ലെങ്കിൽ 58, 60 സംതിങ് മാർക്ക് കിട്ടി. ഇതിൽ മാത്രം ഒരു 38, 39 വെച്ച് കിട്ടി. 40 ആക്കിയിട്ട് പാസ്സാക്കുന്നതാണത്. ഇത് ഒരു മുമ്പത്തെ ആ ഒരു മീറ്റിങ്ങിൽ ഏതോ ഇതിൻ്റെ ഒഫീഷ്യൽസൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉണ്ട്, 40 ആക്കി പാസ്സാക്കുന്നു. ഓക്കെ,
അൽഗോരിതം ഫോർവേഡ്. ഓക്കെ, അങ്ങനെ ഉണ്ട്. ഞാൻ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കറക്റ്റ് 40 കിട്ടി. ഞാൻ ഒരിക്കലും കറക്റ്റ് 40 അങ്ങനെ കറക്റ്റ് 40 കിട്ടുക. ഇനി അത് പറയാം. 39 ഒരു പേപ്പർ പോയി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സബ്ജക്റ്റിൽ അത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ട്. മറ്റ് സബ്ജക്റ്റിൽ അങ്ങനെ മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. മറ്റ് സബ്ജക്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇവർ 39 40 ആക്കുക. കോസ്റ്റിങ്ങിൽ 40 ആണ്. അപ്പം ദാറ്റ്സ് ദ റീസൺ. അങ്ങനെ 40 കിട്ടാനുള്ള റീസൺ അതാണ്. അല്ലാതെ കറക്റ്റ് 40 അതാണ്. കറക്റ്റ് 40 അല്ലാതെ നമ്മൾ കറക്റ്റ് 40 എഴുതിയിട്ടൊന്നുമില്ല. ഓക്കെ, സോ അങ്ങനെയുണ്ട്. അത് MA 40 നിർത്താൻ പറ്റണം. കുറേ ആൾക്കാർ ഇപ്രാവശ്യം സെക്കൻഡ് ഗ്രൂപ്പ് ഫെയിലായത് MA കൊണ്ട് മാത്രം. ചില ആൾക്കാർക്ക് ഒരാൾക്ക് കിട്ടിയ മാർക്ക് 56, 58, 59. MA ഒരു 12 15 അങ്ങനെ കാണാം ഒരാൾക്ക് കിട്ടിയ മാർക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ആ MA അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ MA ടഫായപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല, മര്യാദക്ക് എഴുതിയില്ല, അപ്പോൾ കയ്യിൽ നിന്ന് പോയി. അയാൾ അതൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ, ഒന്ന് അത്യാവശ്യം എഴുതാം, ഒന്ന് അവിടെ 5 മണി ഇരുന്ന് ഒന്ന് അത്യാവശ്യം എഴുതി പിടിപ്പിച്ചിരുന്നെങ്കിൽ അയാൾക്ക് 40 കിട്ടിയിരുന്നു. 35 ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 40 അയാൾ പാസ്സായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് ക്ലിയർ ആയിരുന്നു. ഇതാണ് പറഞ്ഞത്. ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് ടഫായാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അത് പറ്റില്ല വെച്ചാൽ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പേപ്പർ ചിലപ്പം ടഫാവാം, ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ആ ടഫായത് മറ്റേൽ എന്ത് ചെയ്യാൻ പറ്റണം? കോംപ്രമൈസ് ആക്കാനും പറ്റണം, ഓവർകം ചെയ്യാനും പറ്റണം, അടുത്തേൽ പിടിക്കാനും പറ്റണം. ഒന്ന് ടഫാന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ പോയി. അവിടെ അങ്ങനെ തന്നെ ഒരുപാട് ആൾക്കാർ ഔട്ടാക്കുക. ഇതൊരു ആക്ച്വലി അങ്ങനത്തെ ഒരു ഗെയിമാണ്, സ്ക്വിഡ് ഗെയിം ഒക്കെ പോലെ. നിങ്ങൾ സ്ക്വിഡ് ഗെയിം കണ്ടിട്ടില്ലേ അല്ലേ? കുറേ ആൾക്കാർ അങ്ങനെ ഔട്ടാക്കുന്നത്. അതേപോലെ ഫസ്റ്റ് പേപ്പർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നല്ല ടഫാക്കി, അതാ കരഞ്ഞ് ആകെ പോയി, അതാ അടുത്ത് ഞാൻ എഴുതുന്നില്ല, ഈ അറ്റംപ്റ്റ് സ്കിപ്പ്, അതാ കുറേ ആൾക്കാർ അപ്പം തന്നെ ഔട്ട്. ഇതൊക്കെ തരണം ചെയ്ത് വരുന്ന നായകന്മാർ എന്ത് ചെയ്യും? ലോയിൽ അടുത്ത ഫസ്റ്റ് ലോ അല്ല വരുന്നത്. ഓക്കെ, അടുത്ത പേപ്പറിൽ പിടിക്കും, അങ്ങനെ എന്ത് ചെയ്യും? അടുത്തതിൽ ശരിയാക്കും അത്. അപ്പം ഇവിടെ കുറഞ്ഞാലും അങ്ങനെ അടുത്തതിൽ ശരിയാക്കും. MA എങ്ങനെ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ലൈക്ക് നമ്മുടെ കോസ്റ്റിംഗ് പഠിക്കുന്ന അതേപോലെ തന്നെ MA പഠിക്കണം. കൺസെപ്ച്വലി നോളജ് കുറവാണെങ്കിൽ MA വളരെ ബാക്കൗട്ടാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ചൂസ് എ ക്ലാസ് ചൂസ് ചെയ്യണം. അത് ഞാൻ പറയട്ടോ. MA നിങ്ങൾ അത്യാവശ്യം വീക്കാണെന്നുണ്ടെങ്കിൽ, ഡിസംബറിൽ അത്യാവശ്യം നല്ലോണം വീക്കായിട്ട് നിങ്ങൾ നിന്നിരുന്നുണ്ടെങ്കിൽ യു ഷുഡ് പർച്ചേസ് സം ക്ലാസ്. ഒറ്റയ്ക്ക് ചിലപ്പോൾ കൂട്ടിയാൽ കൂടില്ല. അത്രയും ഓക്കെ ആണെങ്കിൽ മാത്രമേ ഒറ്റയ്ക്ക് കൂടുള്ളൂ. അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിൽ പർച്ചേസ് ചെയ്യേണ്ട, മാൻഡേറ്ററി ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. മറ്റ് സബ്ജക്റ്റ് ഒന്നും നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചോളി, പ്രശ്നമില്ല. MA തീരെ ഓക്കെ അല്ലെങ്കിൽ, ഞാൻ പറയുന്നത് തീരെ നിങ്ങൾക്ക് MA ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് പർച്ചേസ്. കാരണം കൺസെപ്ച്വലി നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കില്ല. കോസ്റ്റിങ്ങിലെ കുറേ സബ്ജക്റ്റ് വരുന്നുണ്ട്. FM ടഫാ? FM ഈസി അല്ലടാ. FM ടഫാണോ? FM പണ്ട് ടഫായിരുന്നു, ഇപ്പോൾ അങ്ങനെ FM ടഫാക്കുന്നില്ലല്ലോ. FM ടഫുള്ളവരുണ്ട് അവിടെ? FM ടഫാണ്. FM ടഫായവരുണ്ട് ഇവിടെ. ക്യാപിറ്റൽ ബഡ്ജറ്റാണ് കുഴപ്പം. ഓക്കെ, FM ഈസി. ഓക്കെ, കുറച്ച് ഓക്കെ. കമ്പാരിറ്റീവ് ടു MA FM ഈസിയാണ്, കുഴപ്പമില്ല. FM ആണ്. MA കുഴപ്പമില്ല, FM ആണ് ടഫ്. വെറൈറ്റി ആൻസർ. FM സിമ്പിള്. എനിക്ക് ഏറ്റവും ടഫ് BD ടഫാ. എന്താണോ BD? ഭയങ്കര കമ്പ്യൂട്ടർ അല്ലേ മറ്റേ BDക്ക് ടിപ്പ് എന്താണെന്ന് അറിയോ? BD പഠിക്കാനുള്ള ടിപ്പ് ബൈ ഹാർട്ട്. പണ്ട് CAക്ക് ഉണ്ടായിരുന്നു BD പോലത്തെ സബ്ജക്റ്റ്, ഇപ്പോൾ ഒഴിവാക്കി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിച്ചിട്ട് എന്താ കാര്യമില്ല, വെറുതെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിട്ട് എന്താ കാര്യം? അടിപൊളി ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു BD പോലത്തെ, ഒഴിവാക്കിയത്. ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കി. FMനും ഈ പറഞ്ഞ ഈ FM മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇങ്ങനത്തെ സാധനമൊക്കെ അല്ലേ, ആക്ച്വലി ക്ലാസ് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യും നിങ്ങളെ. ഈ ക്ലാസ്സില്ലേ, നിങ്ങൾ കേട്ട ക്ലാസ് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യും. FM BD ഒക്കെ, FM മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കോസ്റ്റിംഗ് ഒക്കെ. ആ ക്ലാസ് നിങ്ങൾക്ക് മോശമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് നിങ്ങളെ കയ്യിൽ നിന്ന് പോകും. ആ ക്ലാസ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിരിക്കും. ഡെഫിനറ്റ്ലി ഈ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സബ്ജക്റ്റ് കോസ്റ്റിംഗ്, FM മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, മറ്റ് സബ്ജക്റ്റ് വിടും. ക്ലാസ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ ക്ലാസ് എഫക്റ്റീവായിട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ടഫാന്ന് പറയില്ല. ടഫാണെങ്കിൽ നിങ്ങൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, മറ്റ് സബ്ജക്റ്റുകൾ അങ്ങനെയല്ല. 2 days for SM, 2 days for BDA. അതിപ്പോൾ ഫാക്കൽറ്റീസിന് ഇങ്ങനെ ഇപ്പം ഞാൻ ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയാം. ഇപ്പം ഞാനും ഫാക്കൽറ്റി ആയിട്ട് പോകുന്ന ആളാണ് ഓഫ്ലൈൻ ക്ലാസ്സിന്. അപ്പം ഞങ്ങൾക്കൊക്കെ ഒരു ഡെഡ് ലൈനാണ് തരിക. അപ്പം
ഞാനിപ്പോൾ ഐ ഡി ടി എടുക്കുമ്പോൾ ഓപ്പണായിട്ട് പറയാം, ഞാൻ ഐ ഡി ടി എടുക്കുമ്പോൾ എനിക്ക് എത്ര ഡേയ്സ് വേണമെന്ന് ഞങ്ങളോട് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത് പുറത്ത് പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയുന്നത് ഇപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എത്ര ഡേയ്സ് വേണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും എനിക്ക് ഇത്ര ഡേയ്സ് വേണമെന്ന് പറയും. അപ്പോൾ അവർ പറയും ഇത്ര ഡേയ്സ് തരാൻ പറ്റില്ല എന്ന് പറയും. അപ്പം അങ്ങനെയാണ് സാധനം. അതായത് ഇത്ര ഡേയ്സ് വേണോ, ഇത്ര ഡേയ്സ് ഇല്ലാതെ തന്നെ തീർത്തൂടെ, ഇതിന് മുമ്പ് തന്നെ തീർക്കാൻ പറ്റും. അവർ തീർക്കുക എന്നുള്ള രീതിയിലാണ് അവരെന്ത് ചെയ്യുക, സംസാരിക്കുക ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അപ്പം ഫാക്കൽറ്റീസ് അതിൽ കമ്പലാവുക ചെയ്യുക. അതായത് ഓക്കെ എന്നാൽ പിന്നെ ആയിക്കോട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, തീർക്കാൻ വേണ്ടി ശ്രമിക്കും. മനസ്സിലായ? എങ്ങനെയെങ്കിലും ഓക്കെ എന്നാൽ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതാക്കാൻ ശ്രമിക്കും. അങ്ങനെയുണ്ട്. അപ്പം 2 days ഫോർ SM, 2 days ഫോർ BDA അങ്ങനെ ആയിപ്പോവും. ഫാക്കൽറ്റീസ് കുറേയൊക്കെ വിഴുങ്ങും. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, ഓട്ടോമാറ്റിക്കലി അവിടെ വിഴുങ്ങേണ്ടി വരും, വേറെ ഒന്നും ചെയ്യാനില്ല. മനസ്സിലായോ? ഇപ്പം ഞാൻ നോക്കിയെടുത്തോളം ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പം ട്രെൻഡൊക്കെ ആകെ മാറിയിടും. ഓഫ്ലൈനായിട്ട് പഠിക്കുന്ന ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കുറേ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പൂട്ടേണ്ടി വരുന്നത് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാരെ സ്റ്റഡി ക്യാബിലൂടെ അങ്ങനെ നിങ്ങൾക്കൊക്കെ അങ്ങനെ പരിചയമായ ആൾക്കാരാണല്ലോ. അപ്പോൾ അതിലൂടെയൊക്കെ ഞാൻ എസ്പെഷ്യലി ഫൈനൽ പഠിക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ GST ക്ലാസ് ക്രാഷ് പോലെയാണ് എടുത്തീന്. ഓക്കെ, അപ്പം ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ എല്ലാവരും ചൂസിങ് ആയി. അതായത് എസ്പെഷ്യലി ഫൈനൽ സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട്, ഞാൻ ഇപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ടൊക്കെ ചാറ്റ് ചെയ്തപ്പോൾ അവരൊക്കെ പറഞ്ഞ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈന് പോകണില്ല. ഒന്നാമത് ഭയങ്കര പൈസയാണ്. അതിൽ ഇപ്പോൾ ഫാക്കൽറ്റീസ് എല്ലാം ചിലപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആവണമെന്നില്ല. ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം ഫാക്കൽറ്റീസിനെ. ഓക്കെ ഇത് ഈ സബ്ജക്റ്റിന് ഇത്, ഈ സബ്ജക്റ്റിന് ഇത്, ഈ സബ്ജക്റ്റിന് ഇത് എനിക്ക് ചൂസ് ചെയ്ത് അതിനനുസരിച്ച് പഠിക്കാം അല്ലേ ഓൺലൈൻ ആകുമ്പോൾ. അപ്പം ഡെഫിനറ്റ്ലി കുറേ ആൾക്കാർ ആ ട്രെൻഡിലോട്ട് തിരിഞ്ഞു തുടങ്ങിയിട്ടോ, ആ ഒരു ട്രെൻഡിലോട്ട് എത്തി. കാരണം ഇനി വേണ്ട, ഇനി ഓഫ്ലൈൻ എന്തിനാണ് പോകുന്നത്, വീട്ടിലിരുന്ന് പഠിക്കാമല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ള ക്ലാസ് ഇഷ്ടമുള്ള സമയത്ത് ചൂസ് ചെയ്ത് ഇഷ്ടമുള്ള സമയത്ത് ഇരുന്ന് പഠിക്കാം. എന്നെ ആരും കമ്പൽ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇരുന്ന് പഠിക്കാം. ഇഷ്ടമുള്ള ക്ലാസ്, ഇഷ്ടമുള്ള ആൾക്കാരുടെ ക്ലാസ്, എനിക്ക് സബ്ജക്റ്റ്, എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ ആ ഫാക്കൽറ്റീസിനോട് ഡയറക്റ്റ്ലി വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പഠിക്കാം എന്നുള്ള ഓപ്ഷൻ വന്നു. സോ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ അങ്ങനെ ചൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടാണ്. അങ്ങനെ ചൂസ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ കമ്പൽ ചെയ്യില്ല. പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പൂട്ടേണ്ടി വരും. കാരണം ഇപ്പോൾ എല്ലാ ഫാക്കൽറ്റീസും അവരുടെ റെക്കോർഡഡ് വീഡിയോസ് ഇറക്കുന്നുണ്ട്. അവർ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും അവരുടെ തന്നെ റെക്കോർഡഡ് വീഡിയോസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആൻഡ് ഓൾ ക്യാൻ പർച്ചേസ് ദാറ്റ് ആൻഡ് ഓൾ ആർ മാർക്കറ്റിംഗ് ദാറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഓഫ്ലൈൻ ക്ലാസ്സിലുള്ള ഒരു ഡീമെറിറ്റ്. അതാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. ഓഫ്ലൈൻ ക്ലാസ്സിൽ അങ്ങനെ പ്രശ്നമുണ്ട്. അതായത് ഇന്ന സമയത്തിനുള്ളിൽ തീർക്കണം എന്നുള്ള ഒരു കമ്പാരിൽ വരുമ്പോൾ സ്റ്റഡി ക്യാബിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ് റിവിഷൻ ചെയ്യുക. സ്റ്റഡി ക്യാബിൽ റിവിഷൻ എപ്രാവശ്യം ഉണ്ടാവും. അപ്പം നമ്മൾ വേണ്ട, ഇപ്രാവശ്യം ഞങ്ങൾ ആലോചിച്ചിരുന്നു നിങ്ങൾ ഇപ്രാവശ്യം റിവിഷൻ ഒന്നും വെക്കണ്ട, സ്റ്റഡി ക്യാബിൽ ക്ലാസ്സസ് ഒന്നും വേണ്ട എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നു. പിന്നെ ആലോചിച്ച് എന്തായാലും നമ്മൾ തുടങ്ങി വെച്ചല്ലേ, ഇനിയിപ്പം ക്ലാസ് അതിൻ്റെ രീതിക്ക് പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ആരും ഫാക്കൽറ്റീസിനെ കിട്ടണം എന്നുള്ള ഒരു ഇതുണ്ട്. ചെറിയ ഫീസിന് നമ്മൾ ചെയ്യുന്നില്ല. അപ്പം എല്ലാവരും അതിന് സമ്മതിക്കില്ല, അതാ പ്രശ്നം. അറേഞ്ച് ചെയ്യണം. ഒരു ഏപ്രിലൊക്കെ ആകുമ്പോൾ സെറ്റാക്കണം. ഏപ്രിൽ മെയ്യിൽ ഡ്യൂറേഷനിൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ട്. ചെയ്യും. കുറേ ആൾക്കാർ MCQ ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. എടാ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഈ വർക്കൗട്ട് ബാച്ച് ചെയ്യാനും അതേപോലെ MCQ സീരീസ് ചെയ്യാനൊക്കെ. അതിൻ്റെ ഒരു പ്ലാൻ കിട്ടുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പ്ലാനുകൾ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യാം, എങ്ങനെ അത് നടപ്പിലാക്കാം എന്നുള്ള ഒരു, ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒറ്റക്കായിട്ട് എങ്ങനെ അത് നടപ്പിലാക്കാം എന്നുള്ള, ഇനി ഇതിൽ കൂടണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ടും ചെയ്യാം. അപ്പോൾ അതിൽ ഇപ്പം ഒന്ന് ഫോർവേഡായിട്ട് വന്ന് ഓക്കെ ഞങ്ങളും കൂടി കൂടിയിട്ട് ഇതിലൊരു പ്ലാൻ, എന്തെങ്കിലും ഒരു ഐഡിയ പറയാൻ വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ഞാൻ അതിന് തയ്യാറാണ്. പെയ്ഡ് വേണമെന്നൊന്നുമില്ല, എനിക്ക് പെയ്ഡൊന്നും വേണ്ട, ഞാൻ അതിന് തയ്യാറായിരിക്കും. ഇത്രയായിട്ടും എക്സാമിന് 38-35 സംതിങ് ആണ് മാർക്ക് വരുന്നത്. പറയാം അങ്ങനത്തെ കാര്യങ്ങളിലോട്ട്. ഞാൻ ഇപ്പോൾ സബ്ജക്റ്റ് വൈസ് ഓരോന്ന് പറഞ്ഞു എത്തിയേ, അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് എത്തിയിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് വൈസ് ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ആ വർക്കൗട്ടിൻ്റെ കാര്യം, അങ്ങനത്തെ ബാച്ച്, MCQൻ്റെ കാര്യം. ഇപ്പോൾ IDT എന്തായാലും ഞാൻ ചെയ്യും കേട്ടോ. IDT നമ്മൾ ഗ്രൂപ്പ് ഉണ്ടല്ലോ, IDT ഗ്രൂപ്പിൽ നമ്മൾ എന്തായാലും IDTയുടെ വർക്കൗട്ട് സെഷൻ നമ്മൾ എന്തായാലും ചെയ്യും. പക്ഷേ മറ്റ് സബ്ജക്റ്റുകൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചു. ഇപ്പോൾ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അവർക്ക് ഒരു ഗൈഡ് കിട്ടുന്നില്ല. ഒരു ഗൈഡ് ചെയ്യാൻ ഒരു സംഭവം ഉണ്ട് വെച്ചാൽ കുറേ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ഞാൻ ആൻസർ അയച്ച് ഇതിൽ എന്താണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കൊടുത്ത് അത് തിരുത്തി കഴിഞ്ഞാൽ പിന്നെ ആ മിസ്റ്റേക്ക് വരുത്തൂല. അപ്പം അങ്ങനെ ഒരു ഗൈഡിങ് കിട്ടുന്നില്ല എന്നുള്ള പരാതി ഒരാൾക്കാർക്കുണ്ട്. IDT സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, IS ഉണ്ടല്ലോ, ഉണ്ട്. IDT സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, 2 ഗ്രൂപ്പ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്യിച്ചിരുന്നു IDT ഗ്രൂപ്പ്. IDT ഗ്രൂപ്പിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചലഞ്ച് ഉണ്ടായിരുന്നു, ഗിഫ്റ്റ് കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒറ്റയാൾ പോരാട്ടം ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ലിങ്ക് ഗ്രൂപ്പിലിടുന്നുണ്ട്. IDTയുടെ സെപ്പറേറ്റ് ഗ്രൂപ്പ്.
ഓക്കെ, ഒരു സബ്ജക്റ്റിൽ പാസ്സാവും, ബാക്കി 39 വന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഉത്തരം ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഇന്നത്തെ അജണ്ടയിൽ ഗൈഡൻസ് വേണമെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അതാണ് പ്രശ്നം, ഗൈഡൻസ് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ്. ശരിയാക്കാം നമുക്ക്. നിങ്ങൾ അതിൻ്റെ ഒരു ഇത് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാക്കാം. ഒരു പ്ലാൻ എന്തെങ്കിലും തരാമെന്നുണ്ടെങ്കിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമോ നോക്കാം. ആരെങ്കിലും ഇത് കേൾക്കുന്ന ആൾക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പായിട്ട് ചെയ്യാം. തമ്മിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താലൊന്നുണ്ട്. അതായത് തമ്മിൽ ഇപ്പം ഒരു ഗ്രൂപ്പ്, ഒരു 10 ആളെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, 10 ആൾ മാത്രം. അപ്പോൾ 10 ആൾക്കാർ എന്ത് ചെയ്യുക, കോസ്റ്റിങ് എന്ത് ചെയ്യുക, ആൻസർ. ഇപ്പം ഞാനൊരു ഐഡിയ ഇട്ടാണ് പറയുന്നത്, വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. അതായത് ഒരു ക്വസ്റ്റ്യൻ ഇടും, ആ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യുക, അയക്കുക. ഓക്കെ, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ്റെ കംപ്ലീറ്റ് ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവരും അയക്കുക. എന്നിട്ട് അതിൻ്റെ ഡിസ്കഷൻ നടത്തുക. ഓക്കെ, അതായത് ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് ആ സമയത്ത് തന്നെ എല്ലാവരും അയക്കണം. ഇപ്പോൾ 8 മണിയാണെങ്കിൽ 8 മണിക്ക് അയച്ചാൽ മതി. എല്ലാവരും ഒരുമിച്ച് അയക്കണം. അപ്പോൾ അതിൽ പല ആൻസേഴ്സ് കിട്ടും. മനസ്സിലായ? എന്നിട്ട് സെൽഫായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. നിങ്ങൾ ആ 10 ആൾക്കാർ, കുറേ ആൾക്കാരാകുമ്പോൾ പ്രശ്നമാണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ 10 ആൾക്കാരാണെങ്കിൽ സെറ്റ്. മനസ്സിലായോ? അപ്പോൾ 10 ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ബാച്ചാക്കി തിരിച്ചു കഴിഞ്ഞാൽ സെറ്റായിട്ട് നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റും. ടെസ്റ്റ് സീരീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് താങ്ങൂലടേ. ഞാനിതൊക്കെ കൂടി ഇപ്പം തന്നെ വീട്ടിൽ പരാതിയാണ്. ഞാനിത് പ്രത്യേകിച്ച് ഏണിംഗ് ഒന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണല്ലേന്ന്. ഞാൻ പറഞ്ഞ ഞാനത് വിടേണ്ടി വരും മൊത്തത്തിൽ. നമുക്കങ്ങനെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. അതായത് 10 ആൾക്കാർ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് സെറ്റാക്കിയിട്ട് അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാം. നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നടത്താം. കാരണം ആ 10 ആൾക്കാരുടെ ഡിസ്കഷൻ അടിപൊളിയായിരിക്കും. മനസ്സിലായോ? 10 ആൾക്കാരെ 10 മതി. 10ൽ കൂടിയാൽ ബോറടിക്കും, ചടപ്പാവും. 10 ആൾക്കാരുടെ ഡിസ്കഷൻ അതിനെക്കുറിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാച്ചാക്കി തിരിച്ച് നമുക്ക് ആദ്യം ഒരു ഗൂഗിൾ ഫോം ഞാൻ ഇടാം. ഓക്കെ, ഗൂഗിൾ ഫോം ഇട്ടിട്ട് താല്പര്യമുള്ളവർ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, നമ്പർ അടക്കം. എന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ 10 ആൾക്കാർ മാറ്റിയിട്ട് ഗ്രൂപ്പ് സെറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ ഗ്രൂപ്പിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇടും. അതെല്ലാ സബ്ജക്റ്റും നമുക്ക് ഇടാം. പക്ഷേ കോസ്റ്റിംഗ് ഒന്നും എനിക്ക് വല്ലാണ്ട് അറിയില്ല കേട്ടോ. അതിന് നിങ്ങളെ സഹകരണം നല്ല വേണ്ടി വരും. കോസ്റ്റിംഗ് ഒക്കെ അങ്ങനത്തെ സബ്ജക്റ്റൊന്നും വലിയ പിടുത്തമില്ല, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ നമുക്ക് ഒരു സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് അങ്ങനെ ഒരു ആലോചന ഉണ്ട്. ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയാണ്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ആദ്യം ഗൂഗിൾ ഫോം ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് കാര്യമായിട്ട് ചെയ്യണം. ബോത്ത് ഗ്രൂപ്പ് സിംഗിൾ ഗ്രൂപ്പ് ആ ബേസിസിലല്ലേ ഗ്രൂപ്പ് ആക്കുന്നത്. ബോത്ത് ഗ്രൂപ്പ് സിംഗിൾ ഗ്രൂപ്പ് അതും ആലോചിക്കണമല്ലോ അല്ലേ. ബോത്ത് ഗ്രൂപ്പ് ആണോ സിംഗിൾ ഗ്രൂപ്പ്? നമുക്ക് സബ്ജക്റ്റ് വൈസ് ആക്കാം, അതായിരിക്കും നല്ലത്. അങ്ങനെ ഗ്രൂപ്പ് വൈസ് അല്ല, അപ്പം സബ്ജക്റ്റ് വൈസ് ആക്കാം. അതെല്ലാ സബ്ജക്റ്റും വേണ്ടതാണ് അല്ലേ. നമുക്ക് എല്ലാ സബ്ജക്റ്റും വേണ്ടല്ലോ. നമുക്ക് കോസ്റ്റിംഗ് ആക്കാം, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആക്കാം. അതേപോലെ IDTക്കിന് ഓൾറെഡി ഉണ്ട്. പിന്നെ ടാക്സിന് സെപ്പറേറ്റ് വേണ്ടല്ലോ. അപ്പോൾ FM അങ്ങനത്തെ സബ്ജക്റ്റുകൾ മാത്രം. ലോ ഒന്നും വേണ്ട. ലോ ഒക്കെ അതിലിട്ടിട്ട് കാര്യമില്ല. ലോ വേണമെങ്കിൽ ലോ. അങ്ങനത്തെ സെലക്റ്റീവ് സബ്ജക്റ്റ് മാത്രം. FA വേണം. അങ്ങനെ സെലക്റ്റീവ് OPM SM വേണ്ട. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഒന്നും വേണ്ട. അക്കൗണ്ട്സിന് FA മാത്രം മതി. അപ്പം അങ്ങനെ സെലക്റ്റീവായിട്ട് നമുക്ക് കുറച്ച് ഗ്രൂപ്പ്, സബ്ജക്റ്റ് വൈസ് ഗ്രൂപ്പ്, അങ്ങനെ നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഇതിൽ ഫൈനലില്ലേ, ഫൈനലാർ സ്വന്തമായിട്ട് ചെയ്യാം. ഞാൻ എന്തെങ്കിലും ഗൈഡൻസ് തരാനാ? ഫൈനലാർക്ക് ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമില്ല. ഇൻ്ററൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫൈനലിൽ ഇനിയും ചോദിക്കുക ഗൈഡൻസ് താഴെ. ഗൈഡൻസിൻ്റെ ആവശ്യമില്ല. ഫൈനലൊക്കെ സെൽഫ് സ്റ്റഡി സാധനമാണ്. സെൽഫ് സ്റ്റഡി ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരണം ഫൈനലിൽ. ഫൈനലാർ വീണ്ടും ചോദിക്കുക അങ്ങനെ ഗൈഡൻസ് ഇല്ലേ? എന്ത് ഗൈഡൻസ് അങ്ങനെ ഇനി വേണ്ടേ? ഓക്കെ, സോ അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇത് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ റെമ്യൂണറൈസ് ആയിട്ട് എനിക്കൊരു ചായ മേടിച്ചെന്നാൽ മതി. കാണുമ്പോൾ ഓരോ ചായ മേടിച്ച് DT റിവിഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക സാർ. DT റിവിഷൻ ക്ലാസ് നമുക്ക് ഞാൻ ആലോചിക്കാം. DT റിവിഷൻ ക്ലാസ്, DT ഫൈനൽ ക്വസ്റ്റ്യൻ ബാങ്ക് ഏതാണ് നല്ലത്? മേടിച്ചു തരാം. ഓക്കെ, DT ആൻഡ് DT ഫൈനൽ ക്വസ്റ്റ്യൻ ബാങ്ക്. DTയിൽ നമ്മളെ CAൻ്റെ ബിരിയാണി വാങ്ങിത്തരും. ഓക്കെ, ആയിക്കോട്ടെ. DT ആൻഡ് IDTയിൽ DT നമ്മളെ AR1ൻ്റെ ഉണ്ടാവും. സിയുടെ മെറ്റീരിയൽ യൂസ് ചെയ്താൽ മതി DT ഫൈനലിന്. ഓക്കെ, സിയുടെ മെറ്റീരിയൽ യൂസ് ചെയ്യാം. AR1ൻ്റെ അല്ലെങ്കിൽ BB നമ്മളെ ബൻവർ ബൊറാനൻ്റെ ബുക്ക് മതി. അതിൻ്റെ കമ്പൈലർ യൂസ് ചെയ്താലും മതി. IDTക്ക് ഏതായാലും മതി. ഒരു യശ്വന്ത് മംഗളൊക്കെ ഉണ്ട്, പക്ഷേ സിയുടെ ക്വസ്റ്റ്യൻസ് DT സെറ്റാണോ? ഓക്കെ, അപ്പോൾ എല്ലാവരും ചായ മേടിച്ചു തരാൻ സെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും ചായ മേടിച്ചു തരും. ഞാൻ അങ്ങനെ ഒരു, പക്ഷെ കുറേ ആൾക്കാരായ കുറേ ഗ്രൂപ്പ് ആയാലും ഒക്കെ കൂടി മാനേജ് ചെയ്യാൻ പറ്റുമെന്നാവും പഠിച്ചോനെ. കുറേ ഗ്രൂപ്പും കുറേ ആൾക്കാരും
അപ്പം ഓക്കെ നോക്കാം. നമുക്ക് 10 പേരാകുമ്പോൾ കുറേ ഗ്രൂപ്പ്സോ അതെ 10 പേര് വെച്ചിട്ട് കുറേ ഗ്രൂപ്പ് വെച്ചാൽ എത്ര ആളാവും? നമുക്ക് എങ്ങനെയാലും 100 ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ തന്നെ 10 ഗ്രൂപ്പ്, ഓരോ സബ്ജക്റ്റ്, ഒരു സബ്ജക്റ്റിന് 10 ഗ്രൂപ്പ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓരോ പക്ഷെ അത് ആത്മാർത്ഥമായിട്ട് വരുന്നവർ വേണം, അല്ലാതെ വെറുതെ അങ്ങനെ 10 പേരിൽ ഇപ്പോൾ 2 ആൾക്കാർ ഒരു അഭിപ്രായമില്ല, മിണ്ടുന്നില്ല, അങ്ങനെ തീർന്ന് വേസ്റ്റായി. അങ്ങനെയുള്ളൊരു പാടില്ല, മനസ്സിലായി? അപ്പോൾ അല്ലാത്തവരായിരിക്കണം എന്നുള്ളതുണ്ട്. ഞാൻ നോക്കണം, മാക്സിമം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാം. ഓക്കെ, പുതിയ വന്നൊരു ആശയമാണ്. അതിൽ എനിക്ക് വലിയ റോളില്ല. അതായത് നിങ്ങളെ ഗൈഡ് ചെയ്യുക, ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇടും, എല്ലാവരും എഴുതുക. തെറ്റുള്ളത് ഞാൻ മാത്രമല്ല അവിടെ പറയണ്ടേ. നിങ്ങൾ 10 ആൾക്കാരുണ്ടെങ്കിൽ 10 ആളും സംസാരിക്കണം. അതായിരിക്കണം ആ ഗ്രൂപ്പിൻ്റെ അജണ്ട. അതാണ്, 10 ആൾക്കാരും സംസാരിക്കണം. 10 ആൾക്കാരും അതിൽ കാര്യം പറയണം, സംസാരിക്കണം, തെറ്റുള്ളത് തിരുത്തണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യണം. അതിനാണ് ആ ഗ്രൂപ്പ്. ക്വസ്റ്റ്യൻ ബാങ്ക് കാണുന്നില്ല. ക്വസ്റ്റ്യൻ ബാങ്ക് ശരിക്കും വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആയാലും മതി, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്താലും മതി. പക്ഷെ എന്താ വെച്ചാൽ ടാക്സേഷൻ പോലത്തെ അമെൻമെൻറ്റ് കിട്ടൂല. അതാണ് ക്വസ്റ്റ്യൻ ബാങ്ക് ആകുമ്പോൾ അമെൻഡഡ് ആയിരിക്കും. ഓക്കെ, കോസ്റ്റിംഗ് അങ്ങനത്തെ സബ്ജക്റ്റൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഒക്കെ തന്നെ മതി, ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, യെസ്. ഇനി എന്താ പറയണ്ടേ? നിങ്ങളെന്താ വിട്ടുപോയത്? CMA ടെസ്റ്റ് സീരീസിൻ്റെ കാര്യം ഞാൻ ഒന്ന് പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നത്, അതായത് കുറേ ആൾക്കാർക്ക് നന്നായി പഠിക്കാൻ അറിയാം, എഴുതാൻ അറിയില്ല, തീർന്നു. കുറേ ആൾക്കാരുടെ പ്രശ്നം അതാണ്. അടിപൊളിയായിട്ട് പഠിക്കും, 2-3 മാസം മെനക്കെട്ട് വൃത്തിക്ക് പഠിക്കും, എക്സാം എഴുതാൻ അറിയില്ല. എക്സാമിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. എക്സാം മാനേജ്മെൻറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ, പഠിക്കുന്നതിനേക്കാളും, അതായത് നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ട് പഠിക്കുന്നതിനേക്കാളും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സാം ഹാളിലെ മാനേജ്മെൻറ്റ്. കാരണം അത് പാളിയ പോലെ ഇരിക്കും. നിങ്ങൾ ആ 3 മാസത്തെ 2 മാസത്തെ എഫേർട്ട് ഫുള്ള് പോകും. എക്സാം പ്രത്യേകിച്ച് ഞാൻ അത് കണ്ടിട്ടുള്ള ഗേൾസിലാണ്, ബോയ്സിനേക്കാളും. ഒരുമാതിരി ഫുള്ള് വേറെ ടെൻഷൻ, അയ്യോ ഇനി എന്താ ചെയ്യുക, എക്സാം ആയില്ലേ, അങ്ങനെയായിട്ടുള്ള ടെൻഷൻ കാര്യങ്ങൾ. കാരണം അല്ലേ, ഗേൾസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഗേൾസിനെ അങ്ങനെ കണ്ടിട്ടുണ്ട്. എക്സാം ആകുമ്പോൾ കാണാം ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കും, സാറേ ടെൻഷൻ ആവുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എനിക്ക് ഇങ്ങനെ എന്തൊക്കെയോ ആവും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണില്ല, അവസാനത്തെ 10 ദിവസമൊക്കെ ആകുമ്പോൾ പറ്റണില്ല, എനിക്ക് ഇങ്ങനെ ആവുന്നു, എനിക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല, എല്ലാം മറന്നു പോകുന്ന പോലെ ഉള്ള ഫീല്. അങ്ങനത്തെ എക്സാം ആളെത്തിക്കഴിഞ്ഞാൽ തീർന്ന് ആകെ ഡൗണായി, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സത്യം പറയാം, അത് നിങ്ങൾ മാറ്റണില്ല വെച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നല്ല കയറിക്കും അതിൽ. കാരണം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റില്ല. അത് ഞാൻ പറയാം തഷ്രീഫെ, ഇൻറ്റേൺഷിപ്പിൻ്റെ കൂടെ എങ്ങനെ സ്റ്റഡീസ് കൊണ്ടുപോകാമെന്ന്. ഓക്കെ, അപ്പോൾ എക്സാം ഹാളിൽ അതെങ്ങനെ മാറ്റാമെന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ ഡൂ സം പ്രാക്ടീസ് ഓഫ് എക്സാംസ് കുറച്ച് പ്രാക്ടീസ് ചെയ്യാം. അതിനാണ് ടെസ്റ്റ് സീരീസ് ഞാൻ പറഞ്ഞത്, CMA ടെസ്റ്റ് സീരീസ്. അപ്പോൾ CMA ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമുക്ക് സ്റ്റഡി ക്യാബിലൊക്കെ നടത്താം, പക്ഷേ അതിനുള്ള നമുക്ക് എന്തില്ല, സോഴ്സ് ഇല്ല, ആൾക്കാരില്ല. ടെസ്റ്റ് സീരീസ് എടുത്തിട്ട് ഞാൻ ഈ 500 ആൾക്കാരുടെ പേപ്പർ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കഴിയൂല, മനസ്സിലായോ? അപ്പം സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ നടത്താമായിരുന്നു. പക്ഷേ ടെസ്റ്റ് സീരീസിനുള്ള നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടെസ്റ്റ് സീരീസ് കിട്ടും, ഗൂഗിൾ ചെയ്താൽ കിട്ടും. CMA ടെസ്റ്റ് സീരീസിന് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് പല രീതിയിൽ പർച്ചേസ് ചെയ്യാം. പേപ്പർ വൈസ് ഉണ്ട്, പേപ്പർ വൈസ് തന്നെ സബ്ജക്റ്റ്, നിങ്ങളെ ടോപ്പിക് വൈസ് ഉണ്ട്, പേപ്പർ ഫുൾ വൈസ് ഉണ്ട്. അപ്പോൾ പല ഐറ്റംസ്. ഇനിയിപ്പോൾ എല്ലാ പേപ്പറും ടെസ്റ്റ് സീരീസ് ചെയ്യരുത്. ഏതെങ്കിലും 1-2 സബ്ജക്റ്റ് മാത്രം, എല്ലാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സാമിൻ്റെ ആ ഒരു ഇത് കിട്ടാനാണ്. പിന്നെ അതുപോലെ തന്നെ MQP റിലീസ് ചെയ്യല്ലേ, MQP വീട്ടിലിരുന്ന് 2 മുതൽ 5 വരെ ഇരുന്ന് എഴുതുക. ഓക്കെ, 2 മുതൽ 5 വരെ MQP ഇരുന്ന് എഴുതുക. എന്ന് വെച്ചാൽ എക്സാം അറിയുന്ന ക്വസ്റ്റ്യൻ തെറ്റിക്കും, അതൊന്നും ചെയ്യാനില്ല. അറിയുന്ന ക്വസ്റ്റ്യൻ തെറ്റിക്കാണെങ്കിൽ കണ്ടിക്കുക, ഓക്കെ തെറ്റിച്ചു എന്നുള്ളത്. അങ്ങനെ തെറ്റിക്കരുത്. എക്സാം ഹാൾ മാനേജ്മെൻറ്റ് റിയലി ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റാണ് എക്സാം ഹാളിൽ മാനേജ് ചെയ്യാം. നമ്മൾ എക്സാം പഠിത്തത്തിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം ഹാളിൽ എങ്ങനെ നമ്മൾ ഇരിക്കുന്ന കാര്യമില്ലേ, എക്സാം ഹാളിൻ്റെ ആ ഒരു വെരി ഇമ്പോർട്ടൻ്റാണ്. അത് മതി എൻ്റെ ഒരു കുളവും നിങ്ങളത് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല വെച്ചാൽ.
ക്വസ്റ്റ്യൻ ബാങ്ക് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുക? ക്വസ്റ്റ്യൻ ബാങ്ക് സ്കാനർ ഇല്ലേ, ആ ശുഷിത പ്രകാശൻ്റെ സ്കാനർ യൂസ് ചെയ്യുക CMAക്കാർ, എക്സെപ്റ്റ് ടാക്സ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റും യൂസ് ചെയ്യാം. അപ്പം ശുഷിത പ്രകാശൻ്റെ സാധനം എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ പറഞ്ഞ് കോഴിക്കോട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. കോഴിക്കോട് സാധാരണ ഓൺലൈൻ പർച്ചേസ് ആക്കുകയാണ്, പക്ഷേ ടാക്സിന് നിങ്ങൾ ഇത് ചെയ്താൽ മതി, CAയുടെ മെറ്റീരിയൽ യൂസ് ചെയ്താൽ മതി. ദാറ്റ്സ് ബെറ്റർ, കുറച്ചുകൂടെ. ഓക്കെ, കോഴിക്കോട് എവിടെയോ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാളയത്തോ അവിടെ എവിടെയോ ആരോ പറഞ്ഞിരുന്നു എന്നോട്, ഞാൻ ആ സ്ഥലം മറന്നുപോയി. ഓക്കെ, അങ്ങനെ കോഴിക്കോട് ഇത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എനിക്ക് തോന്നുന്നു ശുഷിത പ്രകാശൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതുവഴി പർച്ചേസ് ചെയ്യാം ഓൺലൈനായിട്ട്. ഓക്കെ, ബൾക്കായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡിസ്കൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് വെച്ചാൽ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുക. അങ്ങനെ TVS ഉണ്ട് പാളയം മുതലക്കുളം. ഓക്കെ, ഈ പേര് തന്നെ പറഞ്ഞ് TVS, യെസ്, ഇങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത് പാളയത്ത്. യെസ്, അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞ് അവിടെ അത് അവൈലബിൾ ആണ്. CA മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ചെയ്താൽ മതിയോ? യെസ്, അല്ലാണ്ട് എക്സ്ട്രാ CA ക്വസ്റ്റ്യൻസും ചെയ്യാം. എക്സാം എഴുതുമ്പോൾ സിമ്പിളാണ്, എഴുതി ബട്ട് റിസൾട്ട് വരുമ്പോൾ മാർക്കില്ല. ഓക്കെ, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്ന് അറിയോ? അത് ഞാൻ ഒന്ന് പറയാം. അതായത് ഇപ്പം നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ട്, നന്നായി എഴുതിയിട്ടുണ്ട്, എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയാൽ പോരാ, ഇതിനേക്കാൾ മാർക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾ സർട്ടിഫൈഡ് കോപ്പി എടുക്കണം. ഇവിടെ നിൽക്കുന്ന എല്ലാവരും അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ, ഞാൻ എഴുതിയത് എവിടെയാണ് മിസ്സായി പോയത്, എവിടെയാണ് ആ പാളിച്ച പറ്റിയത് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സർട്ടിഫൈഡ് കോപ്പി എടുത്തേ പറ്റൂ. അതൊന്നുകിൽ RTA വഴി എടുക്കാം, അല്ലെങ്കിൽ ICMA വഴി എടുക്കാം. RTA വഴി ആകുമ്പോൾ അങ്ങനെ RTA വഴിയാണ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി സ്പീഡാക്കുക, കാരണം നേരം വൈകിയ കിട്ടുള്ളൂ. അപ്പോൾ നല്ല ലേറ്റ് ആവും ചിലപ്പോൾ അത് കിട്ടാൻ. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ RTA വഴിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൊടുക്കുക. ICMA വഴിയാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിന് 500 ആയിരിക്കും. ഇപ്പോൾ ഒരു പേപ്പറൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 500 റുപ്യ കൊടുത്ത് ICMA വഴി എടുത്തോളി. കുറേ പേപ്പേഴ്സ് എടുക്കണമെന്ന് വെച്ചാൽ RTA വഴി കൊടുത്തോളി. 10 റുപ്യ ആവുള്ളൂ ആപ്ലിക്കേഷൻ ചാർജ്. BPL ആണെങ്കിൽ അതുമില്ല, പിന്നെ DD എടുക്കേണ്ട ചാർജും വരും. അപ്പോൾ ആ സ്റ്റാറ്റസിൽ അറിയാം DD എടുക്കണോ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം എടുത്തിട്ട് അനാലിസ് ചെയ്യാനൊന്നുമില്ല, അത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, എവിടേക്കെ മാർക്ക് വന്നിട്ടുള്ളത്, നമ്മൾ എഴുതിയ പേപ്പറല്ലേ, അപ്പോൾ നമുക്കറിയാലോ എവിടേക്കെ മാർക്ക് വന്നിട്ടുള്ളത്, എങ്ങനെ ഒരു മാർക്ക് ഇട്ടിട്ടുള്ളത്, അപ്പം തന്നെ ഏകദേശം പിടുത്തം കിട്ടും. ഓക്കെ, ഇവിടെയൊക്കെ മാർക്ക് പോയിട്ടുണ്ടല്ലേ, ഇവിടെ മാർക്ക് പോയിട്ടുണ്ടല്ലേ, ഇതിന് മാർക്ക് കിട്ടിയിട്ടില്ല അല്ലേ. അപ്പം നമ്മളെ തന്നെ വിലയിരുത്തുകയാണ്. ആ മിസ്റ്റേക്ക് പിന്നെ നമ്മൾ വരുത്തൂല. നമ്മൾ കണ്ടല്ലോ, ഓക്കെ ഇങ്ങനെ ചെയ്തപ്പോൾ ഇത് മാർക്ക് കിട്ടിയിട്ടില്ല, ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പം ഇനി അടുത്തതിൽ പിന്നെ ആ സംഭവം ഓർമ്മ വന്നിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യില്ല, മിസ്റ്റേക്ക് വരുത്തൂല. അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി നമ്മൾ വീണ്ടും ആ മിസ്റ്റേക്ക് വരുത്തും, വീണ്ടും മാർക്ക് കുറയും. മനസ്സിലായോ? അപ്പോൾ ആ സർട്ടിഫൈഡ് കോപ്പി എനിക്ക് എടുത്ത് അനാലിസ് ചെയ്യുക എങ്ങനെയാണ്? സേഡാവണം. എനിക്കങ്ങനെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഓഡിറ്റിൽ. എൻ്റെ ഇൻ്ററിൽ ഓഡിറ്റിൽ എനിക്ക് എപ്പോഴും 30-31, എപ്പോഴും 30-31, എന്താണെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ സർട്ടിഫൈഡ് കോപ്പി എടുത്ത് നോക്കി എൻ്റെ സാറിന് ഞാൻ കാണിച്ചു, എൻ്റെ ആർട്ടിക്കിൾ സിഗ്മെൻ്റ് ഇടയിലായിരുന്നു. സാറിന് കാണിച്ചു. സാറ് പറഞ്ഞ് ഇത് സാറാണ് വാല്യൂ ചെയ്യുന്നതെങ്കിൽ 30 കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പക്ക സാഡായി, എൻ്റെ ഇത് ഫുള്ള് പോയി. അപ്പോൾ സാറ് പറഞ്ഞു തന്നെ, അതായത് നോക്കിക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ എന്തോ പറയുന്നത്, ആൻസർ വേറെ എന്തോ ചെയ്യുന്നത്, പിന്നെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു, അതിനൊന്നും മാർക്ക് കിട്ടുന്നില്ല. അതേപോലെ ഒരു ഹാഫ് പേജ് എഴുതിയൊരു സാധനം, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഹാഫ് പേജ് എഴുതിയൊരു സാധനം ഉണ്ടായിരുന്നു അതിൽ ആൻസറിൽ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, 4 മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം 4 പോയിന്റ് ഞാൻ എഴുതിയിട്ടുണ്ട്, 4 മാർക്ക് കിട്ടിയിട്ടുണ്ട്. 2 പേജ് എഴുതിയൊരു സാധനം ഉണ്ടായിരുന്നു, 2 പേജ് ഞാൻ എഴുതി, 2 പേജ്. ഓക്കെ, 0 മാർക്ക് കിട്ടിയത്, 0 മാർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 2 പേജ് 0 മാർക്ക്. അന്ന് 2 പേജ് എഴുതി 0 മാർക്ക് കിട്ടി, അതിൽ കണ്ടന്റ് ഒന്നുമില്ല, പിന്നെ എങ്ങനെ മാർക്ക് കിട്ടും? 2 പേജ് എഴുതിയില്ലേ, കാര്യമില്ല, കണ്ടന്റ് വേണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ പേജിനല്ല, പോയിന്റ് ഉണ്ടെങ്കിൽ മാർക്ക് അവർ തരുന്നുണ്ട്. അടുത്ത പ്രാവശ്യം ഞാൻ അതേപോലെ പോയിന്റ് വൈസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ ആ രീതിക്കാൻ പഠിച്ച് എനിക്ക് 65 മാർക്ക് സംതിങ് എന്തോ ഉണ്ടായിരുന്നു, എക്സംഷൻ അടിച്ച് ഓടിച്ച്. 30 കിട്ടിയെന്ന ഒരാൾക്ക് പെട്ടെന്ന് അങ്ങനെ 65 കിട്ടി. എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കി ആ മിസ്റ്റേക്ക് തിരുത്തി അടുത്തതിൽ ആ മിസ്റ്റേക്ക് വരുത്താതെ എഴുതി, പാസ്സായി മാത്രം എക്സംഷൻ കിട്ടി. അതാണ് പറഞ്ഞത്, ഇറ്റ്സ് പോസിബിൾ ആക്ച്വലി. അപ്പം അങ്ങനെ നോക്കണം. എപ്പം ബുക്ക് ടച്ച് ചെയ്യുമ്പോഴേ സങ്കടം വരുന്നത്. എന്തിന് സങ്കടം വരേണ്ട ആവശ്യം എന്താ? സങ്കടം വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അത് ചെയ്യട്ടോ. അതായത് മാർക്ക് കിട്ടിയില്ല എന്നുള്ള ഫീലുള്ള ഒരു പേപ്പർ എടുക്കണം, മസ്റ്റാണ്. കുറേ ആൾക്കാർ സ്റ്റിൽ അത് ചെയ്യാറില്ല. അത് ചെയ്യണം. പേപ്പർ എടുത്ത് നിങ്ങൾ അതിനായിട്ട് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. പേപ്പർ എടുത്ത് ആ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ഇരുന്ന് നോക്കുക എവിടെയാണ് പ്രശ്നം. ഞാൻ എൻ്റെ പോയിന്റ് വൈസ് എഴുതിയാൽ മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കേസ് പറഞ്ഞത്, അതായത് ഇപ്പോൾ ചിലത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും, അപ്പോൾ അത് വെറുതെ പാരഗ്രാഫ് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പോയിന്റ് വൈസ് കൊടുക്കാം. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് കുറച്ചൊക്കെ മോശമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പോയിന്റ് വൈസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്.
ബോത്ത് എഴുതുവാണെങ്കിൽ ഗ്രൂപ്പ് 2 220 ഗ്രൂപ്പ് 180 ഉള്ളെങ്കിൽ അതേ പാസ്സാവും, അഗ്രിഗേറ്റിൽ പാസ്സാവും. യെസ്, ബോത്ത് എഴുതുന്നത് നല്ലതാണ്. കാരണം ബോത്ത് എഴുതുമ്പോൾ സാറിൻ്റെ പോഡ്കാസ്റ്റ് കണ്ട സങ്കടം മാറും. ഓക്കെ, താങ്ക് യു. പോഡ്കാസ്റ്റ് ഇട്ടിട്ടൊക്കെ കുറേ ആലായി. അപ്പം ബോത്ത് എഴുതുമ്പോൾ അങ്ങനെ ഉണ്ട്, ബോത്ത് എഴുതിയാൽ ഗുണമുണ്ട്. അതൊരു ചോദ്യം കേട്ടോ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. അതായത് ബോത്ത് എഴുതണോ സിംഗിൾ എഴുതണോ? കൺഫ്യൂഷനാണ് സാറേ, എന്ത് എഴുതും? ഞാൻ എല്ലാവർക്കും കൊടുത്തൊരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സാഹചര്യവും നിങ്ങളുടെ സിറ്റുവേഷനും അനുസരിച്ച്, നിങ്ങളുടെ ആ ഒരു ടൈമും അനുസരിച്ച്, അതുപോലെ നിങ്ങളുടെ ക്യാപ്പബിലിറ്റി അനുസരിച്ച് നിങ്ങൾ എടുക്കേണ്ട ഡിസിഷനാണ് വെദർ യു ഷുഡ് റൈറ്റ് ബോത്ത് ഓർ സിംഗിൾ. ഇനി അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറാനും പാടില്ല. ഇനി ബോത്ത് എഴുതുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമല്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് എഴുതുമ്പോഴുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 പേപ്പർ ഒരുമിച്ച് എഴുതണം. ഒരു പേപ്പർ അടുത്ത പേപ്പറിലോട്ട് പോകുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഒരു ബ്രേക്കാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അതിലുള്ളത്. ഒരു ഹാഫ് ആൻ അവർ ബ്രേക്കാണ് കിട്ടുക, അതായത് ഒരു ഹാഫ് ഡേ ബ്രേക്കാണ് കിട്ടുക. അപ്പോൾ ഹാഫ് ഡേ ബ്രേക്കിൽ റിവൈസ് ചെയ്തിട്ടാണ് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാൻ. അതുപോലെ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പിലെ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഗ്രൂപ്പിലെ സബ്ജക്റ്റാണ് എത്തുന്നത്. അപ്പം നമ്മുടെ ലോ കഴിഞ്ഞിട്ട് നേരെ OPM-SM ആവും പോവുക, OPM-SM കഴിഞ്ഞാൽ FA ആവും പോവുക, FA കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ പിന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ് ഓഡിറ്റിക്കാൻ പോവുക. അത് കുറച്ച് നല്ലതാണ്, കാരണം FAയും കോർപ്പറേറ്റ് അക്കൗണ്ട് ഓഡിറ്റ് ഒരുമിച്ചാണ് വരുന്നത്. അപ്പം അക്കൗണ്ട്സാണ് പ്രശ്നം കുറയും. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന സാധനം ഏതാണ്? കോസ്റ്റിംഗാണ്. കോസ്റ്റിംഗ് കഴിഞ്ഞ പാട് നേരെ FM&BD ഒക്കെ പോവുക. അങ്ങനെ തന്നെ അല്ലേ റൂട്ട് പോകുന്നത്? യെസ് അല്ലേ? അതിൽ മിസ്സായോ? ലോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ടാക്സിൻ്റെ ഇടയിൽ ടാക്സ് ഉണ്ട്. ഓക്കെ, മറന്നുപോയി. ടാക്സ് എൻ്റെ ഞാൻ മറന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു അതില്ലേ, ആ ഒരു ഒപ്പം വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം. ആ ലാസ്റ്റ് വരെ മാനേജ് ചെയ്യാൻ പറ്റണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതിൽ ആ മാനേജ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റാണ്. ബട്ട് ടാക്സ് FA ക്ലാസ് മേടിച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. സോ ബോത്ത് ചെയ്യുന്ന റോങ് ഡെസിഷൻ ആവുമോ? ഇനി 12 ഡേയ്സ് ഉണ്ട്. അത് ഞാൻ പറയട്ടെ. അതായത് ടാക്സും FA ക്ലാസ് വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ അതിന് രണ്ടിനും അത്യാവശ്യം ക്ലാസ് കാണാനുള്ള സമയം പ്രൊവൈഡ് ചെയ്യണ്ടേ? അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്തതിലൊന്ന്, ക്ലാസ് കണ്ടാൽ മാത്രമേ നമ്മൾ പഠിക്കില്ല, ക്ലാസ് റിവൈസ് ചെയ്യണം. അത് രണ്ട്. അപ്പോൾ അത് രണ്ട് സമയം വേണം. പ്ലസ് സെക്കൻഡ് ഗ്രൂപ്പ് കൂടെ കൊണ്ടുപോകും വേണം. അത്യാവശ്യം നല്ലോണം സ്ട്രെച്ച് ചെയ്തിരിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. ബോത്ത് റോങ് ഡിസിഷൻ അല്ല, ഒന്ന് സ്ട്രെച്ച് ചെയ്തിരിക്കേണ്ടി വരും, വേറെ ഒന്നൊക്കെ തിരിയാതെ ഇരിക്കേണ്ടി വരും. അതായത് FA ക്ലാസ് കാണുമ്പോൾ തന്നെ സെക്കൻഡ് ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കൂടെ പഠിക്കുക, ടാക്സ് ക്ലാസ് കാണുമ്പോൾ തന്നെ സെക്കൻഡ് ഗ്രൂപ്പിൽ ഒരു സബ്ജക്റ്റ് കൂടെ പഠിക്കുക, അങ്ങനെ കൊണ്ടുപോവുക. അങ്ങനെ പാരലലി ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും ക്ലാസ്സിൻ്റെ കൂടെ, ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലെ ക്ലാസ് ആണെന്ന് ഇയാൾ കാണുന്നത്, സെക്കൻഡ് ഗ്രൂപ്പ് കൂടെ പഠിച്ചു പോവുക. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലാസ് അവിടെ തീരും ചെയ്യും, സെക്കൻഡ് ഗ്രൂപ്പ് ഏകദേശം പഠിച്ചും തീരും. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റണം. അപ്പം ഫസ്റ്റ് ഗ്രൂപ്പ് പിന്നെ റിവൈസ് ചെയ്താൽ മതി. അപ്പോൾ ആ രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും. നേരെ മറിച്ച് FA ഫുള്ള് കണ്ടിട്ടേ ടാക്സിക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ FA ഫുള്ള് കണ്ടിട്ടേ അടുത്ത സബ്ജക്റ്റിക്ക് പോവുള്ളൂ എന്ന് തോന്നിക്കഴിഞ്ഞാൽ സമയം മിസ്സാവും, തികയാതെ വരും. അപ്പോൾ കൂടെ കൊണ്ടുപോകാൻ പറ്റണം. അത്രേ ഉള്ളൂ. എക്സാംഷൻ ക്ലെയിം ചെയ്യാൻ എക്സാം അറ്റൻഡ് ചെയ്യാതിരുന്നാൽ മതി. യെസ്. അപ്പോൾ ബോത്ത് എഴുതണോ സിംഗിൾ എഴുതണോ പക്ക ഇവരുടെ ഡിസിഷനാണ്. നിങ്ങളുടെ സാഹചര്യം നോക്കണം. അതേപോലെ 8 പേപ്പർ ഒരുമിച്ച് എഴുതാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. 8 പേപ്പർ ഒരുമിച്ച് പഠിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ. അത് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണോ. ഒരു സബ്ജക്റ്റ് അങ്ങനെ ടഫ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡെസ്പ് ആകരുത്. ഓക്കെ, ഡെസ്പ് ആയാൽ അടുത്ത സബ്ജക്റ്റ് ഒക്കെ പോയി. അങ്ങനെ അതാ പറഞ്ഞത്, ഇത് സ്ക്വിഡ് ഗെയിം പോലെയാണ്. ഒരു സബ്ജക്റ്റ് ഇടയിൽ വെച്ച് ടഫാകും. ഓക്കെ, അതാ കുറേ ആൾക്കാർ ഔട്ടായി അപ്പം തന്നെ. അങ്ങനെ ഔട്ടാക്കാൻ അവർ ശ്രമിക്കുക. അങ്ങനെ ഔട്ടാവരുത്, നമ്മൾ പിടിച്ചു നിൽക്കണം. MCQ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടും? MCQ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, MCQ ബുക്കിലിട്ട് ICME ഇറക്കിയിട്ടുണ്ട്, അത് മൊത്തം ചെയ്തിട്ടേ നിങ്ങൾ എക്സാമിന് പോകാൻ പാടുള്ളൂ. കുറേ കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ഓൾറെഡി എഴുതിയവരാണെങ്കിൽ. ഓക്കെ, MCQ ബുക്കിലിട്ട് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. MCQ ബുക്കിലിട്ട് ICME ഇറക്കി. അതും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്താണ്, എക്സ്ക്ലൂസീവ്ലി December 2024 അവിടെ മുതൽ റിലീസ് ചെയ്ത പുതിയ MCQ ബുക്കിലെട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഇനിയും അതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതിൽ തെറ്റ് തിരുത്തിയിട്ട് വേണം പഠിക്കാൻ. തെറ്റുണ്ട്. ചില ക്വസ്റ്റ്യൻസിന് ആൻസർ തെറ്റാണ്, തെറ്റ് തിരുത്തിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അയ്യോ. അപ്പോൾ CMA ടെസ്റ്റ് സീരീസിൻ്റെ കാര്യം പറഞ്ഞ്, ബോത്ത് സിംഗിളിൻ്റെ കാര്യം പറഞ്ഞ്, ഓരോ സബ്ജക്റ്റിൻ്റെ കാര്യം പറഞ്ഞ്, എന്താ പറയണ്ടേ, നിങ്ങൾ ചോദിച്ചോളേ. എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ പറയാം. ഇന്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് ട്രെയിനിങ് ചെയ്യണമാണോ നല്ലത്? അത് നിങ്ങളിഷ്ടം. ട്രെയിനിങ് കുറേ ആൾക്കാർ അതിന് ഡമ്മി അല്ലേ. CMA കുറേ ആൾക്കാർ ഡമ്മി അല്ലേ. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഉള്ളൊരു ഡിസ്കഷനിൽ അതിനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡമ്മി ചെയ്തിട്ട് ആരും ശ്രദ്ധിക്കുക. ഡമ്മി ചെയ്യുന്നത് ഈ സ്റ്റേജിൽ ഡേഞ്ചർ. കുറേ സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ആവില്ല. നിങ്ങൾ ഈ ഒരു ലെവലിൽ തന്നെ ഇങ്ങനെ നിൽക്കും. ട്രെയിനിങ് കയറിയാൽ പഠിക്കാൻ പാടാണോ? അത് ഞാൻ പറയാം. അതായത് ട്രെയിനിങ്ങും പഠിത്തവും കൊണ്ടുപോകാൻ ഇപ്പോൾ ഒരു ഗ്രൂപ്പെങ്കിലും കിട്ടിയിട്ട് ട്രെയിനിങ്ങിന് കയറുക, അതായിരിക്കും നല്ലത്. ഒരു ഗ്രൂപ്പ്
ഈ 2 ഗ്രൂപ്പ് പെൻഡിങ് വെച്ചിട്ട് ട്രെയിനിങ്ങിന് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ട് തോന്നും. കാരണം ട്രെയിനിങ് തന്നെ അത്യാവശ്യം ജോലി പോലെ തന്നെയാണ്. 9:30 to 5:36 വരെ വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കണ്ടേ. ഈ സിസ്റ്റത്തിൻ്റെ മുന്നിലിരിക്കുന്ന കൂലിപ്പണിക്ക് പോണതിനെക്കാട്ടിയും എന്താ ടയേർഡാവും. ശരിയല്ലേ? ആണ്, ഭയങ്കര ടയേർഡാവും ഈ സിസ്റ്റത്തിൻ്റെ മുന്നിലിരിക്കുന്നത്. ഭയങ്കര ടയേർഡ്. പിന്നെ ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്യുക. ഈ മറ്റേ ഗ്ലാസ് ഇല്ലടാ, ഈ സിസ്റ്റത്തിൻ്റെ യൂസ് ചെയ്യുന്ന ഗ്ലാസ്, അത് യൂസ് ചെയ്താൽ കുറേ നല്ലതാണ്. കണ്ണിന് കുറേ ഇതുണ്ടാവും. കാരണം രാത്രി പഠിക്കാനാണ് നിങ്ങൾക്ക് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുമ്പോൾ ഗ്ലാസ് യൂസ് ചെയ്ത് വെക്കുക. അപ്പോൾ കുറേ ടയർഡ്നെസ് മാറിക്കിട്ടും. എൻ്റെ ക്ലാസ്സിൽ നിന്ന് കുറേ പേർ ഡമ്മി ട്രെയിനിങ് ഉണ്ട്. ആ ഡമ്മി ട്രെയിനിങ് ആയാൽ എന്താ പ്രശ്നം എന്നറിയോ? ഇപ്പം നിങ്ങൾ ഈ ലെവലിൽ നിങ്ങൾ ജോലിക്ക് കയറി എങ്ങനെ ഉണ്ടാവും? ആ അവസ്ഥ ആയിരിക്കും. അത്രേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ട്രെയിനിങ്ങിന് കയറി കഴിഞ്ഞാൽ നമ്മൾ കുറേ ചീത്ത കേൾക്കണം. ചീത്ത കേട്ടൊന്ന് തഴകാനുണ്ട്. എന്ത് വന്നാലും ഒരു പ്രശ്നമില്ല എന്നുള്ളൊരു മൂഡില്ല. ഏത് മൂഡ്? ആ മൂഡ് എത്തണം നമ്മൾ. അതേപോലെ ഒരു ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുക, ടീമുമായിട്ട് സർക്കിൾ ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ക്ലയൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ആ ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടുള്ളൂ. മസ്റ്റാണ് ട്രെയിനിങ്. കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെ ഇല്ലേ? ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പറയില്ലേ, ഫൈനൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫൈനലിൽ പോരും ട്രെയിനിങ് അവിടെ നിന്ന് സെറ്റാക്കാം ഇല്ലേ? ഫൈനലിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഫൈനൽ പേഴ്സൺ ആരെങ്കിലും സ്റ്റിൽ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈനലിനെ കുറിച്ച് ഞാൻ പറയാം. ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഫൈനലിൻ്റെ ആൾക്കാർ? സ്റ്റിൽ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫൈനലിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയാം. അല്ലെങ്കിൽ ഉണ്ട് ജസ്റ്റ് ബാക്കി കാര്യങ്ങളെന്ന് പറയാം. ഒരാളുണ്ട്. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? യെസ്, എനി ഫൈനൽ പേഴ്സൺസ്, ഫൈനൽ അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും, ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്ത് ഫൈനലിലോട്ട് വന്നിട്ടുള്ള. എങ്ങനെ നല്ല ഫോം സെലക്ട് ചെയ്യും പറയാം. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളെപ്പോൾ തുടങ്ങിയ 7:45 ആൻഡ് ഇറ്റ്സ് 9:30. ഓക്കെ, ഫൈനലിനെ കുറിച്ച് പറയാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ യൂസ് സം റെക്കോർഡഡ് ക്ലാസ്സസ്. ട്രെയിനിങ്ങിൻ്റെ കൂടെ റെക്കോർഡഡ് ക്ലാസ്സസ് വാങ്ങിയിട്ട് നിങ്ങൾ കണ്ട് തുടങ്ങുക. അതിൽ IDT DT നിങ്ങൾ റെക്കോർഡഡ് വാങ്ങണം എന്നില്ല. ഇഫ് യു ആർ മച്ച് കംഫർട്ടബിൾ ഇൻ ഇൻ്ററിൽ അത്രയും കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമിന് ബ്ലൂയിങ് അലൗഡ് അല്ലേ? ആണല്ലോ, നിങ്ങൾക്ക് ആ പ്രശ്നമില്ലല്ലോ. CA പ്രശ്നം. ഓക്കെ, അപ്പം ഞാൻ വായിച്ചു പറയാതെ. അപ്പോൾ നിങ്ങൾ ഇപ്പം CFR എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട്, റെക്കോർഡഡ് വാങ്ങി കണ്ടു നോക്കുക, കുഴപ്പമില്ല. അതേപോലെ നമ്മുടെ SCM, DT IDT വാങ്ങണ്ട എന്ന് ഞാൻ പറയുന്നില്ല. DT IDT എപ്പോഴും ഇൻ്റർനാഷണൽ ടാക്സേഷൻ ന്യൂ ആണ്, അത് കറക്റ്റാണ്. പക്ഷെ അത് യൂട്യൂബിലൊക്കെ കുറച്ച് ക്ലാസ്സസൊക്കെ വെച്ച് മനസ്സിലാക്കാൻ പറ്റും. അത് UTT വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. ഇഫ് യു അത്രയും കംഫർട്ടബിൾ അല്ലെങ്കിൽ വാങ്ങുക. എല്ലാം കൂടി വാങ്ങാൻ തന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് ആവും. അതാണ് ഞാൻ പറയുന്നത്. കുറേയൊക്കെ സെൽഫ് സ്റ്റഡി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓഫ്ലൈൻ ക്ലാസ് പോകണം എന്ന് ഞാൻ പറയുന്നില്ല, പോകണമെങ്കിൽ പോകാം. പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ഇത് മാനേജ് ചെയ്യാൻ ട്രെയിനിങ് കൂടെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ പണി പാടും. ട്രെയിനിങ്ങും ഓഫ്ലൈൻ ക്ലാസ്സും ചിലപ്പം നടക്കണമെന്നില്ല. അപ്പോഴാണ് നമ്മൾ കമ്പൽഡ് ആവുന്നത് എന്തിന്? ഓക്കെ, ട്രെയിനിങ് ഡമ്മടിക്കാം, ഓഫ്ലൈൻ ക്ലാസ്സിന് പോകാം എന്നുള്ളത്. അപ്പോൾ ചൂസ് വൈസ്ലി. നിങ്ങൾ അങ്ങനെ അറിഞ്ഞ് നോക്കി തീരുമാനിക്കുക എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഫൈനൽ എനിക്ക് അത്ര ടിപ്പേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഫൈനൽ എപ്പോഴും ബോത്ത് ചെയ്തുന്നത് നല്ലതായിരിക്കും. കാരണം ഗ്രൂപ്പ് 4 ഈസ് കമ്പാരിറ്റീവ്ലി ഈസി ഫ്രം ഗ്രൂപ്പ് 3. സോ ഗ്രൂപ്പ് 4 മാർക്ക് ഹയസ്റ്റ് ആയിട്ട് കയറി കഴിഞ്ഞാൽ ഗ്രൂപ്പ് 3 ഇങ്ങനെ സെറ്റായിട്ട് വേഗം കയറി പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ബോത്ത് ആണ് നല്ലത്. CMA ഫൈനൽ എപ്പോഴും ബോത്താണ് നല്ലത്. മാനേജബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് എടുത്ത് എഴുതുക. ഓക്കെ, മാനേജബിൾ ആണെങ്കിൽ ബോത്താണ് നല്ലത്. ഇത്രയേ ഉള്ളൂ അതിൽ ടിപ്പ്. ബാക്കി ഫൈനലായത് നിങ്ങൾ ഫൈനലെത്തിയില്ലേ, ഇനി ഫൈനലായി അത്യാവശ്യം മെച്ചോർഡായി. സോ യു ഷുഡ് ടേക്ക് യുവർ ഓൺ ഡിസിഷൻസ്. ഗൈഡിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യങ്ങളിൽ മാത്രം ഗൈഡ് ആരുടെയെങ്കിലും ചോദിക്കുക, മനസ്സിലാക്കുക ചെയ്യാം. ബാക്കിയൊക്കെ സ്വയം ഡിസിഷൻസ് എടുക്കുക. യു ഷുഡ് ബി ക്യാപ്പബിൾ ഓഫ് ദാറ്റ്. ട്രെയിനിങ്ങിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റും ഫൈനൽ, അത് പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് സ്വന്തമായിട്ട് പഠിക്കുന്നതിനേക്കാളും ഒരു ക്ലാസ് ചറപറ ക്ലാസ് പർച്ചേസ് ചെയ്തിട്ട്, അത് ഞാൻ പറയാം. CFR, SCM, SPM, BV എല്ലാം കൂടി പർച്ചേസ് ചെയ്ത് കാണാൻ തുടങ്ങി ചെയ്യരുത്. ഏതെങ്കിലും ഒരു ക്ലാസ് പർച്ചേസ് ചെയ്യുക, പതുക്കെ കണ്ടു തുടങ്ങുക. പകുതിയൊക്കെ ആയും തോന്നിക്കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് പർച്ചേസ് ചെയ്യുക. എന്നിട്ട് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുക. കാരണം നമ്മൾ ആ ട്രാക്കിലോട്ട് എത്തണമെങ്കിൽ സമയമെടുക്കും. ഫൈനലാണ്, ഞാൻ വലിയ ആളായി എന്നിട്ട് ചാടി കയറി ഒന്നിനും നിൽക്കരുത്. ഒരു ക്ലാസ്സൊക്കെ പർച്ചേസ് ചെയ്ത് വെറുതെ കണ്ട് സെറ്റാക്കി അങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ അടുത്ത് നോക്കി അങ്ങനെ ബിൽഡ് ചെയ്യുക. ഒറ്റയടിക്ക് ഒന്നും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ബേർഡനായി തോന്നും. പിന്നെ കുറേ ഇതാണുമ്പോഴേ ഭയങ്കര ബേർഡനായി തോന്നും. സോ അങ്ങനെ ബേർഡനായി തോന്നരുത്, സിമ്പിളായി തോന്നണം. ആൻഡ് ഇൻ്ററിനെക്കാളും ഈസിയാണ് ഫൈനൽ, അതും കൂടി ഞാൻ പറയാം. അപ്പോൾ ഇൻ്ററായി പെട്ടെന്ന് പാസ്സാകുക, ഫൈനലി ഈസി, വേഗം പാസ്സാകാൻ പറ്റും. ഓൺലി ഫോർ 2-3 hours. ബട്ട് ഒരു എന്താ
കുറേ ഓഡിറ്റിംഗ് വർക്ക് വേക്കൻസി വരുന്നുണ്ട്, ഓൺലി ഫോർ 2-3 hours. അതിനൊന്നും പോകണ്ട. എന്തിനാണിത്? പഠിക്കുകയാണെങ്കിൽ പഠിക്കുക. ഈ ഓഡിറ്റിംഗ് വർക്കിൻ്റെ വേക്കൻസിക്കൊക്കെ ഇപ്പം തന്നെ പോകുന്നതിന് ഞാൻ അങ്ങനെ ഇത് പറയുന്നില്ല. ഒരാൾ ചോദിക്കുന്നത് എങ്ങനെ നല്ല ഫേം സെലക്ട് ചെയ്യാന്നുള്ളത്. നല്ല ഫേം സെലക്ട് ചെയ്യാൻ അത്രേ ഉള്ളൂ. അതായത് നിങ്ങളെ കൂടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് നല്ലോണം ചോദിച്ചു നോക്കുക. അത്രേ ഓപ്ഷനുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല ഇതിൽ നല്ല ഫേം ചൂസ് ചെയ്യാൻ. നല്ലോണം നമ്മൾ അന്വേഷിക്കണം, ആൾക്കാരോട് ചോദിച്ച് അന്വേഷിക്കണം എവിടെയൊക്കെയാണ് നല്ലത്. ഫ്രണ്ട് കണ്ടെത്താൻ വേണ്ടി പോകാറുണ്ട്. ഓക്കെ, പോകുന്നതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ പഠനം മുടക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, പഠനത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു ബാക്കി കാര്യങ്ങൾ ചെയ്തിരുന്നത്. കാരണം ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് മോശമാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല. വി ഷുഡ് അല്ലേ, പോകേണ്ടി വരും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് മോശമാണെങ്കിൽ. ഓക്കെ, നല്ല ഫേം കണ്ടെത്താൻ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അന്വേഷിക്കുക. ഇനി ഒരു ഫേം കയറി ഇഷ്ടമാവുന്നില്ല, ഇറങ്ങുക, അത്രേ ഉള്ളൂ. സെറ്റാവണില്ല, ഇറങ്ങുക. ഓഡിറ്റിംഗ് ഫേമിൽ പോകുന്നതാണോ നല്ലതാണോ? അതിപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട് ട്രെയിനിങ്ങിന്. ഒന്നുകിൽ നിങ്ങൾക്ക് കമ്പനി പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് CA-CMA ഫേം പോകാം. CA-CMA ഫേം പോയി കഴിഞ്ഞാൽ നിങ്ങൾ തിയററ്റിക്കലി പഠിക്കുന്ന ഒരുപാട് സാധനങ്ങൾ പ്രാക്ടിക്കലി അവിടെ കാണാം. GST, ഇൻകം ടാക്സ്, കമ്പനിയുടെ ഫയലിങ്സ്, അക്കൗണ്ട്സ് വർക്കുകൾ. അവിടെ കോസ്റ്റിംഗ് കാണൂല, FM കാണൂല, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കാണൂല. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. ബാക്കി സബ്ജക്റ്റ് എല്ലാം നിങ്ങൾക്ക് അവിടെ ലൈവായിട്ട് കാണാം, ഓഡിറ്റിംഗ് അടക്കം. ഇനി CA-ക്കാർ ചെയ്യുന്ന ടാക്സ് ഓഡിറ്റ് അടക്കം നിങ്ങൾക്ക് ചെയ്യാം. ടാക്സ് ഓഡിറ്റ് നിങ്ങൾക്ക് ഇല്ലല്ലോ, വരും എന്ന് വിചാരിക്കുന്നു. നല്ല അതിൻ്റെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കാം. ഇനി കമ്പനീസിലാണെന്നുണ്ടെങ്കിൽ കമ്പനീസിൻ്റെ അവിടുത്തെ ഒരു അക്കൗണ്ട്സ് ലെവലിലായിരിക്കും നിങ്ങളവിടെ വർക്ക് ചെയ്യുക. ഇനി ഏതിലാണ് പ്രഷർ കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ CA-CMA ഫേമിലായിരിക്കും പ്രഷർ കൂടുതൽ. ചീത്ത കേൾക്കേണ്ടി വരും, ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ പഠിക്കാം. അതൊക്കെ ഒരു പഠനമാണ്, അതൊക്കെ വേണമെന്നാണ് പറയുന്നത്. നമ്മൾ തന്നെ ഒന്ന് ഡെവലപ്പായി വരും. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ആർട്ടിക്കിൾഷിപ്പ് പീരീഡ് ഉണ്ടല്ലോ, ആ ഒരു ഭയങ്കര പീരീഡാണ്. 6 month ഫേം ആൻഡ് 1 year കമ്പനി പോസിബിൾ ആണോ? അതെനിക്കറിയില്ല കേട്ടോ. അങ്ങനെ എനിക്ക് പറ്റുമെന്ന് പറ്റേണ്ടതാണ്. കാരണം ടെർമിനേഷൻ എടുത്തിട്ട് അടുത്തേൽ ജോയിൻ ചെയ്താൽ മതി. വീണ്ടും T4 സാധനങ്ങളിൽ അപ്ലോഡ് ചെയ്താൽ മതി. ടാക്സ് ഓഡിറ്റ് ഫോർ CMA-CC ഒഫീഷ്യലി ലോഞ്ച് ചെയ്തു. ലോഞ്ച് ചെയ്തോ? എനിക്കറിയില്ലല്ലോ. അതിൻ്റെ എന്തോ ഒന്നും വന്നില്ലല്ലോ, നോട്ടിഫിക്കേഷൻ വന്നോ? അറിയില്ല, ഞാൻ കണ്ടില്ല. അത് ഈ ബഡ്ജറ്റിൽ ഈ പുതിയ ഡയറക്റ്റ് ടാക്സ് കോഡ് വരുമ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നു വരുന്നു, പക്ഷേ അതിലും വന്നില്ല. അതാ പിന്നെ ഉണ്ടായത്. എനിക്കതിൽ പ്രത്യേകിച്ച് ഒപ്പീനിയൻ ഇല്ല. CMA എനിക്കറിയില്ല. അതിൽ പ്രശ്നം എന്താണെന്നറിയോ? അത് ഇപ്പോൾ മൊത്തത്തിലൊരു പറച്ചിലില്ലേ, CMA is easier than CA ഇല്ലേ? ഇപ്പോൾ CA-ക്കാരൊക്കെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടാക്സ് ഓഡിറ്റ് ചെയ്യണം നിങ്ങൾക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഡു CA. വൈ യു ആർ സീയിങ് എന്താ പറയുക CMA? അത് പറയുന്നത് നിങ്ങൾ CA ചെയ്തോളിന്നല്ലേ, ടാക്സ് ഓഡിറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ. ആ ഒരു റൈവറിലി പണ്ടേ ഇല്ലേ, ICAI ആണോ ICMA ആണോ, ആ പ്രശ്നം തന്നെ പണ്ടുണ്ടായിരുന്നു. അതായത് ICAI ഞങ്ങളുടെയാണ്, ഭർത്താൾ ആൾക്കാർ ICAI നിങ്ങളുടെയല്ല ഞങ്ങളുടെയാണ്. അങ്ങനെ ലാസ്റ്റ് കേസ് വന്ന് ലാസ്റ്റ് ICAI ആർക്കെന്നെ ആക്കി, CA കിട്ടി. അത് നിങ്ങൾ ICMA ആയത്. അല്ലെങ്കിൽ രണ്ടാളും ICAI. പണ്ട് രണ്ടാളും ICAI പോലെയൊന്നും കിടന്നിരുന്നത്. പൊളിറ്റിക്സ് ആണ്. അല്ല എന്തായി എനിക്കറിയില്ല. അൽത്താഫ് സാറിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ട്രെയിനിങ് കഴിയുന്നതിന് മുമ്പേ ഏതൊക്കെ സ്കിൽ നമ്മുടെ കയ്യിൽ വേണം? ഒന്നും വേണ്ട, ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടും. കാരണം ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ചെയ്യേണ്ടി വരും. മാൻഡേറ്ററി നമ്മളോട് ചെയ്യും. ടാലി അറിയില്ല, ചെയ്യേണ്ടി വരും. MS ഓഫീസ് അറിയില്ല, ചെയ്യേണ്ടി വരും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ചെയ്ത് പഠിക്കും. കോഴ്സ് വേണമെന്നില്ല. കോഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. 3 month കോഴ്സിനൊക്കെ വീണ്ടും പോയി കഴിഞ്ഞാൽ സമയം അവിടെ ലാപ്സ് ആവും, അത്രേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റഡി ക്യാബിൻ്റെ ഒരു സംഭവം ലോഞ്ച് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഈ കോഴ്സുകൾ പഠിപ്പിക്കാൻ. അതായത് GST, ഇൻകം ടാക്സ്, നമ്മളെ ടാലി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ 3 month കോഴ്സിൽ മൊത്തം പഠിച്ചെടുക്കാം, പ്രാക്ടിക്കലി പഠിച്ചെടുക്കാം. പക്ഷേ ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയർ എന്നുള്ള കേസാണ് പ്രശ്നം. ഓഫീസ് അറ്റ്മോസ്ഫിയർ കിട്ടണമെങ്കിൽ നമ്മൾ ട്രെയിനിങ്ങിന് തന്നെ പോകണം. ഹൗ ടു പ്ലാൻ ഫോർ അതിന് മുമ്പുള്ള ചോദ്യം എന്താ? സെക്കൻഡ് ഗ്രൂപ്പിലെ 3 സബ്ജക്റ്റ് കൂടെ 1 എക്സംഷൻ ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിൽ കോസ്റ്റിങ്ങും ടാക്സ് എക്സംഷനും വേണ്ടി എഴുതാൻ നല്ലതാണ്. എന്താ? സെക്കൻഡ് ഗ്രൂപ്പിലെ 3 സബ്ജക്റ്റ് കൂടെ 1 എക്സംഷൻ ഉണ്ട്. 3 സബ്ജക്റ്റിൻ്റെ കൂടെ സെക്കൻഡ് ഗ്രൂപ്പിലെ 3 സബ്ജക്റ്റിൻ്റെ കൂടെ 1 എക്സംഷൻ ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിലെ കോസ്റ്റിങ്ങിലും ടാക്സും എക്സംഷന് വേണ്ടി എഴുതുന്നത് നല്ലതാണ്. ഇല്ല, അപ്പോൾ അതെങ്ങനെ മനസ്സിലായില്ല? ഓൾറെഡി ഒരു എക്സംഷൻ ക്ലെയിം ചെയ്തിട്ടില്ലേ? അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് വേണ്ടി എഴുതുമ്പോൾ ഇനി എക്സംഷൻ ക്ലെയിം പറ്റുമോ? ആ ചോദ്യം മനസ്സിലായില്ല. ഹൗ ടു പ്ലാൻ ഫോർ ജൂൺ എക്സാം, അതല്ലേ ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്.
പ്ലാൻ ഫോർ ജൂൺ എക്സാം നിങ്ങൾ ഓൾറെഡി റിപ്പീറ്റേഴ്സ് അല്ലേ, ഇതിലുള്ള അധികം ആൾക്കാരും റിപ്പീറ്റേഴ്സാണ്. അത് ഞാൻ പറയട്ടോ. സോ റിപ്പീറ്റഡ് സ്റ്റഡി ഒഴിവാക്കുക, പഠിച്ച തന്നെ വീണ്ടും പഠിക്കുക, പഠിത്തത്തോട് പഠനം. അതല്ല വേണ്ടത്. പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, ഡിസംബറിൽ നിങ്ങൾ പഠിക്കാതിരുന്നിട്ടില്ലല്ലോ, പഠിച്ചിട്ടുണ്ടല്ലോ, റിവൈസ് ചെയ്യുക. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യുക. അതായത് അറിയുന്ന ഒരു ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് കുത്തിയിരിക്കണ്ട, ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, അറിയുകയാണ്, ഇതെനിക്കറിയാമെന്ന് ഉറപ്പ് വരുത്തുക. ആ ഉറപ്പ് വരുത്താൻ അധികം സമയം എടുക്കില്ല. അറിയാത്തതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മനസ്സിലായ? ഇത് പല ആൾക്കാരും ചെയ്യൂല. വീണ്ടും വീണ്ടും പഠിച്ചതിന് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അതേ സാധനങ്ങൾ ആ ലൂപ്പിൽ കിടന്ന് കളിക്കും. ഓക്കെ, സോ റിപ്പീറ്റഡ് സ്റ്റഡി മടുപ്പാണ്, അങ്ങനെ വേണ്ട. അറിയാത്തത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എക്സാം എഴുതുന്നത്, ഓക്കെ, നമ്മൾ ലൂസേഴ്സ് മീറ്റപ്പ് അല്ലേ നടത്തുന്നത്. ആദ്യമായിട്ടാണ് എക്സാം എഴുതുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റഡി സ്റ്റഡി സ്റ്റഡി, ബോത്താണെങ്കിൽ സ്റ്റഡി സ്റ്റഡി സ്റ്റഡി. ഫസ്റ്റ് അറ്റംപ്റ്റ് ഈസ് ദി ബെസ്റ്റ് അറ്റംപ്റ്റ്, അതിന് കൂടി ഞാൻ പറയാം. ഇതിൽ റിപ്പീറ്റേഴ്സിന് അതന്നെ കാര്യം പറയാണ്ടാവും അല്ലേ. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നന്നായി പഠിച്ചാൽ മതിയായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ഈസ് ദി ബെസ്റ്റ് അറ്റംപ്റ്റ്. യെസ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ഈസ് ദി ബെസ്റ്റ് അറ്റംപ്റ്റ്. അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് വേറെ കിട്ടൂല. അത്രയും ടൈം, അങ്ങനത്തെ ക്ലാസ്സസ്, അത്രയും ആ ഒരു സുഖം, ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും പിന്നീട് കിട്ടൂല. ആൻഡ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഈസ് ദി ബെസ്റ്റ് അറ്റംപ്റ്റ്. സാറിൻ്റെ നൈറ്റ് 12 മണിക്ക് ആയിരുന്നു GST ക്രാഷ് ഓർമ്മ വരുന്നു. ഓ, ബാക്കി സെക്കൻഡ് ഗ്രൂപ്പിൽ പോലെ ഒരു സബ്ജക്റ്റ് എക്സംഷൻ ആൻഡ് ബാക്കി 3 സബ്ജക്റ്റിൻ്റെ കൂടെ ഫസ്റ്റ് ഗ്രൂപ്പ് കോസ്റ്റിംഗ് ആൻഡ് ടാക്സ് എക്സംഷന് വേണ്ടി എഴുതാൻ നല്ലതാണ്. ഓക്കെ, അങ്ങനെ സെക്കൻഡ് ഗ്രൂപ്പിൽ ഒരു സബ്ജക്റ്റിൽ എക്സംഷൻ ഉണ്ട്, ബാക്കി 3 സബ്ജക്റ്റിൻ്റെ കൂടെ ഫസ്റ്റ് ഗ്രൂപ്പിലെ കോസ്റ്റും ടാക്സും എക്സംഷന് വേണ്ടി എഴുതുന്നത് നല്ലതാണ്. പക്ഷെ അങ്ങനെ എക്സംഷന് വേണ്ടി എഴുതിയാൽ പ്രശ്നം അതല്ലേ, അതായത് പിന്നത്തെ ഇപ്പം ഓക്കെ അങ്ങനെ ഓക്കെ സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സാവുകയും ചെയ്ത് ഫസ്റ്റ് ഗ്രൂപ്പിൽ 2 ബില്ലും എക്സംഷന് വേണ്ടി എഴുതുക. അതിനെക്കാട്ടി നല്ലത് മൊത്തം പഠിച്ചിരിക്കുന്നതല്ലേ. ഏതായാലും ടാക്സും കോസ്റ്റും പഠിക്കുന്നുണ്ട്. then study others also. ഫൈനലിൽ നിഹാല ജെബിൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം മൊത്തം പഠിക്കുക, അതാണ് നല്ലത്. എക്സാംസിന് വേണ്ടിയിട്ട് പഠിക്കുന്നതിനേക്കാളും നല്ലത് എല്ലാം പഠിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് ഓൾറെഡി എഴുതുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലെ മാർക്കും വെച്ചിട്ട് സെറ്റ് ഓഫ് ആയിട്ട് അഗ്രിഗേറ്റ് കയറി പോരും. ഫസ്റ്റ് അറ്റംപ്റ്റ് ഓൺലൈൻ ആയിരുന്നു വേസ്റ്റ് അറ്റംപ്റ്റ്, അങ്ങനെയൊന്നുമില്ല. ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ കംഫർട്ടബിൾ ആയി വരാൻ സമയം എടുക്കും, അങ്ങനെയുണ്ട്. ഓൺലൈൻ എല്ലാവർക്കും പെട്ടെന്ന് കംഫർട്ടബിൾ ആവണമെന്നില്ല. ഫൈനലൊക്കെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും കംഫർട്ടബിൾ ആവും. പക്ഷേ ഇൻ്റർ ലെവലിൽ ചിലപ്പോൾ ഓൺലൈൻ നിങ്ങൾക്ക് അത്ര കംഫർട്ടബിൾ ആവണമെന്നില്ല. ദാറ്റ്സ് എ റിയാലിറ്റി. ചില ആൾക്കാർ കംഫർട്ടബിൾ ആയിരിക്കും, പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഫൈനലിൽ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് SFM ആണോ? ഒരു പരിധി വരെ ഡിപ്പെൻഡ്സ്. എനിക്ക് SFM ആയിരുന്നു പ്രശ്നം എൻ്റെ ഫൈനലിൽ. SFMൽ എപ്പോഴും മാർക്ക് കുറവായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ടെസ്റ്റ് സീരീസ് എടുത്തു. അപ്പോൾ ഞാൻ ടെസ്റ്റ് സീരീസിൻ്റെ ബെനിഫിറ്റാണ് മനസ്സിലാക്കിയത്. SFMൽ എപ്പോഴും മാർക്ക് കുറവ്, എങ്ങനെ കയറുന്നേ ഇല്ല. പഠിക്കണ്ടോ, അത്യാവശ്യം നന്നായി പഠിച്ചിട്ടുണ്ട്, പക്ഷേ കയറുന്നില്ല, മാർക്ക് കയറുന്നില്ല. അപ്പം എന്താ പ്രശ്നം എന്ന് അറിയണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നിൻ്റെ പേപ്പർ ഞാൻ എടുത്ത് നോക്കി. പേപ്പർ എടുക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ മാർക്ക് പ്രോപ്പറായിട്ട് വീഴുന്നില്ല. എഴുതുന്നുണ്ട് പക്ഷേ മാർക്ക് വീഴുന്നില്ല. അപ്പോൾ എന്താണ് ആ പ്രശ്നം കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ടെസ്റ്റ് സീരീസ് എടുത്ത് ചാപ്റ്റർ വൈസ് ടെസ്റ്റ് സീരീസ് എടുത്ത്. അപ്പോൾ ഓരോ ചാപ്റ്റർ പഠിക്കും, ആ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ടെസ്റ്റ് സീരീസ് ആയിട്ട് എഴുതും, അപ്ലോഡ് ചെയ്ത് കൊടുക്കും. ഇവരതിൻ്റെ അപ്പോഴും മാർക്ക് കുറവ്. അതാ രസം. അതായത് ടെസ്റ്റ് സീരീസ് എടുത്തിട്ട് മാർക്ക് കുറവ്. അപ്പോൾ നല്ല സാഡാവും. അതായത് എന്താണ് അത് ഇങ്ങനെ കയറാത്തതെന്ന് ഇങ്ങനെ തോന്നും. അപ്പോൾ അവരതിൽ റീസൺ പറയും എന്തുകൊണ്ടാണ് മാർക്ക് കുറയുന്നത് എന്നുള്ളത്. അപ്പം പറയും കൺസെപ്ച്വലി നോളജ് നിങ്ങൾക്ക് ഇല്ലാതെ. അതോടുകൂടി തീർന്ന്. അപ്പോൾ ഒന്നുകൂടി ഡൗൺ ആയി. പച്ചക്ക് അവർ ചെയ്തു, കൺസെപ്ച്വലി നിങ്ങൾക്ക് തീരെ അറിയില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പം എവിടെയാണ് തെറ്റ് പറ്റുന്നതെന്നൊക്കെ കറക്റ്റ് നോക്കും. അവർക്ക് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നോക്കി അങ്ങനെ ഡെവലപ്പ് ചെയ്ത് SFM ആ രീതിക്ക് എത്തിച്ചിട്ട് പിന്നെ എനിക്ക് SFMൽ 60 സംതിങ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഞാൻ പാസ്സായ സമയത്ത്. അതാ പറഞ്ഞത്, നമുക്ക് ഒരു സബ്ജക്റ്റ് വീക്കാണെങ്കിലും അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ഒന്നും പോസിബിൾ അല്ലാത്തതായിട്ടില്ല, എല്ലാം പോസിബിളാണ്. വിചാരിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ആ വിചാരം വരണം. ആ വിചാരം വന്നില്ലെങ്കിലാണ് പ്രശ്നം. ഓക്കെ, SFM അങ്ങനെ SFM ഡിപ്പെൻഡ്സ് ആണ്. ചില ആൾക്കാർക്ക് അടിപൊളിയോടെ SFM ഈസി പേപ്പറാണ്, ചില ആൾക്കാർക്ക് ടഫായി തോന്നും. എനിക്കൊരു ആവറേജ് പേപ്പറായിരുന്നു അത്. എൻ്റെ പേപ്പർ ടാക്സേഷൻ ആയിരുന്നു. ടാക്സേഷനിൽ മാക്സിമം സ്കോറിങ് അത്രേ ഉള്ളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദ്യം? ആൻഡ് വി ക്യാൻ വൈൻഡ് അപ്പ്. ഇറ്റ്സ് 9:37 ഓൾറെഡി. ഞാൻ ഏത് ടെസ്റ്റ് സീരീസ് എടുത്തത്? ഞാൻ CA ടെസ്റ്റ് സീരീസ് എന്നുള്ള സൈറ്റ് ഉണ്ട്, അതിൽ നിന്ന് എടുത്ത്. അതിൽ CMA ടെസ്റ്റ് സീരീസും ഉണ്ട്. എല്ലാം ചടപ്പാറ എടുക്കരുത്. ഞാൻ SFM മാത്രമേ എടുത്തുള്ളൂ. എല്ലതും കൂടി എടുക്കരുത് കേട്ടോ. ഏതെങ്കിലും ഒരു സബ്ജക്റ്റൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ അത് കറക്റ്റായിട്ട് റുട്ടീനിൽ ചെയ്യുകയാണെങ്കിൽ അതിലൊരു മെച്ചം ഉണ്ടാവും. എങ്ങനെയായാലും ഒരു ചിലപ്പോൾ ഒക്കെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. പുതിയ ക്വസ്റ്റ്യനൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഒരു ചെറിയൊരു ഡെവലപ്മെൻറ്റ് കിട്ടും. സെക്കൻഡ് ഗ്രൂപ്പ് കഴിഞ്ഞ അറ്റംപ്റ്റ് ഓൾമോസ്റ്റ് കവർ ആക്കിയിട്ടുണ്ട്, ഫസ്റ്റ് ഗ്രൂപ്പ് കവർ ചെയ്തിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് ഒരുപാടുണ്ട്, സമയമുണ്ട്. യെസ്, ഫസ്റ്റ് ഗ്രൂപ്പ് ഇയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ റിസ്ന ഒരു കാര്യം ചെയ്യുക. അതായത് സെക്കൻഡ് ഗ്രൂപ്പിൽ ഒരു സബ്ജക്റ്റിൻ്റെ കൂടെ ഫസ്റ്റ് ഗ്രൂപ്പ് ഇയാൾ ഫസ്റ്റ് മുതൽ പഠിക്കുകയല്ലേ. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് പഠിക്കുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യുക,
ഫസ്റ്റ് ഗ്രൂപ്പ് പഠിക്കുന്നതിൻ്റെ കൂടെ സെക്കൻഡ് ഗ്രൂപ്പിലെ ഒരു സബ്ജക്റ്റ് കൂടെ കൊണ്ടുപോവുക. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിനായിട്ട് ഇരിക്കരുത്. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പിനായിട്ട് ഇരിക്കരുത്. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് പഠിക്കുക, ഫസ്റ്റ് ഗ്രൂപ്പ് കവർ ചെയ്യാണ്ടല്ലോ, അത്യാവശ്യം കവർ ചെയ്യാൻ വേണ്ടി പഠിക്കുക, ഇരിക്കുക. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, സെക്കൻഡ് ഗ്രൂപ്പിൽ ഒരു 1-2 സബ്ജക്റ്റ് കൂടെ കൊണ്ടുപോകുക. അപ്പം സെക്കൻഡ് ഗ്രൂപ്പ് അധികം സമയം എടുക്കില്ലല്ലോ, അപ്പം വീണ്ടും വീണ്ടും പഠിക്കാൻ ഞങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പം രണ്ടും ഒരുമിച്ച് ആ പാരലലിൽ പോകുമ്പോൾ പിന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് ഒന്നും കൂടി റിവൈസ് ചെയ്യുക, അതിൻ്റെ കൂടെ സെക്കൻഡ് ഗ്രൂപ്പിലെ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് കൊണ്ടുപോകുക. അങ്ങനെ സെക്കൻഡ് ഗ്രൂപ്പ് പാരലലിൽ കൊണ്ടുപോകുക ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ കൂടെ. അപ്പോൾ ബോത്ത് പ്രിപ്പയർ ചെയ്യാൻ സമയമുണ്ട്. ഇപ്പോൾ പല ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഗ്രൂപ്പ് കഴിയട്ടെ എന്നിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് നോക്കാമെന്ന് വിചാരിക്കും. അപ്പം കുറേ എത്തുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രമാവും. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ആകെ പാനിക്കാവും. അപ്പോൾ ബോത്ത് ആണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ 2 ഗ്രൂപ്പൊന്നും സാധനങ്ങൾ പഠിച്ച് വേണം പോകാൻ. ഇടയ്ക്ക് എക്സാമിന് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ എവിടെയും പറ്റും. ഇടയ്ക്ക് എക്സാം എഴുതി നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ? അതെ, അതിനാണ് ഞാൻ നടത്താനാണോ, എക്സാം നടത്താനാണോ? നമ്മൾ 10 പേരുടെ ഗ്രൂപ്പിൽ നിന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞ് എക്സാം എഴുതി നടത്താൻ. ഞാൻ ഒറ്റക്കാടും, അതാ പ്രശ്നം. എനിക്കങ്ങനെ സപ്പോർട്ടീവായിട്ട് നിങ്ങളാണ് നമ്മളെ സപ്പോർട്ട്. എനിക്കങ്ങനെ ഫാക്കൽറ്റി സപ്പോർട്ടൊന്നും അങ്ങനെ ആരും പുറത്തൊന്നും ഇല്ല, സത്യം പറഞ്ഞ കുറവാണ്. ആപ്പിലൊക്കെ DT റിവിഷൻ ചെയ്യാൻ പറ്റുമോ സാർ? ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. DTയുടെ വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. DT ഞാൻ ആദ്യം ഒന്ന് മൊത്തത്തിൽ റിവൈസ് ചെയ്യാനുണ്ട്. ഞാൻ DT പണ്ടൊക്കെ എടുത്തിരുന്നു, പിന്നെ DTയിലോട്ടേക്ക് GST ഇഷ്ടം DTനേക്കാളും. DT സെറ്റാക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഇടണമെന്ന് ആലോചിച്ചതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം നടന്നില്ല. ഇപ്രാവശ്യം എന്തായാലും ഇടണമെന്നുണ്ട്. ഞാൻ ശ്രമിച്ച് DTയുടെ വീഡിയോസ് റിവിഷൻ എന്നല്ല, കുറച്ച് ഒരു ലെങ്തി വീഡിയോസാണ്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പോകുന്ന എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന രീതിയിലുള്ള DT സെറ്റ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. എക്സാം എഴുതി നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക, അതാണ് ടെസ്റ്റ് സീരീസ്. ടെസ്റ്റ് സ്റ്റഡി ക്യാമ്പിന് നടത്താം, പക്ഷെ അതിനുള്ള സോഴ്സ് ഇല്ല, ആൾക്കാരില്ല. DT കൂടെ എന്നെ മോട്ടറാക്കി DT എടുപ്പിക്കുക. യെസ്, IDT എൻ്റെ വീഡിയോസ് കണ്ടാൽ മതി. യെസ്, ഒരു അമെൻമെൻറ്റ് വീഡിയോ കൂടി ഞാൻ ഇടുന്നുണ്ട്, അതും കൂടി കാണാം. വേറെ എന്തെങ്കിലും ഡൗട്ട്സ്, എന്തെങ്കിലും ചോദ്യങ്ങൾ? നമുക്ക് മറ്റേ സംഭവം നമ്മൾ ആലോചിച്ച് നോക്കട്ടോ, ആ 10 പേര് വെച്ചിട്ടുള്ള സംഭവം. പക്ഷെ അത് കുറേ ആയാൽ നമുക്ക് ലിമിറ്റ് ചെയ്യാം. ആദ്യം വരുന്ന എത്ര ആൾക്കാരെന്ന് വെക്കാം, എന്നിട്ട് എല്ലാവരും കൂടി അതിന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ ശ്വാസം പോകും. അമെൻമെൻറ്റ്സ് കുറേ ഇല്ലേ? യെസ്, DT കുറച്ചുണ്ട്, IDT കുറച്ചുണ്ട്. പക്ഷേ IDT അത്ര ഭയങ്കര ഇമ്പോർട്ടൻ്റ് അമെൻമെൻറ്റ്സ് അല്ല, DTയിലുണ്ട്. സോ മാനേജ്മെൻറ്റ് ഏത് ഫാക്കൽറ്റി? വീണ്ടും ചോദിക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഏത് ഫാക്കൽറ്റിയാണ് ബെറ്റർ? ഞാനത് പറഞ്ഞിരുന്നു. അക്കൗണ്ട്സ് ക്ലാസ് പർച്ചേസ് ചെയ്യുമ്പം ആരാ ബെറ്റർ എന്ന് ചോദിക്കാം, പക്ഷേ വേറെ ആൾക്കാരുടെ സജഷനിൽ എടുക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് ഡെമോ വീഡിയോസ് കണ്ടിട്ട് ചൂസ് ചെയ്യുക. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫാക്കൽറ്റി ഞാൻ കണ്ടത് ഒന്ന് റമീസ് സാറാണ്. CMA റമീസ് സാർ റെക്കോർഡ് വീഡിയോസ് കൊടുക്കുന്നത് കണ്ടു. വേറെ ഏത് സാർ, ലുക്മാൻ സാർ ഉണ്ടോയെന്ന് അറിയില്ല. ഇവരാണ് ഞാൻ കണ്ടത്. കോസ്റ്റാണ് പാട്. കോസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. കൺസെപ്ച്വലി സ്ട്രോങ് ആക്കുക. കോസ്റ്റിങ് MA ഒക്കെ കൺസെപ്ച്വലി സ്ട്രോങ് ആകുമ്പോൾ ഡെവലപ്പ് ആവും. എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. കൺസെപ്ച്വലി സ്ട്രോങ് ആക്കിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. തീരെ ഓക്കെ അല്ലെങ്കിൽ ക്ലാസ് പർച്ചേസ് ചെയ്യുക. കോസ്റ്റ് MA ഒക്കെ വല്ലാണ്ട് സെറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ക്ലാസ് പർച്ചേസ് ചെയ്തിട്ട് ട്രൈ ചെയ്യാം. തീരെ സെറ്റ് ആവുന്നില്ലെങ്കിൽ മാത്രം. എനി ക്വസ്റ്റ്യൻസ്? എടാ, നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ? ബെനിഫിറ്റ് ആയില്ലേ? എൻ്റെ CAയുടെ ലൈഫ് എങ്ങനെ പോകുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കാര്യം കൂടി പറയാം. അതായത് എനിക്ക് ഓഫീസുണ്ട്, 2 ഞാൻ ടീച്ചിങ് ഉണ്ട്. പക്ഷേ ടീച്ചിങ്ങിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണോ ലാഭമാണോ വെച്ചാൽ നിങ്ങളെ കുറേ ആൾക്കാരെ കിട്ടി, ലാഭം തന്നെയാണ്. പക്ഷേ ഞാൻ ടീച്ചിങ്ങിൽ ഇറങ്ങുന്നത് അങ്ങനെ കുറേ ആൾക്കാർക്ക് ഇഷ്ടമല്ല. എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ വല്ലാണ്ട് ഇഷ്ടമല്ല, അത് വലിയ താല്പര്യമില്ല. കാരണം ഒന്ന്, ഞാൻ ടീച്ചിങ്ങിൽ നിന്ന് അങ്ങനെ ഏണിങ് ഉണ്ടാക്കില്ല എന്ന് ഇവർക്കറിയാം. കാരണം ഞാനങ്ങനെ ടീച്ചിങ്ങിൽ ഞാനങ്ങനെ ബാർഗെയിനിങ് അല്ല. അപ്പം അവർ ടീച്ചിങ്ങിന് അത്ര സപ്പോർട്ടല്ല. അപ്പം എന്നോടത് സ്റ്റോപ്പ് ചെയ്യാനുള്ള രീതിയിലൊക്കെ എന്നോട് സംസാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് ടീച്ചിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, സ്റ്റഡിക്ക് പിന്നെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാനേ പറ്റില്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതിൻ്റെ CA ലൈഫ് ഹാപ്പിയാണ്, റിലാക്സ്ഡ് ആണ്. ഇപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ അടുത്ത ടെൻഷൻ വരുമല്ലേ, അപ്പോൾ അത്രയേ ഉള്ളൂ.
അന്ന് CA ഫൈനലിൽ പാസ്സാവണമെന്നായിരുന്നു ടെൻഷൻ. അപ്പം അത് കഴിഞ്ഞപ്പോൾ അടുത്ത ടെൻഷൻ ഇനി ഏത് മേഖലയിട്ട് തിരിയും എന്നുള്ളതാണ് അടുത്ത ടെൻഷൻ. അപ്പോൾ ഓരോ ടെൻഷൻ ഇങ്ങനെ ലൈഫ് അങ്ങനെയല്ലേ, എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അത് നമ്മൾ പരിഹരിച്ച് പോകുന്നതാണ് ലൈഫ്, അല്ലെങ്കിൽ ഒരു രസമില്ലല്ലോ. സാറ് പഠിക്കുമ്പോൾ എങ്ങനെയാണ് സാർ പ്രഷേഴ്സ് ഹാൻഡിൽ ചെയ്തിരുന്നത്? പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ ഐ വിൽ വാച്ച് മൂവീസ്. പിന്നെ ഞാൻ ഇടയ്ക്ക് വെറുതെ കോഴിക്കോടൊക്കെ പോകും, വെറുതെ ട്രാവൽ ചെയ്യും ഒറ്റയ്ക്ക്. ഒരു ദിവസമൊക്കെ ചിലപ്പം ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഞാൻ കുറേ ദിവസം പഠിച്ച്, പിന്നെ എൻ്റെ അടുത്ത് ഞാൻ പിന്നെ കുറേ ഇങ്ങനത്തെ ഷീറ്റ്സ് ഒരുപാട് എപ്പോഴും ഉണ്ടാവും എൻ്റെ അടുത്ത്. ഇതേപോലെ ഇങ്ങനെ 4 ഷീറ്റായിട്ട് കുറേ ഷീറ്റുകൾ എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവും. കുറേ ഷീറ്റുകൾ ഞാൻ ഇങ്ങനെ, അതായത് റിവിഷൻ ചെയ്യാൻ പറഞ്ഞില്ലേ, ചെറിയ ഷോർട്ട് നോട്ട്സ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ ചെറിയ ബുക്ക് എന്തെങ്കിലും കയ്യിൽ പിടിക്കും, ചെറിയ ബാഗ് ഇട്ടിട്ട് ഞാൻ നേരെ ട്രെയിൻ കയറി പോകും. ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനും വെറുതെ എന്ത് ചെയ്യും, ഈ പേപ്പേഴ്സൊക്കെ എടുത്ത് വെറുതെ ഇങ്ങനെ നോക്കും. പുറത്തിറങ്ങും, ഏതെങ്കിലും തിയേറ്ററിൽ കയറും, നല്ല ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ സിനിമ കാണും, തിരിച്ചു വരും, നേരെ മാനാഞ്ചിറ മൈതാനത്ത് പോകും. അവിടെ ഇരുന്നിട്ട് ഈ ബുക്ക് വീണ്ടും ഞാൻ ബുക്കും ഈ പേപ്പേഴ്സൊക്കെ എടുത്ത് വീണ്ടും നോക്കും. ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ 2-3 ചായയൊക്കെ കുടിച്ചിട്ടുണ്ടാവും. 2-3 ചായയൊക്കെ ഇങ്ങനെ കുടിച്ച്, എന്ന് വെച്ചാൽ ഞാൻ എൻ്റേതായ രീതിയിൽ പഠിത്തവും റിലാക്സേഷൻ ഒരുമിച്ച് കൊണ്ടു. അപ്പം അന്ന് ഞാൻ പഠിച്ചോന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേ ഞാൻ പഠിച്ചിട്ടുണ്ട്. റിലാക്സ്ഡ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലാക്സ് ആയിട്ടുണ്ട്. ഞാൻ ആരും ഒപ്പം കൂട്ടൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകും. എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് എൻ്റേതായ ആ ചായ കുടിച്ച് സിനിമ ഒക്കെ ഉണ്ട്. ഞാൻ പഠിച്ചിട്ടുമുണ്ട്, ഞാൻ എൻജോയ് ആയിട്ടുണ്ട്, റിലാക്സ്ഡ് ആയി, പ്രഷറൊക്കെ പോയിട്ടുണ്ടാവും ഏകദേശം. ഇപ്പോൾ സെറ്റായിട്ടുണ്ടാവും. തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും രാത്രി കറക്റ്റായിട്ട് വീട്ടിലെത്തും. ആരെങ്കിലും കാലിക്കറ്റ് പഠിക്കുന്നുണ്ടോ? ഓക്കെ, ആരും ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ തിരിച്ച് വീട്ടിലെത്തും. പിന്നെ എന്താ പറയുക, നമ്മൾ വീണ്ടും പിന്നെ നമ്മൾ സെറ്റായിട്ടുണ്ടാവും, ഏകദേശം മൈൻഡൊക്കെ ഓക്കെ ഉണ്ടാവും. ദെൻ വീണ്ടും പഠിത്തത്തിലും ഇടയ്ക്ക് അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കും ചിലപ്പോൾ. കുറേ ദൂരയാത്ര ഒന്നുമില്ല, ടൂറൊന്നുമില്ല, വെറുതെ ഒരു ബ്രേക്ക്. എൻ്റെ സന്തോഷം അതാണ്. ഇടയ്ക്ക് ചായ കുടിക്കുക, സിനിമ കാണുക, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ റിലാക്സ്ഡ് ആവും, പ്രഷർ ഹാൻഡിൽ ആവും, അത്രേ ഉള്ളൂ. പിന്നെ ഒന്നാമത് നെഗറ്റിവിറ്റി ഒഴിവാക്കുക. അതായത് ഇപ്പം വീട്ടുകാരൊക്കെ, ഇപ്പം റിലേറ്റീവ്സൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അതൊക്കെ ഇഗ്നോർ ചെയ്യുക. അങ്ങനെയാണ് കുറേ ആൾക്കാരുടെ ഇഷ്യൂസ്. നീ ഇത് പഠിച്ചിട്ട് എന്തിനാ, ഇനി എങ്ങോട്ടാണ് ഇത് പഠിച്ചിട്ട്, ഇത്രയും കാലമായില്ലേ, ഈ വേർഡ്സൊക്കെ കാരണം സ്ഥിരം കേൾക്കുക. ഇതെപ്പോഴാണ് തീരുക, ഇതിപ്പോഴും തീർന്നില്ലേ, ഇനി എന്നാ അത് കഴിയുക, അങ്ങനെയൊന്നും കേൾക്കില്ല നിങ്ങൾ ഇല്ലേ? കുറേ കാലമായില്ലേ ഇത് കേൾക്കും. നല്ല ടഫല്ലേ, ഇനി നിർത്തിക്കൂടെ, ഇനിയിപ്പോൾ നിർത്തി വേറെ എന്തെങ്കിലും നോക്കിക്കോ, ഇതൊക്കെ കേൾക്കും ചിലപ്പോൾ അല്ലേ? അതിനൊക്കെ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റും. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ പിന്നെ ശീലമായി. ഇങ്ങനെ കേട്ട് ഇങ്ങനെയല്ലേ, അങ്ങനെ ശീലമായി. പക്ഷെ വീട്ടിൽ നിന്ന് പ്രഷർ പാടില്ല കേട്ടോ. പാരൻസിൻ്റെ സപ്പോർട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ നേടിയെടുക്കുക. അപ്പോൾ അത് പാരൻസിന് ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പാരൻസിനൊന്ന് കേൾപ്പിച്ചു കൊടുക്കുക. കാരണം പാരൻസിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രഷറൈസ്ഡ് ആവും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾക്ക് പിന്നെ ഹാൻഡിൽ ചെയ്യാൻ വലിയ പാടായിരിക്കും. പാരൻസിനെ നിങ്ങൾ പേടിക്കും പിന്നെ. അപ്പം എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു, ഏതൊരു കുട്ടിയൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, പാരൻസിനെ പേടിച്ചിട്ട് പാസ്സായിട്ടില്ല, പക്ഷെ പാസ്സായി എന്നിട്ട് ആ കുട്ടി പറഞ്ഞ്, വീട്ടിൽ പറഞ്ഞ് പാസ്സായി. കല്യാണം എന്തോ ഡിലേ ആക്കാൻ വേണ്ടിയിട്ട് എന്തോ ആയിരുന്നു, കല്യാണം എന്തോ ഉറപ്പിച്ചപ്പോൾ പെൺകുട്ടിയായിരുന്നു. അപ്പോൾ വീട്ടിൽ ആ കുട്ടി പറഞ്ഞ് പാസ്സായി എന്നിട്ട് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ പ്രഷറുള്ള ഒരുപാട് കുട്ടികളെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ നിങ്ങൾ അങ്ങനെ അത്രയും പ്രഷറൈസ്ഡ് ആവരുത്. നമ്മളെല്ലാവരും പഠിക്കുന്നുണ്ട്, പഠിക്കാതെ ആരും ഇരിക്കുന്നില്ല, പഠിച്ചിട്ട് ഫെയിലാവുന്ന അറിയാതെ. അപ്പോൾ ആ മിസ്റ്റേക്ക് തിരുത്താനുള്ള സാവകാശം കൊടുക്കുക വീട്ടുകാർ. അത് തിരുത്തി അവർ പാസ്സായി വരാൻ പറ്റും അവർക്ക്. ഡെഫിനറ്റ്ലി മെനക്കെട്ടിട്ടുണ്ടെങ്കിൽ 100% മനസ്സറിഞ്ഞ് എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളിവിടെ കയറിപ്പോരും. കയറി പോകുന്ന ആളാണ് ഞാൻ, കയറിപ്പോരും, അത്രയേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്നുള്ള പ്രഷർ നിങ്ങൾ മാക്സിമം നിങ്ങളെ വീട്ടുകാരോട് സംസാരിക്കുക. അത് വീട്ടിൽ നിന്ന് പ്രഷർ, റിലേറ്റീവ്സിൻ്റെ പ്രഷർ അത് പിന്നെ മൈൻഡ് ചെയ്യണ്ട. ഒരു റിലേറ്റീവ് നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടല്ല അത് പറയുന്നത്, പിന്നെ നമ്മളെ ചൊറിയാൻ വേണ്ടി പറയുന്നത് അല്ലേ? ഇപ്പം നമ്മൾ പാസ്സായി, ഇപ്പം എന്നോട് ചോദിക്കുന്നത് എന്താ അറിയോ, CA പാസ്സായില്ലേ, ഇപ്പം എന്താ ചെയ്യുന്നത്, പോയില്ലേ ഇതുവരെ ഓടുക്കും, ജോലിയൊന്നും കിട്ടിയില്ലേ, ഇപ്പം അതായി ചോദ്യം. ഇപ്പം അതാ ചോദ്യം, ജോലിയൊന്നും കിട്ടിയില്ലേ, ഇപ്പം എന്തത് പാസ്സായതല്ലേ, ഇപ്പം എന്താ ഒന്നുമില്ല, ഇതുവരെ പാസ്സാകുന്നതിന് പ്രശ്നം. ഒപ്പമുള്ളവർ പാസ്സാകുമ്പോൾ ചോദിക്കും ചിന്തന്നല്ലോ, അല്ല എടാ കമ്പയർ ചെയ്യാൻ പാടില്ലടാ, കമ്പയർ ചെയ്യാനേ പാടില്ല. ഓരോരുത്തർക്കും ഓരോ ക്യാപ്പബിലിറ്റി അല്ലേ, ഓരോരുത്തരും ഓരോ ഇൻഡിപെൻഡൻ്റാണ്, എല്ലാവരും ഇൻഡിപെൻഡൻ്റാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ കഷ്ടപ്പാട് കാണുമ്പം ആ കഷ്ടപ്പാട് കണ്ടിട്ട് ആ വിഷമം ഉണ്ടല്ലോ മനസ്സിൽ, നമുക്ക് വരുന്ന വിഷമമില്ലേ, അതുതന്നെയാണ് നമ്മളുടെ മോട്ടിവേഷൻ. അത് മതി നമ്മൾ പാസ്സാവാൻ, നമ്മൾ മനസ്സറിഞ്ഞ് അങ്ങോട്ട് പാസ്സാവും. MCQ ആകാൻ എന്താണ് ചെയ്യേണ്ടത്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും അങ്ങനെ അധികം ഇമ്പോർട്ടൻസ്. MCQ പ്രാക്ടീസ് ചെയ്യാം, ബുക്ക്ലെറ്റിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. MCQ കൂടുതൽ ബുക്ക്ലെറ്റുകൾ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ,
സെറിമണിക്ക് ഞാൻ അവരെ മനഃപൂർവ്വം കൊണ്ടുപോയതാണ്. കാരണം എൻ്റെ ആ ജേണിയിൽ അത്രയും എഫേർട്ട് അവരും കൂടി ഇട്ടിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഫോർ ദെയർ, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയതാണ്. അത് വേറൊരു അനുഭവമായിരുന്നു അത്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം കൊടുക്കാൻ പറ്റണം നിങ്ങളുടെ പാരൻസിന്. ഇത് പാസ്സായി കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടടാ, അത് ഈ എഫേർട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ പാസ്സാവില്ലേ. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ 2-3 തവണയൊക്കെ തോറ്റിട്ടുണ്ടാവില്ലേ. ആ തോറ്റ് എന്നൊക്കെ പെട്ടെന്ന് പാസ്സാകുമ്പോൾ കിട്ടുന്ന ഒരു സംഭവമുണ്ട്. അത് പെട്ടെന്ന് പാസ്സായാലും കിട്ടില്ല. നമ്മൾ 1-2 തവണ തോറ്റ് വീണ് പോയി, ഒരുപാട് ആൾക്കാർ നമ്മളെ കളിയാക്കി, അതിനൊക്കെ ശേഷം നമ്മളിങ്ങനെ പാസ്സാകുമ്പോൾ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് റിലാക്സേഷൻ ഉണ്ട്, ഒരു ടൈപ്പ് ഓഫ് സാധനമുണ്ട്. അത് ഭയങ്കര. സോ തോറ്റെന്ന് വിചാരിച്ചിട്ട് നിങ്ങളവിടെ നിർത്തേണ്ട ആവശ്യമില്ല. പാസ്സാകാൻ പറ്റും, വിചാരിച്ച് കഴിഞ്ഞാൽ പാസ്സാകാൻ പറ്റില്ലേ. അപ്പം ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നു. ചില സബ്ജക്റ്റ് എനിക്ക് ഇത്ര കിട്ടി, പിന്നെ ഞാൻ അത്ര ഡെവലപ്പാക്കി അത്ര കിട്ടി. ഇതൊക്കെ ഞാൻ എന്താ പറയുക ശരിയാക്കി എടുത്തതാണ്. അപ്പോൾ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് പാരൻസിൻ്റെ സപ്പോർട്ട്, അത് ഞാൻ വീണ്ടും പറയുന്നത്, പാരൻസിൻ്റെ സപ്പോർട്ട് റിയലി നീഡഡാണ്, റിയലി നീഡഡാണ്. സോ അത് നിങ്ങളെ പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതിൽ പാരൻസ് ആരെങ്കിലും അടുത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ പാരൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇവരെ സപ്പോർട്ട് ചെയ്യുക. അത് ഡെഫിനറ്റ്ലി വെരി ഇമ്പോർട്ടൻ്റ് ആണത്. കാരണം ഈ കോഴ്സിന് ഇവർ പഠിക്കാതിരിക്കുന്നില്ല, എന്തായാലും പഠിക്കുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് കിട്ടിയപ്പോൾ തന്നെ വീട്ടിൽ പാരൻസിനെ സന്തോഷിക്കാതെ ഒപ്പം അത് ശരിയാവും. പക്ഷെ എന്താണെന്നറിയോ, ഇപ്പോൾ അത്യാവശ്യം അറ്റംപ്റ്റ് എടുത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് അനലൈസ് ചെയ്യണം. വൈ യു ആർ ടേക്കിംഗ് ടു മച്ച് അറ്റംപ്റ്റ്സ്, എന്തോ പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ, എന്താണ് ആ ഒരു കാര്യം എന്നുള്ളത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യണം നിങ്ങൾ. അതിന് പേപ്പറൊക്കെ എടുത്ത് നോക്കുക, എവിടെയാണ് പ്രശ്നം പറ്റുന്നതെന്ന് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ 2 അറ്റംപ്റ്റ് 3 അറ്റംപ്റ്റ് ഫൈൻ, പക്ഷെ അതിലും കൂടുതൽ നിങ്ങൾ കയറി പോയിട്ടുണ്ടെങ്കിൽ യു ഹാവ് സംതിങ് എൽസ്, എന്തോ പ്രശ്നമുണ്ട്, അത് തിരുത്തണം മാക്സിമം നേരത്തെ, ഇനി ഡിലേ ആക്കരുത്. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക. ആരും കണ്ടക്ട് ചെയ്യാത്ത സംഭവമാണ് ലൂസേഴ്സ് മീറ്റപ്പ്. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടക്ട് ചെയ്തിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു, ഇപ്രാവശ്യം നല്ല ആൾക്കാരുണ്ട്. ആൻഡ് കഴിഞ്ഞ പ്രാവശ്യം കണ്ടക്ട് ചെയ്തിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാൾക്കാർ ഇപ്രാവശ്യം പാസ്സായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് അപ്പം നിങ്ങളൊക്കെ അടുത്ത പ്രാവശ്യം മെസ്സേജ് അയക്കാനുള്ള ആൾക്കാരാണ്. പാസ്സായി എന്ന് പറഞ്ഞിട്ട്, ക്ലിയറായി, എല്ലാം ഡെവലപ്പായി എന്നിട്ട്. ഓക്കെ, ഇൻറ്റേൺഷിപ്പിൻ്റെ കൂടെ അങ്ങനെ സ്റ്റഡീസ് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലെത്തിയതിന് ശേഷം രാവിലെയും രാത്രിയുമാണ് നമുക്കുള്ള സമയം. സോ ആ സമയം യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. 2 hours ഈച്ച് വെച്ചിട്ടോ അങ്ങനെ സംതിങ്. ഫൈനലാണെന്നുണ്ടെങ്കിൽ ഫൈനലിൻ്റെ നെക്സ്റ്റ് വിന്നേഴ്സ് മീറ്റപ്പ്. വിന്നേഴ്സ് മീറ്റപ്പ് നടത്താറില്ല. ഫൈനലാണെന്നുണ്ടെങ്കിൽ ഫൈനലിൻ്റെ ക്ലാസ് വല്ലതും പർച്ചേസ് ചെയ്തിട്ട് ഫൈനലിൽ കൂടെ. ഇൻ്ററാണെന്നുണ്ടെങ്കിൽ കൂടെ കൊണ്ടുപോകുക. അവളോട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ് ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഗ്രൂപ്പ് പെൻഡിങ് ആണെങ്കിൽ കുറച്ച് ഹാർഡായിരിക്കും. ഒരു ഗ്രൂപ്പ് കിട്ടിയിട്ട് അടുത്ത ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിൻ്റെ ഇടയിലാണ് ട്രെയിനിങ് എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. ആൻഡ് മാനേജബിൾ ആണ്, പക്ഷെ മാനേജ് നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും രാത്രിയും യൂട്ടിലൈസ് ചെയ്യണം സമയം. ഉറങ്ങാൻ പാടില്ല, ഉറങ്ങാൻ ആവശ്യത്തിന് മാത്രം ഉറങ്ങണം. ഫെയിലായിട്ട് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യില്ല. ഡെഫിനറ്റ്ലി അവർക്ക് പാസ്സായവർ മാത്രം പോരെ. ദേ ആർ റണ്ണിങ് ഫോർ ബിസിനസ്. നമുക്ക് നിർത്താം. ഗുഡ് നൈറ്റ്. ഓക്കെ, നമുക്ക് നിർത്താം, ഞാനും ടയേർഡായി. ഓക്കെ, സോ വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തോന്നുന്നു. ആൻഡ് വൈൻഡപ്പ് ചെയ്താലോ? ഷാൽ വി വൈൻഡപ്പ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വോയിസിൽ ചോദിക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റായി ചോദിക്കാം. വോയിസിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. IDT ഗ്രൂപ്പ് ലിങ്ക് ഇടാം. യെസ്, ഓൾ ഫൈൻ. ക്വസ്റ്റ്യൻ ബാങ്ക് PDF, ഞാൻ PDFsകളൊക്കെ ഗ്രൂപ്പിൽ മറ്റേ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ഉടനെ ഷെയർ ആക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും റിലാക്സ്ഡ് ആയില്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് സാർ ഇല്ല, ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ദൈവം അനുകരിക്കട്ടെ. താങ്ക് യു. ബൈ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. ആൻഡ് നമുക്കൊക്കെ ശരിയാക്കാം. ഓക്കെ, റെഡിയാക്കാം. ആൻഡ് ആ 10 പേരുടെ പേഴ്സൺസിൻ്റെ ഗ്രൂപ്പിൻ്റെ കാര്യം അങ്ങനെ നമുക്ക് ആലോചിക്കാം. അതും നമുക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക് യു.
ശരിയാവും. ഓക്കെ, ബൈ 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 ബൈ.